والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ മദ്രസയുടെ കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെയുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ഇൽമിന്റെ മജ്ലിസിൽ നമ്മൾ കൂടിയിരുന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതിയതും അസ്ഹാബുൽ കഹ്ഫി അസ്ഹാബ് അൽ ബദറിനെ പറഞ്ഞതും പരിപൂർണമായ നിലക്ക് റബ്ബ് തആല നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്മരണകൾ അയവിറക്കുന്ന വിശുദ്ധമായ റബീഉൽ അവ്വലിലാണ് നമ്മളൊക്കെ ഉള്ളത്. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതും ഹുബ്ബുർ റസൂൽ പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കകം ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ വൈസി വെന്നിയൂർ അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് എത്തും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം ഏതൊരു മുഅ്മിനും അത്യാവശ്യവും അവന്റെ ഈമാനിന്റെ പരിപൂർണതയുടെ ഭാഗമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ലോക മുസ്ലിമീങ്ങൾ പരിശുദ്ധമായ റബീഉൽ അവ്വൽ വരുമ്പോൾ എങ്കിലും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്ദേശങ്ങൾ, നിലപാടുകൾ, സമീപനങ്ങൾ, അവിടുത്തെ നിർദ്ദേശങ്ങൾ, പരിശുദ്ധമായ ശരീഅത്ത്, അതൊക്കെ സമൂഹത്തിന് കൈമാറ്റം ചെയ്യാൻ, പുതിയ സമൂഹത്തിന് പഠിപ്പിക്കപ്പെടാൻ, ഇതര സമൂഹങ്ങൾക്കിടയിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ ഒക്കെയാണ് റബീഉൽ അവ്വലിനെ ഉപയോഗപ്പെടുത്തുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മൗലിദുകൾ, വലിയ വലിയ മൗലിദ് സമ്മേളനങ്ങൾ നടക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ നമ്മളൊക്കെ അത് കണ്ടുവരുന്ന ആളുകളാണ്. മുസ്ലിമീങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതനായ ഈ ഒരു മാസത്തിൽ പ്രവാചക സ്നേഹികളൊക്കെ ഒരുമിച്ച് കൂടിയിരുന്ന് മുസ്തഫ നബിയുടെ മദ്ഹ് പാടാൻ കഴിവുള്ളവർ പാടും, പറയാൻ കഴിവുള്ളവർ പറയും. വിശ്വാസികൾ ഒരുമിച്ച് കൂടിയിരുന്നതൊക്കെ കേൾക്കും. സന്തോഷത്തോടുകൂടെ 1400 കൊല്ലങ്ങൾക്കപ്പുറത്തേക്ക് ഖൽബ് കൊണ്ട് വിശ്വാസികൾ സഞ്ചരിക്കും. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. വലിയ വലിയ മൗലിദ് സമ്മേളനങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സദസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദേശത്തെ, ഇസ്ലാമിന്റെ സന്ദേശത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രവാചക സ്നേഹം തന്നെയാണ്. ഇന്ന് നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതും പ്രവാചക സ്നേഹം ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൊക്കെ വലിയ വർധനവ് തന്ന് മുസ്തഫ നബിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രവാചക സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മാതൃകയായി ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിച്ചതുപോലെ സഹാബത്തിനെയോ താബിഈങ്ങളെയോ അനുസ്മരിക്കേണ്ടതില്ല. മുസ്തഫ നബി മദീനയിൽ ഖുത്ബ ഓതിയിരുന്ന ആ മരത്തടി കഷ്ണത്തിന്റെ ഖൽബ് പോലും നമുക്കില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾക്ക് നമ്മളോട് തന്നെ പുച്ഛം തോന്നുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ ഓതിയിട്ട് പിന്നെ അതുമ്മലോ ഖുത്ബ ഓതാത്ത കാരണത്താൽ ആ മരക്കഷ്ണം, മരത്തടി തേങ്ങി തേങ്ങി കരയാണ്. മുസ്തഫ നബി പോയി അതിനെ ആശ്വസിപ്പിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ആശ്വസിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ലഹന്നത്ത് ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അതിങ്ങനെ തേങ്ങിക്കരയുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ ഒരു മരത്തടിക്കുള്ള ഒരു വ്യസനം, ഒരു സങ്കടം ഹബീബിനെ കാണാഞ്ഞിട്ടാണല്ലോ. ഇത് ഷൗഖ് കൊണ്ടുള്ള കരച്ചിലാണ്, പ്രേമം കൊണ്ടുള്ള കരച്ചിലാണ്, സ്നേഹം കൊണ്ടുള്ള കരച്ചിലാണ്, തേങ്ങലാണ്. ഹബീബിനെ എല്ലാ വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ മറ്റുള്ള ഇൽമിന്റെ മജ്ലിസുകളൊക്കെ കാണാറുള്ളതാണ്. അന്നേ ദിവസം കാണാതായപ്പോൾ ഉണ്ടായ ഒരു തേങ്ങൽ, ആ മരത്തടി, ജീവനില്ലാത്ത വസ്തുവിന് പോലും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കാണാൻ ആഗ്രഹിച്ചിട്ട് ഷൗഖ് കൊണ്ട് കരച്ചിൽ വന്നെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണിത് വരാത്തത്? 1400 കൊല്ലമായി ലോക മുസ്ലിമീങ്ങളൊക്കെ കാണാൻ ആഗ്രഹിച്ച ഒരേ ഒരു വ്യക്തി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. നമുക്ക് ആയുസ് എത്രയായി? 30, 40, 50 ഒക്കെ ആയുസായി. ഹബീബായ നബിയെ കാണാൻ നമുക്ക് കൊതി വരാറുണ്ടോ? ഇനി സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ?
ഇല്ലെങ്കിൽ ആ ഒരു ഷൗക്ക് നമ്മുടെ ഖൽബിൽ ഉണ്ടായിരിക്കണം. എനിക്കെന്റെ നബിയെ കാണണം എന്നൊരു ഷൗക്ക് നമുക്ക് നമ്മുടെ ഖൽബിൽ ഉണ്ടായിരിക്കണം. അതാണ് ശരിയായ വിശ്വാസി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണണം എന്നൊരാഗ്രഹം വിശ്വാസിക്കുണ്ടാവണം. അതാണ് ആ മരത്തടിക്കുണ്ടായത്, അതാണ് ഒട്ടകത്തിനുണ്ട്, അതാണ് മാനിനുണ്ടായത്, കല്ലുകൾക്കും മരങ്ങൾക്കും ഉണ്ടായത് അതാണ്. ജീവിയായിരിക്കുന്ന ചിന്താശേഷിയുള്ള നമുക്ക് എന്തുകൊണ്ട് ഇതില്ല എന്നാലോചിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ, കാരണം അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സൃഷ്ടികളുടെ നേതാവല്ല, റഹ്മത്തുൽ ലിൽ ആലമീനാണ്. അതുകൊണ്ട് ലോകത്തിന്റെ നേതാവാണ്. ലോകത്തിന്റെ നേതാവാകുമ്പോൾ ആ ലോകമാസകലം ആ ഹബീബിനെ കാണാൻ കൊതിക്കുമെന്നതാണ്. ആ കൊതി നമുക്കില്ലെങ്കിൽ നമ്മളെ കുറിച്ച് തന്നെ പുനർവിചിന്തനം നടത്തുക. എന്തുകൊണ്ടാണ് എനിക്ക് ഷൗക്ക് വരാത്തത്, ഹബീബിനോട് ഈ പ്രണയം വരാത്തത് എന്താണ്? വലിയ വലിയ ആലിമീങ്ങൾ കഴിഞ്ഞു പോയ കാലത്തൊക്കെ അവരൊക്കെ ഇഷ്ടംപോലെ സ്വപ്നത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ട ചരിത്രങ്ങളെ മക്കൊക്കെ അറിയാം. ഈ അടുത്ത് ഒരു 4-5 വർഷം മുമ്പ് വഫാത്തായ ബഹുമാനപ്പെട്ട കുഞ്ഞാണി ഉസ്താദ് നവറല്ലാഹു മർഖദ വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചിരുന്ന സൂക്ഷ്മശാലിയായ ഒരു പണ്ഡിതനായിരുന്നു. എല്ലാ വിഷയങ്ങളിലും അവഗാഹം നേടിയ തികഞ്ഞ ഒരു പണ്ഡിതൻ. അദ്ദേഹം വഫാത്തായതിനു ശേഷം അദ്ദേഹത്തിന്റെ വീട്ടുകാര്, ശിഷ്യന്മാര് ഡയറി എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ആരോടും ഒന്നും സംസാരിക്കാത്ത, പ്രസംഗിക്കാത്ത ഒക്കെ ആളാണ്. മൗനിയായി നടക്കുന്ന മഖ്ദൂമി പരമ്പരയിൽപ്പെട്ടൊരു പണ്ഡിതനാണ്. ഡയറി എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോ ആ ഡയറിയിൽ കാണുന്നത്, ഞാൻ ഇന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം, ഞാൻ മുത്തുനബിയെ സ്വപ്നം കണ്ടു എന്നാണ്. മുത്തുനബിയെ ഞാൻ സ്വപ്നം കണ്ടു എന്ന് 2-3 തവണ അദ്ദേഹം എഴുതി വെച്ചതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഞാൻ സ്വപ്നം കണ്ടു, ബാഖിയാത്തിൽ വെച്ച് സ്വപ്നം കണ്ടു, അതിനുശേഷം 2-3 സ്ഥലത്ത് കൂടെ ഞാൻ സ്വപ്നം കണ്ടു എന്ന് ബഹുമാനപ്പെട്ടവർ ആ ഡയറിയിൽ എഴുതി വെക്കുകയാണ്. ഇങ്ങനെ നമുക്കൊക്കെ ഒരു ഷൗക്ക് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സമയം ദീർഘിച്ചു പോകുമെന്ന് ഭയന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന പരിശുദ്ധ വചനം കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحابه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت هيلتي أدركني. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. إن
إننا نرجو إلى كأس حوضك للعطش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي. അല്ലാഹുവേ, ഞങ്ങളെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കുക റബ്ബേ. ഇത് മുബാറക്കായ മജ്ലിസാക്ക റബ്ബേ. ദുആക്ക് ഉത്തരം കിട്ടുന്ന മജ്ലിസാക്ക റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും സമാധാനം നൽകണേ റബ്ബേ. ആഫത്തിൽ നിന്നും മുസീബത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. സഹിക്കാൻ കഴിയാത്ത രോഗങ്ങളും സഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങളും ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബത്തിൽ ഒരാൾക്കും നീ നൽകരുത് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ രോഗങ്ങളെ നീ ശിഫയാക്കണേ തമ്പുരാനെ. ഈ നാടിന് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ച മൺമറഞ്ഞു പോയ ഒരുപാട് കാരണവന്മാരുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്. അവരെയൊക്കെ ഖബർ നീ സ്വർഗമാക്കണം റഹ്മാനെ. ഞങ്ങളെ ഉപ്പമാർ, ഞങ്ങളെ ഉമ്മമാർ, ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് പലരും മരിച്ചുപോയി. അവരെയൊക്കെ ഖബർ നീ സ്വർഗമാക്കണം റഹ്മാനെ. അവരൊക്കെ നാളെ സ്വർഗത്തിൽ വെച്ച് കാണാൻ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. ഞങ്ങൾക്ക് സ്വർഗം വശാരമായി നൽകണേ റബ്ബേ. ഞങ്ങളെ നരകത്തിലിടരുത് റഹ്മാനെ. അല്ലാഹുവേ, ഈ പുണ്യ റബീഉൽ അവ്വലിനെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകണം റബ്ബേ. ഇത് ഞങ്ങളെ ജീവിതത്തിൽ അവസാനത്തെ റബീഉൽ അവ്വൽ ആക്കരുത് റബ്ബേ. ഇത് ഞങ്ങളെ ജീവിതത്തിൽ അവസാനത്തെ റബീഉൽ അവ്വൽ ആക്കരുത് റബ്ബേ. ഇത് ഞങ്ങളെ ജീവിതത്തിൽ അവസാനത്തെ റബീഉൽ അവ്വൽ ആക്കരുത് റബ്ബേ. നീ ഞങ്ങളെ ദുആ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ മഹത്തായ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഇതിൻ്റെ ബന്ധപ്പെട്ടവർക്കൊക്കെ നീ തക്കതായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആദരണീയനായ നമ്മുടെ ഈ നാടിന് വൈജ്ഞാനിക വെളിച്ചം നൽകുന്ന അഭിനന്ദനായ ഉസ്താദ് അവറുകളെ, ഈ നാടിൻ്റെ നന്മക്ക് നേതൃത്വം നൽകുന്ന ആദരണീയനായ നമുക്ക് സ്നേഹിക്കുന്ന, നമ്മെ വല്ലാതെ സ്നേഹിക്കുന്ന അഭിനന്ദനായ അബ്ദുറഹ്മാൻ ഹാജി, സദീഖ് ഹാജി, ഹംസ ഹാജി, സ്റ്റേജിന് മുന്നിലുള്ള ഒരുപാട് നല്ലവരായ ഈ നാട്ടിലെ കാരണവന്മാർ, സ്നേഹനദികളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ആദരപ്പൂവായ നമ്മുടെ കരളിൻ്റെ കഷ്ണമായ മുഹമ്മദ് മുസ്തഫ വറക്ക സ്വലാത്തുല്ലി കോളി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഉൽ അവ്വലിലാണ് നമ്മളുള്ളത്. ഈ പുണ്യമായ സ്ഥലത്ത് ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എനിക്ക് മറക്കാൻ കഴിയാത്ത, നമുക്കാർക്കും മറക്കാൻ കഴിയാത്ത ഒരു മഹാമനുഷ്യനെ ഞാൻ ഓർക്കുകയാണ്. ഈ മദ്രസയുടെ ഉള്ളിൽ സ്വലാത്തും ക്ലാസും നടക്കുമ്പോൾ, ആ മഹാനായ വ്യക്തിത്വം ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് ആ മഹാനവറുകളുടെ നാവിലൂടെ വരുന്നതൊക്കെ പേനയും കടലാസും വെച്ച് ഞാൻ വിനീതനായി ഞാൻ എഴുതിയെടുത്ത ഒരു കാലം ഓർക്കുകയാണ്. അഭിനന്ദനായ ശൈഖുനാ മരക്കാർ ഫൈലി ഉസ്താദ്, അള്ളാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ, അള്ളാഹു ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. ആ മഹാനവറുകളുടെ നേതൃത്വത്തിൽ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് ക്ലാസ്സിന് കടന്നു വരുമ്പോൾ ഞങ്ങളെ കുറേ മുതഅല്ലിമീങ്ങൾ കൂടെ ഇങ്ങനെ കടന്നു വന്ന്, ഞാൻ ഈ മദ്രസയുടെ ഈ ഭാഗത്താണ്, ഈ ഹാളിലെ ഒരു സൈഡിൽ പോയിരുന്ന് ഉസ്താദിൻ്റെ വായിലൂടെ വരുന്നതൊക്കെ ഇങ്ങനെ കടലാസിൽ എഴുതിയെടുത്ത്, അന്ന് എഴുതിയെടുത്ത കടലാസായിരുന്നു എവിടെയെങ്കിലും പ്രസംഗം കിട്ടുമ്പോൾ പ്രസംഗിച്ചിരുന്നത്. ഇന്ന് ആ മഹാനവറുകൾ നമ്മളെ കൂടെ ഇല്ല. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി പത്തമ്പാട്ട് 6 അടി മണ്ണിൽ ആ വലിയ മനുഷ്യൻ ഉറങ്ങുകയാണ്. നൂറുകണക്കിന് പണ്ഡിതന്മാർക്ക് ജന്മം നൽകി ആ മനുഷ്യൻ ജീവിച്ചു എന്നതിന് വ്യക്തമായ തെളിവുണ്ടാക്കി തന്ന് നമ്മിൽ നിന്ന് യാത്ര പോയിരിക്കുകയാണ്. അള്ളാഹുവേ, ആ ഖബർ സ്വർഗമാക്കി കൊടുക്കണം തമ്പുരാനെ. അതേ പ്രകാരം ഈ നാട്ടിന് നായകത്വം നൽകിയ ഒരുപാട് കാരണവന്മാരെ ഞാൻ ഓർക്കുകയാണ്, പേരെടുത്ത് പറയുന്നില്ല. അള്ളാഹുവരൊക്കെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. ഉമ്മമാരെ, യുവാക്കളെ, രക്ഷിതാക്കളെ, അവരൊക്കെ പോയ ലോകത്തേക്ക് നാളെ ഇരിക്കുന്ന ഞാനും നിങ്ങളും പോകും. ഏത് സമയത്താണ് നമ്മൾ തിരിച്ചു പോവുക എന്ന് പറയാൻ കഴിയാത്തവരാണ് പാവങ്ങളായ നിങ്ങളും, നമ്മുടെ മക്കളും, നമ്മളെ കുടുംബക്കാരും, നമ്മുടെ നാട്ടുകാരും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖറ എന്ന് പറഞ്ഞ മണ്ണിട്ടുകാരൊക്കെ തിരിച്ചു പോരും. രക്ഷിതാക്കളെ, ഉമ്മമാരെ, നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു സമയമുണ്ട്. ആരും നമ്മളെ കൂടെ ഉണ്ടാവില്ല, ഒരാളും സംരക്ഷണത്തിനുണ്ടാവില്ല. ആ സമയത്ത് നമ്മളെ കൂടെ ഉണ്ടാകുന്ന ഒരു മഹാനെ നമ്മൾ ഓർക്കാതിരിക്കാൻ കഴിയുമോ? ആ സമയത്ത് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു മഹാനെ ഓർക്കാതിരിക്കാൻ കഴിയുമോ? മാതാവ് കൈയൊഴിയുമ്പോ, ഉപ്പ കൈയൊഴിയുമ്പോ, ഉമ്മ കൈയൊഴിയുമ്പോ,
കൈയൊഴിയുമ്പോ, നാട്ടുകാര് മുഴുവനും കൈയൊഴിയുമ്പോ നമ്മളെ കൈപിടിക്കാൻ നാളെ മഹ്ശറ ലോകത്ത് കടന്നു വരുന്നത് നമ്മെ പ്രസവിച്ച ഉമ്മയല്ല, നമ്മളെ പോറ്റി വളർത്തിയ ഉപ്പയല്ല, അത് നമ്മുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഫഖതിറുസ് സ്വലാത്ത അലയ്യ, എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണം. ഏത് സമയത്തും നിങ്ങൾ എൻ്റെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. സ്വലാത്ത് ചെല്ലാൻ നിങ്ങൾ ആരും മടിക്കേണ്ടതില്ല. കാരണം നാളെ നിങ്ങളെ ഖബറിൽ കൊണ്ടുപോയി മറവ് ചെയ്താൽ നാട്ടുകാർ മുഴുവനും നിങ്ങളെ കൂടെ വന്നവർ മുഴുവനും നിങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ട് ആ ഖബറിൽ നിന്നുകൊണ്ട് നമ്മളെ തലയുടെ മേലെ കെട്ടിവെച്ചിരിക്കുന്ന ഒരു കയറുണ്ട്. ആ കയർ നമ്മൾ ഖബറകുത്തുന്നവരഴിച്ച് മാറ്റിയിട്ട് നമ്മളെ കഫംപുടം എല്ലാം താഴ്ത്തിയിട്ട് ആ കഫംപുടയിൽ നിന്നുകൊണ്ട് നമ്മളെ മുഖം ഭാഗം പുറത്തെടുത്തിട്ട് ഈ സുന്ദരമായി നമ്മൾ കൊണ്ട് നടക്കുന്ന കവിള് അത് മണ്ണിനോടങ്ങ് ചേർത്ത് വെച്ചുകൊണ്ട് ആളുകൾ അവസാനം അതിന്റെ മുകളിൽ കല്ല് വെച്ച് മണ്ണിട്ട് എല്ലാവരും കൂടി തിരിച്ചു പോരുമ്പോൾ ആദ്യമായി നിങ്ങളെ ഖബറിലേക്ക് വരുന്നത് മുൻകർ നക്കീർ അലൈഹിസ്സലാം അല്ല. ആദ്യമായി നിങ്ങളെ ഖബറിലേക്ക് വരുന്നതും ആദ്യമായി നിങ്ങളെ ഖബറിലേക്ക് കൊണ്ടുവരുന്നതും എന്നെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഖബറിലേക്ക് നമ്മളെ കൊണ്ടുപോയി ഇറക്കി വെച്ചാൽ കണ്ണ് തുറന്നു നോക്കുമ്പോ ആദ്യമായി യുവാക്കളെ, യുവതികളെ, രക്ഷിതാക്കളെ, നമ്മളെ മുന്നിൽ നമ്മൾ കാണുന്ന നായകൻ അത് അല്ലാഹുവിന്റെ ഹബീബാണ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കും ഖബറാളിയോട്, ഓ മനുഷ്യ, ഈ നിൽക്കുന്ന ആളെ നിനക്കറിയുമോ? കണ്ണ് തുറന്നു നോക്കുമ്പോ പ്രഭാപൂരിതമായ ഒരു മുഖം നമ്മളെ മുന്നിൽ നിൽക്കുകയാണ്. കാണുമ്പോ തന്നെ മുഅ്മിനായ മനുഷ്യൻ പുഞ്ചിരിക്കും. അറിയാം, ഞാൻ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയ നായകനാ, ഞാൻ ഹബീബ് ഓർത്ത മഹാനാ, ഞാൻ പറഞ്ഞ മഹാനാ, ഇത് എന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ. അതേ, എന്നാൽ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവർ, അല്ലാഹുവിന്റെ ഹബീബിനെ പറയാത്തവർ, ഓർക്കാത്തവർ, ലോകത്തിന്റെ നേതാവിനെ മറന്നവർക്ക് ആ മുഖം കണ്ടാ തിരിച്ചറിയാത്തവരവസ്ഥ വരികയും പിന്നെ ഖബർ തീജ്വാലയാണ്, തീജ്വാലയാണ്. പിന്നെ ഖബറിൽ അവന് രക്ഷയില്ലെന്ന് പറയുമ്പോൾ ഒറ്റപ്പെടുമ്പോ നമ്മളെ രക്ഷപ്പെടുത്താനും എല്ലാവരും നമ്മളെ കൈയൊഴിയുമ്പോ കൈപിടിക്കാനും ഒരേ ഒരു നേതാവ് മാത്രമേ ഉണ്ടാകൂ. അത് നമ്മുടെ ഉമ്മയല്ല, ഉപ്പയല്ല. ഉമ്മയെക്കാളും വലിയ ഉമ്മയാണ്, ഉപ്പയെക്കാളും വലിയ ഉപ്പയാണ്. അത് നമ്മുടെ കരളായ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മമാരോട്, രക്ഷിതാക്കളോട്, യുവാക്കളോട് പറയട്ടെ, റബീഉൽ അവ്വൽ ഹബീബിലേക്ക് കൂടുതൽ അടുക്കാനുള്ള മാസമാക്കി മാറ്റിയാലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ഒരുപാട് അമലുകളൊന്നും ചെയ്യാൻ കഴിയാത്തവരാണ് ഞാനും നിങ്ങളും, ഒരുപാട് നിസ്കരിക്കാൻ കഴിയാത്തവരാണ് ഞാനും നിങ്ങളും, ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ കഴിയാത്തവരാണ് ഞാനും നിങ്ങളും. എന്നാലും നമുക്ക് നാളെ ഖബറിലും മഹ്ശറയിലും ചെന്നാൽ നമ്മുടെ നേതാവിനെ കാണാൻ കഴിയണം, റസൂലുള്ളാഹിനെ ആസ്വദിക്കാൻ കഴിയണം, ഹബീബിന്റെ കൂടെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയണം. അതിന് ആദ്യമായി നാം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരാളെ നമ്മൾ താമസിപ്പിക്കണം, നമ്മുടെ ഹൃദയത്തിൽ ഒരാളെ താമസിപ്പിക്കണം. അത് മുഹമ്മദുർ റസൂലുള്ളാഹി. ലോകത്തെ മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ ഹബീബിനെ നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ താമസിപ്പിച്ചാൽ മുത്തുനബിനെ ഓർക്കാനും പറയാനും അവിടുത്തെ ചര്യ അനുധാവനം ചെയ്യാനും അവിടുത്തെ കുറിച്ച് ചിന്തിക്കാനും ഒക്കെ വല്ലാത്ത ഇഷ്ടം വരുന്ന ഒരു മനസ്സ്, ആ ഒരു മനസ്സ് എനിക്കും നിങ്ങൾക്കായാൽ, ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി, ആകുന്ന നിങ്ങളെ വീടുണ്ടല്ലേ ആണേ പെണ്ണേ, ആ ഹൃദയമാകുന്ന വീട്ടിൽ നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ താമസിപ്പിച്ചാൽ, ലോകത്തിന്റെ നേതാവിനെ നമ്മൾ കയറ്റി വെച്ചാൽ, ലൈസ മുഹ്താജൻ ഇല സുറുജി, പിന്നെ വേറെ ഒരു വെളിച്ചം നിനക്ക് ആവശ്യമില്ല. ഈ ദുനിയാവിൽ നിനക്ക് വേദനയില്ല, മരിക്കുമ്പോ നിനക്ക് ദുഃഖമില്ല, ഖബറിൽ നിനക്ക് പ്രയാസമില്ല, നാളെ മഹ്ശറയിലും നിനക്ക് വേദനയില്ല. ഈ ദുനിയാവിൽ ഇരുളില്ലാത്ത ജീവിതം വേണോ? മരിക്കുമ്പോ പുഞ്ചിരിക്കുന്ന മരണം വേണോ? ഖബറിൽ ഒറ്റയ്ക്കില്ലാത്ത ഹബീബിന്റെ കൂട്ട് വേണോ? നാളെ മഹ്ശറയിൽ ലോകത്തിന്റെ
നേതാവിന്റെ കൂടെ വരണോ? ഹൃദയത്തിൽ ഒരാളെ നീ താമസിപ്പിക്കുക, അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ലോകത്തിന്റെ നേതാവ് മനസ്സിലുണ്ടെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ ദുഃഖമില്ല, പിന്നെ ഈ ഭൂമിയിൽ പ്രയാസമില്ല. ഉഹുദിന്റെ രണാങ്കണം, ഉഹുദിന്റെ രണാങ്കണം, ആ ഉഹുദിന്റെ രണാങ്കണം കൊടുമ്പിരി കൊള്ളുകയാണ്. ആ സമയത്ത് ഒരു സന്നിഗ്ധ ഘട്ടം, ഒറ്റക്ക് റസൂലുള്ള നിൽക്കുകയാണ്, വേറെ ആരും കൂടെയില്ല. അല്ലാഹുവിന്റെ ഹബീബ് ഒറ്റക്ക് നിൽക്കുന്ന നേരമാ പലരും റസൂലുള്ളാനെ അമ്പയ്യാനുള്ള ശ്രമം നടത്തുകയാണ്. നാനാദിക്കിൽ നിന്ന് അമ്പകൾ ചീറിപ്പാഞ്ഞ് വരാൻ പോവുകയാണ്. ആ സമയത്ത് ആ രംഗം കാണുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടപ്പെട്ട സ്വഹാബി അനസ് റളിയല്ലാഹു അൻഹു രംഗം കാണുകയാണ്. അനസ് ചിന്തിച്ചു, റബ്ബേ, ഉഹുദിന്റെ രണാങ്കണത്തിൽ മുത്ത് ഒറ്റക്കാണുള്ളത്, സംരക്ഷിക്കാൻ ആരുമില്ല, നാല് ഭാഗവും ശത്രുക്കൾ അണിനിരന്നിട്ടുണ്ട്, എല്ലാവരും അമ്പയുള്ള ശ്രമത്തിലാണ്. ഹബീബനെ ഞാൻ എങ്ങനെ രക്ഷിക്കും? കൈകൊണ്ട് വാളുകൊണ്ട് ഒരാളെയല്ലേ വെട്ടാൻ കഴിയൂ, പരിച കൊണ്ട് ഒരു ഭാഗത്തുള്ള അമ്പല്ലേ തടുക്കാൻ കഴിയൂ, നാനാദിക്കിൽ നിന്ന് വരുന്ന അമ്പനെ എങ്ങനെയാണ് തടുക്കുക? അനസ് ചിന്തിച്ചില്ല, അതിന്റെ വാളങ്ങ് വലിച്ചെറിഞ്ഞു, തന്റെ ആ പരിചയം അങ്ങ് വലിച്ചെറിഞ്ഞ് ഓടിച്ചെന്നിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാ, ഹബീബിന്റെ അരികിലേക്ക് അങ്ങ് ഓടിച്ചെന്ന് ലോകത്തിന്റെ നേതാവിനെ അങ്ങ് കൂട്ടിപ്പിടിക്കുകയാണ്. നാനാദിക്കിൽ നിന്നും അമ്പകൾ ചീറിപ്പാഞ്ഞു വരുമ്പോ അത് മുഴുവനും തന്റെ ശരീരം കൊണ്ട് തടുത്ത് അവസാനം ഉഹുദിന്റെ മണ്ണിൽ അനസ് വീഴുന്നു. യുദ്ധം കഴിയുമ്പോ ലോകത്തിന്റെ നേതാവ് അനസിനെ തെരയുകയാണ്. എന്നാ സന്നിഗ്ധ ഘട്ടത്തിൽ കൂട്ടിപ്പിടിച്ച് സംരക്ഷിച്ച എന്റെ കണ്ണിലേക്ക് വരുന്ന അമ്പുകളെ ശരീരം കൊണ്ട് തടുത്ത, എന്റെ തലയിലേക്ക് വരുന്ന അമ്പുകളെ തടുത്ത, എന്റെ ശരീരം മുഴുവനും തുളച്ച് കയറാൻ വന്ന അമ്പുകളെ സ്വശരീരം കൊണ്ട് എതിരേറ്റ് എന്റെ സ്നേഹിതനെവിടെ? നോക്കുമ്പോ ഒരു ജനാസ കിടക്കുന്നുണ്ട്. ആളെ തിരിയുന്നില്ല, ആളെ മനസ്സിലാവുന്നില്ല. കവിള് പോലും തെറിച്ചുപോയി, ചുണ്ടുകൾ പോലും തെറിച്ചുപോയി, മാംസങ്ങളൊക്കെ ചിന്നിച്ചിതറി കിടക്കുന്ന ഒരു ജനാസ. അനസടുത്തിരുന്ന് നോക്കുകയാണ്. കയ്യിലെ ഒരു മോതിരം കണ്ടപ്പോ റസൂലുള്ളാഹിക്ക് മനസ്സിലായി, ഇതെന്റെ അനസാ. ലോകത്തിന്റെ നേതാവ് ആ ശരീരം വാരിപ്പുണർന്നിട്ട്, അനസേ അന്ത ഫിൽ ജന്ന, ഈ ദുനിയാവിൽ ജീവിക്കണ്ട, എനിക്ക് എന്റെ റസൂലുള്ളാഹിക്ക് സംരക്ഷണം കൊടുത്താൽ മതി, എനിക്ക് നാളെ ഹബീബിന്റെ ചാര എത്തിയാൽ മതി എന്ന് ചിന്തിക്കാൻ ആ മനുഷ്യർക്ക് കഴിഞ്ഞത്. അവരെ മനസ്സിൽ ഒരാളുണ്ടായിരുന്നു, അത് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ ഇടയ്ക്ക് എന്നോട് ഒരാൾ ചോദിച്ചു, ഉസ്താദേ, ഈ കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. ഒരു കുട്ടി ജനിച്ച വർഷം വരുമ്പോ പേര് കേക്ക് മുറിക്കലും അതും ഇതൊക്കെ, അതിനെ കുറിച്ചൊക്കെ എന്താ നിങ്ങളെ അഭിപ്രായം പറയാനുള്ളത്? ഞാൻ പറഞ്ഞു, അതിനെ കുറിച്ച് എന്ത് പറയാനാ, കുറെ മന്നബുദ്ധിയാളും പിരാന്തന്മാരും ഉണ്ടാക്കി തീർത്ത കുറെ പിരാന്ത് എന്നല്ലാതെ. പഴയ കാലത്ത് ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടി ജനിച്ച ഒരു വർഷം വരുമ്പോ പേരിൽ കേക്ക് മുറിച്ചലും കോലാഹലും കാട്ടിക്കൂട്ടലും ഉണ്ടോ പഴയ കാലത്തൊക്കെ? ഇപ്പൊ കുറച്ച് ഗൾഫേരൊക്കെ ഇങ്ങനെ വന്നപ്പോ ഒരു കുറച്ച് പൈസ ഒക്കെ ഉണ്ടായപ്പോ ഓല് കാട്ടുന്ന കുറെ വേണ്ടാത്തരങ്ങളും കാട്ടിക്കൂട്ടലുകളും മാനസിക രോഗവും പിരാന്തും അല്ലാതെ വേറെന്താ? അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, അപ്പൊ പിന്നെ റബീഉൽ അവ്വൽ വരുമ്പോ റസൂലുള്ളാഹിന്റെ ബർത്ത്ഡേ ആഘോഷിച്ച് കാട്ടുന്ന പിരാന്തല്ലേ? നല്ല ചോദ്യം. പിന്നെന്തിനാ ഇവിടെ? സത്യത്തിൽ ഇത് അപകടകരമായ ചോദ്യമാണ്. ആ ചിന്ത അവരുടെ മനസ്സിലേക്ക് വരാനുണ്ടാകുന്നതിന്റെ കാരണം അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ പോലെ ഒരു മനുഷ്യനായി അവര് കാണുകയാണ്. നമ്മളെ പോലെ ഒരു സാധാരണക്കാരനല്ലേ ലോകത്തിന്റെ നേതാവ്, നമ്മളെ പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. പിന്നെ എന്ത് റബീഉൽ അവ്വൽ, പിന്നെ എന്ത് മൗലിദ്, പിന്നെ എന്ത് ഘോഷയാത്ര, പിന്നെ എന്ത് ഹബീബിന്റെ സ്വലാത്തും അതേ പ്രകാരം അനുദാനങ്ങളും എന്നാണ് ചോദിക്കുന്നതെന്നാൽ യുവാക്കളെ, രക്ഷിതാക്കളെ, ഉമ്മ, നമ്മുടെ കരളായ റസൂലുള്ളാഹ് നമ്മളെ പോലെയുള്ള ഒരു സാധാരണക്കാരൻ അല്ല. മുഹമ്മദുൻ ബശറുൻ ലകൽ ബശരി യഖൂത്തുൻ ഹജറുൻ ലകൽ ഹജരി. മുഹമ്മദ് മനുഷ്യനാണ്, പക്ഷേ സാധാരണ മനുഷ്യനാണെന്ന് ചിന്തിക്കരുതേ. ഇതുപോലെ യാക്കൂത്ത് കല്ലാണ്, പക്ഷേ സാധാരണ കല്ലെന്ന പോലെ. കല്ല് പലതുണ്ട് ലോകത്ത്, കല്ല് പലതുണ്ട് മക്കളെ, കല്ല് പല കല്ലുമില്ലേ അല്ലേ? വെട്ടല്ല്, കരിങ്കല്ല്, വെള്ളാരങ്കല്ല്, പിന്നെന്താ സിമെന്റും കല്ല്, മൂത്രക്കല്ല്. ഇങ്ങനെ കല്ല് ലോകത്ത് പല കല്ലുണ്ട്.
എന്നാൽ അതേപോലുള്ള മൂത്രക്കല്ല് പോലെയാണ് യാക്കൂത്ത് കല്ല് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അതും കല്ലെന്നെ, പക്ഷേ സാധാരണ കല്ലല്ല എന്ന് പറയുന്നത് പോലെ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ കല്ലാണ്, മനുഷ്യനാണ്, പക്ഷേ സാധാരണ മനുഷ്യനല്ല. ആ നേതാവിനെ നമ്മളെപ്പോലെ ചിന്തിക്കാനോ എന്നെ പോലെ എൻ്റെ മക്കളെ പോലെയാണ് അള്ളാഹുവിൻ്റെ റസൂലെന്ന് ചിന്തിക്കാനോ പാടില്ല. അള്ളാഹിൻ്റെ ഹബീബ് ഹജ്ജ് കഴിഞ്ഞിട്ട് വലത് ഭാഗത്തുള്ള മുടി വടിക്കുകയാണ്. ആ മുടി എടുത്തിട്ട് ത്വൽഹത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇഖ്സിംഹു ബൈനന്നാസ്, ഈ മുടി ജനങ്ങൾക്ക് വിഹിതിച്ചു കൊടുക്കണേ അബൂ ത്വൽഹ. ഷഫീഉനാ റസൂലുള്ളാഹി അബൂ തൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുടി മുത്തുനബി കൊടുത്തപ്പോ അതിങ്ങനെ എടുത്തിട്ട് എല്ലാവർക്കും വീതിച്ചു കൊടുക്കുകയാണ്. നബിദിനാഘോഷത്തിന് മുട്ടായി കൊടുക്കല്ല, റസൂലുള്ളാഹിന്റെ മുടി കൊടുക്കുക. സ്വഹാബത്ത് അത് വാങ്ങാൻ വേണ്ടി തുക്കും തിരക്കും. അത് അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള മുത്തുനബി നമ്മളെ പോലെയാണ്, എന്നെ പോലെയാണ്, എൻ്റെ മക്കളെ പോലെയാണെന്നും ചിന്തിച്ചിട്ട് നമ്മൾ നാളെ ഇവിടെ ബാർബർ ഷാപ്പ് കയറി നമ്മളെ മുടി വടിച്ചിട്ട് റോട്ടമ്മ കൂടി പോണവന്റെ കയ്യിൽ ഇഖ്സിംഹു ബൈനന്നാസ് എല്ലാവർക്കും കൊടുത്താളറിഞ്ഞ അവരെ കയ്യിൽ കൊടുത്തു നോക്കേണ്ടി, കൊടുത്തോൻ അപ്പ തന്നെ തരും. ഇത്രേ ഉണ്ടാവുള്ളൂ. എന്തേ കാരണം? അത് നമ്മളെ ചീഞ്ഞ മുടിയ. മറ്റേതോ ലോകത്തിന്റെ നേതാവിന്റെ അസാധാരണ വസ്തുവാണ്. ലോകത്തെ സ്വഹാബത്ത് പോലും ലോകത്തിന്റെ നേതാവിന്റെ ഒന്നും നമ്മളെ പോലെയാണെന്ന് ചിന്തിച്ചിട്ടില്ല. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ ലോകത്തിന്റെ നേതാവിന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പൊപ്പിയെടുക്കുകയാണ്, എന്നിട്ട് കുപ്പിയിലാക്കുകയാണ്. എന്തിനാണ് എന്റെ വിയർപ്പെടുക്കുന്നത്? അത് ഞങ്ങൾക്ക് അത്തറാക്കി പോരട്ടാനാണ് നബിയേ. അള്ളാഹുവിന്റെ ഹബീബിന്റെ വിയർപ്പെടുക്ക അത്തറാക്കി പോരട്ടാൻ സ്വഹാബി വനിതകൾ. നമ്മൾ ഈ പറഞ്ഞ മുത്തറസൂലി ഞാനൊക്കെ ഒരുപോലെ എന്നും പറഞ്ഞ് നമ്മളെ വിയർപ്പെടുത്ത് കുപ്പിയിലാക്കി എന്തിനാ പറ്റുക? മെഡിക്കൽ കോളേജിൽ ബോധം കെടുത്താൻ കൊടുക്കുക. വേറെന്തിനാ പറ്റുക? അള്ളാഹുവിന്റെ ഹബീബുമായി ബന്ധപ്പെട്ട എല്ലാം അസാധാരണമാണ്. ലോകത്തിന്റെ നേതാവ് നമ്മളെ പോലെയാണെന്ന് ചിന്തിക്കരുതേ, കരുതരുതേ. അത്തഹിയാത്തുൽ നിസ്കാരം അള്ളാഹുവിനുള്ള മുനാജാത്താണ്. നിസ്കാരത്തിൽ നിങ്ങൾ മറ്റൊരാളെ, ഒരു മനുഷ്യനെ വിളിച്ചാൽ നിങ്ങളെ നിസ്കാരം ബാത്തിലാണ്. ഏതൊരാളെ വിളിച്ചാലും, അടുത്ത കൂട്ടുകാരനെ വിളിച്ചാലും, സ്നേഹിതനെ വിളിച്ചാലും, ആരോട് സംസാരിച്ചാലും നിസ്കാരം ബാത്തിലാണ്. എന്നാൽ ഒരാളെ നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ ആണ് നിങ്ങളുടെ കാമലിന് അപാകത. അത് സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ. അല്ലാഹുവിന്റെ ഹബീബേ, മുത്തുനബിയേ, നിസ്കാരത്തിൽ വിളിക്കാം. സാധാരണ ഒരു മനുഷ്യന്റെ പേരെങ്ങനെ ഖദീജാജി നീ ആ നിസ്കാരത്തിൽ വിളിച്ചാൽ ആള് മഹല്ല് സെക്രട്ടറി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിസ്കാരം ബാത്തിലാവും. നിങ്ങളെല്ലാരും എന്നെ വിളിച്ചാൽ നിസ്കാരം ബാത്തിലാവും. നേരെ മറിച്ച് ഹബീബിനെ വിളിക്കണം. അതിലൂടെ ലോകത്തെ പടച്ച റബ്ബ് പഠിപ്പിച്ചത് ആണേ പെണ്ണേ, ലോകത്തിന്റെ നേതാവ് നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരനാണെന്ന് ചിന്തിക്കരുതേ. അത് ലോകത്ത് ചിന്തിച്ചത് പിശാചാണ്, അങ്ങനെ ഓർത്തത് ഇബ്ലീസാണ്, അങ്ങനെ പറഞ്ഞത് അബൂജഹലാ. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. ഇതിന്റെ ഇടയ്ക്ക് എന്നോട് ഒരാൾ പറഞ്ഞു, അള്ളാഹു ഖുർആന് പറഞ്ഞിക്കണല്ലോ അങ്ങനെ. ഏത് നബി നമ്മളെ പോലുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞു ഖുർആനിൽ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഉണ്ട്, അയാളുണ്ട്. ഞാൻ പറഞ്ഞില്ല, അയാളുണ്ട്. എവിടെ? അയാൾ ഓതി തന്നു, ഖുൽ ഇന്നമാന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലെയുള്ളൊരു മനുഷ്യനാണെന്ന് പറയൂ നബിയേ. അതുണ്ട്, ഞങ്ങളെ പോലുള്ളൊരു മനുഷ്യനാണെന്ന് പറയൂന്ന് പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാലോ നമ്മളെ പോലുള്ള മനുഷ്യനല്ല. അല്ലെങ്കിൽ പിന്നെ പറയണോ? ഞാൻ ഇപ്പം നിങ്ങളെ മുമ്പിൽ വന്നിട്ട് പറയാണ് ഞാൻ ഒരു മനുഷ്യനാട്ടോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ത്യക്കൂലെ ഊതന കാലത്ത് ഈ ചെക്കന് സോക്കടൊന്നും ചേർന്നില്ല. ഇപ്പൊ എന്നേ തുടങ്ങിയെന്ന് അത് സ്വാഭാവികമാണ്. കാരണം എന്താ? മനുഷ്യനാന്ന് പറയേണ്ട ആവശ്യമില്ല, നോക്കിയോ തന്നെ തിരിയും. അപ്പൊ പിന്നെ പറയുമ്പോ മനസ്സിലാക്കണം. മുമ്പൊരിക്കൽ ഞാൻ തിരൂര് പോകുമ്പോ അവിടെ ഉണ്ട് വട്ടത്തിൽ കുറെ ആളുകൾ വെയിലത്ത് ഇങ്ങനെ നിൽക്കുക. ഞാൻ എന്താ ആളുകൾ എന്താ വട്ടത്തിൽ വെയിലത്ത് നിൽക്കണമെന്ന് ഇങ്ങനെ പോയി നോക്കുമ്പോ ഒരാൾ അവർ നടുക്ക് നിൽക്കുന്നുണ്ട്. നടുക്ക് ഇങ്ങനെ നിന്നിട്ട് ഒരു കടലാസ് ഇങ്ങനെ എടുത്തിട്ട് അയാൾ ഇതാ ഇതൊരു സാധാരണ കടലാസാണ്, നോക്കൂ ഇത് സാധാരണ കടലാസ്. ഞാനിങ്ങനെ ചിന്തിച്ചു, സാധാരണ കടലാസ് നോക്കാം. അപ്പൊ വെയിലത്ത് നിൽക്കണം, അവനെ പെരി പോയി കണ്ട് സുപ്രഭാതത്തിൽ നോക്കിയാൽ പോലെ. ഇവിടെ എന്താ വെയിലത്ത് നിന്നാണ് നോക്കണം, അപ്പൊ ഇടങ്ങാറാണ്. അപ്പോഴും അയാൾ എല്ലാവരുടെ കയ്യിലും കൊടുക്കുകയാണ്, സാധാരണ കടലാസല്ലേ നോക്കൂ സാധാ. പക്ഷെ അവിടെ നിൽക്കണോല് ബുദ്ധിയുള്ളവരാ. കാരണം അവർക്കറിയാം ഇയാൾ സാധാരണ കടലാസാണെങ്കിൽ ഇവന് ഈ വെയിലത്ത് നിന്ന് പറയണ്ട. പറയുമ്പോ ഇത് സാധാരണ കടലാസല്ല, ഇതിലെന്തോ അത്ഭുതമുണ്ട്.
പിന്നെ ഇയാൾ എന്ത് ചെയ്തു? അപ്പൊ സാധാരണ കടലാസ് അല്ലേ? സാധാരണ കടലാസാ. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു അറിയോ? ഈ കടലാസ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചുറ്റി മടക്കി ഇങ്ങനെ എടുത്തു. അതോടുകൂടി ഇതൊരു പൂവായി മാറി. അതൊരു പൂവായി. ഇതല്ല, ഇത് പൂവായിട്ടാവൂല. അതൊരു പൂവായി മാറി. അപ്പൊ ഇത്രയും നേരം ആളുകൾ അവിടെ നോക്കി നിന്നത് എന്ത് കാണാനാന്നറിയോ? ഇത് സാധാരണ കടലാസല്ല. ഇയാളെ കയ്യിൽ ഈ കടലാസ് കിട്ടുമ്പോ എന്തോ ചില അത്ഭുതങ്ങളുണ്ട്. അത് കാണാനും കേൾക്കാനുമാണ് ജനം നോക്കി നിൽക്കുന്നത്. ഖുൽ ഇന്നമാ അന ബശറും മിഥ്ലുക്കും, ഞാൻ നിങ്ങളെ പോലെയുള്ള മനുഷ്യനാണെന്ന് പറയൂ നബിയേ. എന്നിട്ട് പറയുന്നു യൂഹാ ഇലയ്യ, പക്ഷേ അല്ലാഹുവിൽ നിന്ന് എനിക്ക് വഹ്യ് ലഭിച്ചിട്ടുണ്ട്. പടച്ച റബ്ബിൽ നിന്ന് വഹ്യ് ലഭിച്ച പ്രവാചകനാണ് ഞാൻ. ലോകത്ത് സഹോദരങ്ങളെ, നമ്മളെ പോലെയുള്ള ഒരു സാധാരണക്കാരനല്ല നമ്മുടെ കരളായ മുഹമ്മദ് മുസ്തഫ. നമ്മളെ പോലെ ഒരു സാധാരണക്കാരനായി ചിന്തിക്കരുതേ. ലോകത്തിന്റെ ഹബീബാണ്, അള്ളാഹുവിന്റെ ഹബീബാണ്, ലോകത്തിന്റെ നേതാവാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ നേതാവിനെ പറയാനും പാടാനും പുകഴ്ത്താനും നമ്മളെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹം എത്രയാണോ അത്രയാണ് നമ്മുടെ ഈമാൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിലിപ്പോ മുത്തുനബിയുടെ ചര്യ പിൻപറ്റി ജീവിച്ചാ പോരെ? അത് മതി. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതൊക്കെ ജീവിതത്തിൽ പകർത്തിയാ പോരെ? പോരാ. അള്ളാഹിന്റെ റസൂല് പറഞ്ഞതൊക്കെ ജീവിതത്തിൽ പകർത്തിയാൽ മാത്രം പോരാ. പറഞ്ഞത് സ്വീകരിക്കുന്നതും അതല്ലെങ്കിൽ പറയുന്നത് അനുസരിക്കുന്നതൊന്നും സ്നേഹം കൊണ്ടാകണമെന്നില്ല. സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അതുണ്ടാവും ആ കൂട്ടത്തിൽ. സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ പറയുന്നത് ഇഷ്ടം, കേൾക്കുന്നത് ഇഷ്ടം, അതിനു വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധനാകുന്ന ഒരു മനസ്സ്, അതാണ് ഹബീബിനോടുള്ള സ്നേഹം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാതെ മുത്തനബി പറഞ്ഞത് സ്വീകരിക്കുക, അതപ്പോ നമ്മളെ പേരില് തൊഴിലാളികളും പണിക്കാരൊക്കെ സ്വീകരിക്കില്ല. മുതലാളി പറയും പോയിട്ട് നാളെ ഈ 2-3 തെങ്ങൊക്കെ ഒന്നാണ് കളിച്ച് ആ വളം നെയിലിട്ടിട്ട് ഒന്ന് മൂടി റെഡിയാക്കണം കേട്ടാ. അയാൾ രാവിലെ വരും. മുതലാളി പറയാൻ അവിടെ കൊത്തിക്കോ, അവിടെ കൊത്തും, ഇവിടെ ശരിയാക്കി, അവിടെ ശരിയാക്കും, ആ മരങ്ങളൊക്കെ വെട്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ട് അവിടുന്ന് വിട്ടും, എല്ലാം പറഞ്ഞതൊക്കെ സ്വീകരിക്കും. പക്ഷെ വൈകുന്നേരം അയാൾ ഇങ്ങനെ വരും. മുതലാളി നമ്മൾ പോട്ടെ, എന്നാ പോയിക്കോ പറഞ്ഞാൽ അയാൾ പോവില്ല. അയാൾ ഇത്രയും സമയം മുതലാളി പറഞ്ഞതൊക്കെ സ്വീകരിച്ച എന്തിനാണോ അല്ല അർച്ചമാണ് കൊടുക്കേണ്ടി വരും. അത് കൊടുത്തില്ലെങ്കിൽ അത്ര അയാൾ പറയാണ് ഒന്നും തരില്ല പോടുന്നു. എന്നാ ഇത്രയും നേരം ഇയാൾ അനുസരിച്ച് ഇയാളെ മുതലാളിയുടെ നിർന്തലിലുണ്ടാകും. ഇത്രയും നേരം അയാൾ കൊത്തിയ കൈക്കോട്ട്. ഇയാൾക്ക് വരെ പറഞ്ഞതൊക്കെ സ്വീകരിച്ചത് സ്നേഹം കൊണ്ടല്ല, അയാൾക്ക് കിട്ടണത് ഓർത്തിട്ടാ. അപ്പൊ ഒരാൾ പറഞ്ഞത് സ്വീകരിച്ചു എന്ന് കരുതി അത് സ്നേഹമാണെന്ന് ചിന്തിക്കാവതല്ല. നേരെ മറിച്ച് മനസ്സിന്റെ ഉള്ളിൽ ഒരാളോട് സ്നേഹമുണ്ടായാൽ, ഒരു മനുഷ്യനോട് ഏതൊരു വസ്തുവിനോടും ഇഷ്ടമുണ്ടായാൽ അവരുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളോടും ഇഷ്ടമാണ്, അവരുമായി ബന്ധപ്പെട്ട സകല വസ്തുക്കളോടും ഇഷ്ടമാ. എന്റെ സഹോദരങ്ങളെ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരിക്കൽ ഒരു ജൂതൻ വരികയാണ്. ഒരു ജൂതൻ വന്ന് റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്, മുഹമ്മദേ, ഒരു 30 വെള്ളി കടം തരുമോ? ഒരു 30 വെള്ളി കടം തരുമോ? അള്ളാന്റെ ഹബീബിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊടുക്കും, പക്ഷെ ഇല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു, എന്റെ കയ്യിലില്ല തരാന്. നീ ഉസ്മാൻ റളിയല്ലാഹുവിനോട് പോയിട്ട് പറ, ഞാൻ പറഞ്ഞതാന്ന് പറഞ്ഞാ മതി, ഒരു 30 വെള്ളി കടം തരാൻ. ഒരു മതക്കാരെയും വേദനിപ്പിക്കാത്ത മാണിക്കക്കല്ലാണ് റസൂലുള്ളാഹി. ആ മാണിക്കക്കല്ലിന്റെ ജീവിതം കൊണ്ട്, ആ മുത്തിന്റെ നാവ് കൊണ്ടോ സ്വഭാവം കൊണ്ടോ സംസാരം കൊണ്ടോ ഭൂമിയിൽ ഒരു ജീവിയും വേദനിക്കേണ്ടി വന്നിട്ടില്ല. അതാണ് നമ്മുടെ കരളായ റസൂലുള്ളാഹി. സഹോദരങ്ങളെ, ഈ ജൂതൻ നേരെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അരികിലേക്ക് ചെന്നിട്ട് ഉസ്മാനോട് പറയുന്നുണ്ട്, ഉസ്മാനെ, ഒരു 30 വെള്ളി കടം തരാൻ മുഹമ്മദ് പറഞ്ഞിരിക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു ചോദിച്ചു, ആര് പറഞ്ഞു? മുഹമ്മദ് പറഞ്ഞു. ആര് പറഞ്ഞു? മുഹമ്മദ് പറഞ്ഞു. ആര് പറഞ്ഞു? മുഹമ്മദ് പറഞ്ഞു. ആര് പറഞ്ഞു? മുഹമ്മദ് പറഞ്ഞു. ആര് പറഞ്ഞു? ഉസ്മാൻ റളിയല്ലാഹു ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ഇയാൾ മുഹമ്മദ് കുറച്ചേരൊക്കെയല്ലേ ആളുകൾ പറയുള്ളൂ, പിന്നെ ഇയാൾക്ക് റൈസായി. ഇങ്ങനെ ആളെ കളിയാക്കല്ലേ, ഇയാൾക്ക് ചൂടായി. ഏതൊരു മനുഷ്യനും ചൂടാവൂലേ? പണ്ടൊരാൾ പറഞ്ഞാലേ എനിക്ക് ദേഷ്യമൊന്നും പിടിക്കൂല, ഞാൻ നല്ല മനുഷ്യനാണ് പറഞ്ഞാലോ, വലിയ ആളായതാണ്. അപ്പൊ ആരോ ചോദിച്ചോളൂ, എനിക്ക് ദേഷ്യം പിടിക്കൂല? ഇല്ല. തീരെ പിടിക്കൂല? ഇല്ലെങ്കിൽ ദേഷ്യം പിടിക്കൂല. തീരെ പിടിക്കൂല? ഇല്ലല്ല. തീരെ ഇല്ല. തീരെ പിടിക്കൂല? ഇല്ല എന്നല്ലേ പറഞ്ഞേ. അയാൾക്ക് ദേഷ്യം പിടിക്കൂല എന്ന് ഉറപ്പായി. ഏതായാലും ഇയാളിത് പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ഇയാള് ദേഷ്യം പിടിച്ചു. നിങ്ങൾ ആളെ പരിഹസിക്കുകയാണോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, അങ്ങയുടെ നാവിലൂടെ
എന്റെ നേതാവിന്റെ പേരിങ്ങനെ വരുന്ന കേൾക്കുമ്പോ അതിങ്ങനെ കേൾക്കാനും അതിങ്ങനെ ആസ്വദിക്കാനും വല്ലാത്ത ഒരു ആനന്ദം എനിക്ക് തോന്നിയപ്പോ അത് വീണ്ടും വീണ്ടും കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ആര് പറഞ്ഞു എന്ന് ഞാൻ വീണ്ടും ചോദിച്ചത്. നിന്റെ നാവിലൂടെ ആ മുത്തിന്റെ പേര് വരുമ്പോ അത് കേൾക്കാൻ വല്ലാത്തൊരാനന്ദമാ. അതുകൊണ്ട് മോനെ, ഞാൻ നിനക്ക് എന്റെ കയ്യിലുള്ള വെള്ളി മുഴുവനും തരാം. എന്റെ റസൂലുള്ളാന്റെ പേര് എന്റെ മുന്നിൽ വന്ന് പറഞ്ഞ് എന്നെ ആസ്വദിപ്പിക്കുമോ? എന്നിട്ട് എന്റെ കയ്യിലുള്ള വെള്ളി മുഴുവനും കഴിഞ്ഞിട്ടും എന്റെ നേതാവിന്റെ പേരെന്റെ മുമ്പിൽ വെച്ച് നീ പറയുകയാണെങ്കിൽ ഞാൻ എന്റെ തോട്ടം മുഴുവനും അല്പാൽപമായി നിനക്ക് തരാം. എന്നിട്ടും എന്റെ നേതാവിന്റെ പേരെന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞ് എന്റെ മനസ്സിന് സന്തോഷം തരികയാണോ എങ്കിൽ ഞാൻ നിന്റെ അടുക്കള ജോലി ചെയ്തു തരാമെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉമ്മമാരെ, രക്ഷിതാക്കളെ, ലോകത്തിന്റെ നേതാവിന്റെ പേര് കേൾക്കാൻ, ഹബീബിന്റെ പേര് പറയാനും പറയിപ്പിക്കാനും, ലോകത്തിന്റെ നേതാവിനെ കുറിച്ച് ചിന്തിക്കാനും ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്ത മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, മുത്ത് റസൂലുള്ളാഹിന്റെ 2 പെമ്മക്കളെ കല്യാണം കഴിച്ച മഹാനാ. വറഅയ്തു അലാ ബാബിൽ ജന്നത്തി മക്തൂബൻ ബിസ്മി ഉസ്മാൻ, വറഅയ്തു അലാ സാക്കിൽ അർശി മക്തൂബൻ ബിസ്മി ഉസ്മാൻ, വറഅയ്തു അലാ ജനാഇഹി ജിബ്രീല മക്തൂബൻ ബിസ്മി ഉസ്മാൻ. ജിബ്രീലിന്റെ ജറകിലും അതേ പ്രകാരം മഹാനായ സ്വർഗത്തിന്റെ കവാടത്തിലും അർശിന്റെ മുകളിലും ഞാൻ ഉസ്മാനിന്റെ പേരെഴുതി വെച്ചത് കണ്ടു എന്ന് ലോകത്തിന്റെ മുത്തേ, നമ്മുടെ കരളെ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ പേരൊരു ജൂതന്റെ നാവിലൂടെ വരുമ്പോ അതിങ്ങനെ കേട്ടിരിക്കുക, അതിങ്ങനെ ആസ്വദിക്കാൻ, അത് പറയിപ്പിക്കാൻ, അത് പറയുന്നതിൽ ആനന്ദം കണ്ടെത്തുകയാണ്. അതാണ് മുഅ്മിൻ, അതാണ് മുത്തഖിയായ മനുഷ്യൻ. അതിനാണ് നമ്മൾ മൗലിദ് എന്ന് പറയുക. ലോകത്തിന്റെ നേതാവിന്റെ കഥ പറയുക, ലോകത്തിന്റെ നേതാവിന്റെ മഹാത്മ്യം വാഴ്ത്തുക, ലോകത്തിന്റെ നേതാവിന്റെ പവിത്രത പറയുക. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഈ കടലാസ് ഇവിടുന്ന് കിട്ടിയപ്പോഴേ ആ കടലാസ് വായിച്ചു നോക്കുമ്പോൾ അതിൽ 2 വരി. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. മുത്തുനബിന്റെ മദ്ഹ് പറയുന്ന ഈ പരിപാടി ഇപ്പൊ അടുത്തുണ്ടായതാണ്. ഞാൻ കേട്ടപ്പോ അത്ഭുതപ്പെട്ടു. അതെങ്ങനെ ദുനിയാവിലൊരു മനുഷ്യൻ പറയോ? മഹാനായ തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി മഹാനവറുകളുടെ ആ കവിതയിലുള്ളതാണ്. ഞാൻ കരുതി മഹാനവറുകൾ ഇങ്ങനത്തെ വിഡ്ഢിത്തം പറയോ? അപ്പൊ നോക്കുമ്പോ എന്താ സംഭവം എന്നറിയോ? അതിന്റെ മേൽഭാഗവും മുറിച്ച് തായ് ഭാഗവും മുറിച്ച. മേലും തായും മുറിച്ചാ പിന്നെ ആണാ പെണ്ണാ തിരിയോ? മേൽഭാഗം എന്താ പറഞ്ഞത് മുറിച്ച് ഒഴിവാക്കി, തായ് ഭാഗം എന്താ പറഞ്ഞത് ഒഴിവാക്കി. എന്തൊരു വാക്കും എപ്പ പറഞ്ഞു, എന്തിന് പറഞ്ഞു എന്ന് അറിയണമെങ്കിൽ അതിന്റെ മേലും കേൾക്കണം, അതിന്റെ താഴെയും കേൾക്കണം, എന്നാലേ ഇത് എന്താന്ന് തിരിയുള്ളൂ. അല്ല ഞാൻ കുടുങ്ങും. ഇപ്പൊ നാളെ ഒരു വോയിസ് മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിന്റെ ഒരു വോയിസ് ഇട്ടെന്ന്, നബിദിനാഘോഷത്തിന് വെളിച്ചം കത്തിക്കാൻ പാടില്ല. ഞാനിത് കേട്ടു നോക്കുമ്പോ വെളിക്ക് ഈ അമിതമായി വെളിച്ചം കത്തിക്കുന്നതിന് ഉസ്താദ് എതിർത്ത് പ്രസംഗിക്കുന്നുണ്ട്. അപ്പൊ ഈ വിട്ട ആള് പറഞ്ഞത് നബിദിനാഘോഷത്തിന് കത്തിക്കാൻ പാടില്ല. മഹാനായ മരക്കാരാജി ഉസ്താദിന്റെ ശൈഖുന മരക്കാർ ഉസ്താദിന്റെ ഉപ്പാന്റെ പിന്നെ ഉസ്താദാണല്ലോ ചെമ്പറ പോക്കരമൊലി പാപ്പ. പോക്കരമൊലി പാപ്പാനെ പറ്റി നമ്മളെ കുടുംബത്തിൽ മരക്കാരാജി എന്നോട് പറയും, റബീഉൽ അവ്വൽ ആയി കഴിഞ്ഞാൽ 1 മുതൽ പള്ളിയിൽ നിറച്ച് മെയ്ത്തിന് എത്തിച്ചേക്കുമല്ലോ പോക്കരമൊലി പാപ്പ. എന്താ? റസൂലുള്ളാഹിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീത മാസല്ലേ, ഒന്ന് വെളിച്ചണ്ടാട്ടെ എന്ന് പറയല്ലോ. അന്നത്തെ വെളിച്ചം ഏറ്റവും വലിയ വെളിച്ചം അതാണ്. ചെമ്മണി വിളക്കിന്റെ കാലത്ത് മെയ്ത്തിനെത്തിച്ച് കഴിഞ്ഞ അത്ഭുതല്ലേ? അതായിരുന്നു അന്നത്തെ അവസ്ഥ. അപ്പോ ഇതിന്റെ അപ്പൊ അതെന്താ സംഭവം എന്ന് പറയാം. അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞെന്താ, ഇതിന്റെ അപ്പുറവും ഇപ്പുറവും കേട്ടപ്പോഴാ തിരിഞ്ഞത്. അപ്പുറം ഇപ്പോഴും കേട്ടപ്പോഴാ തിരിഞ്ഞത്. എന്ത് ഉസ്താദ് പറഞ്ഞെന്തറിയോ? ഈ ചില പള്ളി ഉദ്ഘാടനത്തിനൊക്കെ പോയാൽ, നമുക്ക് ഇവർക്കൊക്കെ അറിയാം, ചില പള്ളി ഉദ്ഘാടനത്തിനൊക്കെ പോയാൽ നമ്മൾ ചിലപ്പോൾ കുടുങ്ങാറുണ്ട്. മഗ്‌രിബ് പള്ളി ഉദ്ഘാടനത്തിന്റെ ആ ദിവസം മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നാൽ അല്ലാഹു അക്ബർ തക്ബീർ പറഞ്ഞിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കാണാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ വിളിച്ചൊരൊറ്റ ഓട്ടം മുന്നിൽ കൂടി അങ്ങോട്ട്. പിന്നെ കാണാം മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞ തലയിൽ കൂടി വിളിച്ച അങ്ങോട്ടൊരു ചാട്ടും. അപ്പൊ നമ്മളെ നിസ്കാരത്തിൽ എന്താ പണി ഇറങ്ങി? ലാ ഇലാഹ ഇല്ലല്ലാഹ് എവിടേക്കാ റബ്ബേ പോയത്? മുഹമ്മദ് റസൂലുള്ളാഹി എവിടേക്കാ ചാടിയത് നോക്കലേ നമ്മളെ പണി. ഇങ്ങനെ മനുഷ്യന്മാരെ ഇടങ്ങാറാക്കണ പള്ളിന്റെ ഉള്ളിൽ വെക്കണ ബൾബിനെ കുറിച്ച് ഉസ്താദ് പറഞ്ഞ വിഷയ. അത് മുറിച്ചിട്ട് അപ്പുറപ്പുറക്കാണ് മുറിച്ചിട്ട് വളരെ ചങ്ങായി ഒരു പുസ്തകം വായിച്ചാലും പുസ്തകം വായിച്ചപ്പോൾ അതിൽ കണ്ടല്ലോ വാദരോഗത്തിന് ഇരുമ്പ് ചൂടാക്കി വെക്കുക.
അയാൾ പേരിൽ വന്നപ്പോ അമ്മാന്റെ കാലിനുട്ടിന് വാദം. ഇയാൾ ഇരുമ്പ് ചൂടാക്കി കൊടുത്തു. നാട്ടിലാകെ ചർച്ചയായി. ഇവൻ പറഞ്ഞു, ഞാൻ പുസ്തകം വായിച്ചപ്പോൾ കണ്ടതാണ്, ഞാൻ വൈദ്യശാസ്ത്രം പഠിച്ചപ്പോൾ കിട്ടിയതാണ്, നിങ്ങളാരും എതിർത്തിട്ട് കാര്യമില്ല. അപ്പൊ ചില പൊട്ടന്മാര് പറഞ്ഞു, അവൻ അങ്ങനെയാണ് കുറ്റം പറയണ്ട, അവൻ കുറച്ചൊക്കെ പഠിച്ച ആളാണ്, ആ പഴയ ആ ഭയസമ്പാപാരമായ സ്വഭാവം ഒന്നല്ലോ എനിക്ക്, അവൻ പഠിച്ചോനാ. അപ്പൊ ഈ പഴയ ആൾക്കാർ പറഞ്ഞു, മക്കളെ എത്ര പഠിച്ചാലും നമ്മളെ ചെവി മുളച്ചിട്ട് കേൾക്കാത്ത ചികിത്സ, ഏതായാലും ഓൻ പഠിച്ച ആ ചികിത്സ ബുക്ക് നമ്മക്കൊന്ന് കിട്ടിയാൽ നമ്മക്കൊന്ന് വായിച്ചോക്കേരുന്നു. ആരോ കൊടുന്നെടുത്ത് അപ്പൊ നോക്കുമ്പോ അതിലുണ്ടത് വാതരോഗത്തിന് ഇരുമ്പ് ചൂടാക്കി വെക്കുക. പക്ഷേ ഓൻ അതിന്റെ ചട്ട നോക്കിയിട്ടില്ല. ചട്ടം മണ്ട് നാക്കാലി ചികിത്സ, അത് ഈ നാക്കാലി കണ്ടിട്ടില്ല, അതാ പ്രശ്നം. അതും കണ്ടില്ല എന്ന് പറഞ്ഞ പോലെ അപ്പുറവും നോക്കാതെ ഇപ്പുറവും നോക്കാതെ ഒരു കഷ്ണം മാത്രം എടുത്തിട്ട് മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്ന് പറഞ്ഞ് മുത്തുനബിയുടെ മദ്ഹ് പറയണ്ട, ലോകത്തിന്റെ നേതാവിന്റെ മൗലിദ് ഓതണ്ട, ലോകത്തിന്റെ നേതാവിന്റെ മദ്ഹ് ഗീതം വേണ്ട. ഇവിടെ ഇരിക്കുന്ന നമ്മൾ പറയുമെന്നല്ല, അറിയാതെ പോലും മനുഷ്യന്റെ മനസ്സിലേക്ക് പിശാച് ആ ചിന്ത കൊണ്ടുവന്ന് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ പാട്ടിന്റെ മേൽഭാഗം കേട്ടോളൂ ഉമ്മമാരെ, യുവാക്കളെ, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യം ഒന്നതായി കാണുന്നതാ. അല്ലാഹുവിന്റെ ഹബീബായ നമ്മുടെ കരളായ റസൂലുള്ളാഹ് ആ മുത്തിന്റെ മദ്ഹ് നിങ്ങളെ വീട്ടിലോതുമോ, നിങ്ങളെ വീട്ടിൽ ആഫത്ത് വരൂല, മുസീബത്ത് വരൂല, കടം പോലെയുള്ള ദാരിദ്ര്യത്തിൽ നിങ്ങൾ കുടുങ്ങൂല. പക്ഷേ ഇത് റസൂലുള്ളാഹിന്റെ മദ്ഹാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ട മദ്ഹാണ് എന്ന ബോധത്തിൽ ആത്മാർത്ഥമായി റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞാൽ പാടിയാൽ അത് കഴിഞ്ഞ് അല്ലാഹ് എന്ന് പറഞ്ഞ് 2 കരമുയർത്താനുള്ള മനസ്സുണ്ടെങ്കിൽ ആ വീട്ടിലും കുടുംബത്തിലും അപകടം വരൂല. അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പറഞ്ഞാൽ, കാരണം ലോകത്തിന്റെ നേതാവിന് വല്ലാതെ ഇഷ്ടപ്പെട്ട ഒന്നാണ്. വഅജ്മല മിൻക ലം തറഖത്തു ഐനി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട ഒരു സ്വഹാബിയുണ്ട്, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. യുവാക്കളെ, രക്ഷിതാക്കളെ, ഉമ്മ, മദീനത്തെ പള്ളികൾ റസൂലുള്ള ഒരു മിമ്പർ ഒരുക്കി കൊടുക്കുകയാണ്. എന്തിന്? മുത്ത് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ, ഹബീബിന്റെ കഥ പറയാൻ. ആ ഹസ്സാനതിന്റെ മുകളിൽ കയറി എന്നിട്ട് ഇങ്ങനെ പാടുകയാണ്, വാജ്മല മിൻക ലം തറഖത്തു ഐനി. നബിയേ, അങ്ങയെപ്പോലെ സൗന്ദര്യമുള്ള ഒരാളെ ഒരു കണ്ണും കണ്ടിട്ടില്ല നബിയേ. വഹസന മിൻക ലം തലിദിൻ നിസാഉ. അങ്ങയെപ്പോലെ സുന്ദരനായ ഒരാളെ ഭൂമിയിൽ ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല നബിയേ എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ മൗലിദ് മദീന പള്ളിയുടെ മിമ്പറിൽ വെച്ച് ഹസ്സാൻ ഇബ്നു സാബിത്ത് ചൊല്ലിയിട്ട് മഹാനവറുകൾ താഴെ ഇറങ്ങി വരുമ്പോ ലോകത്തിന്റെ നേതാവ് അടുത്തേക്ക് ചെന്നിട്ട് ഹസ്സാനെ കൂട്ടിപ്പിടിച്ച്, അല്ലാഹുമ്മ ഈദു ഹസ്സാന ബിറൂഹിൽ ഖുദ്സ് ശഫീഉനാ റസൂലുള്ളാഹ്. ജിബ്രീലിനെ കൊണ്ട് റബ്ബേ എൻ്റെ ഹസ്സാന് ശക്തി കൊടുക്കണേ റബ്ബേ, ജീവിതത്തിൽ ബർക്കത്ത് കൊടുക്കണേ റബ്ബേ എന്ന് റസൂലുള്ള ദുആ ചെയ്യുന്നതിൽ നിന്ന് മഹാന്മാരായ ഉലമാക്കൾ നമ്മളോട് പറഞ്ഞു, ആണുങ്ങളെ പെണ്ണുങ്ങളെ, മൗലിദ് പള്ളിയിൽ ഒതുങ്ങേണ്ടതല്ല, മൗലിദ് മദ്രസയിൽ ഒതുങ്ങേണ്ടതല്ല, ഓരോരോ മുസ്ലിമിന്റെ വീട്ടിലും ഓതേണ്ടതാണ് റസൂലുള്ളാഹിന്റെ മൗലിദ്. അങ്ങനെ നിങ്ങൾ ഓതിയാൽ നിങ്ങൾക്ക് ബർക്കത്തുണ്ടാകാൻ മുത്തുനബി ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബിനോട് ദ്വാരന്ന് എല്ലാ ദിവസവും അവനവന്റെ വീട്ടിൽ മൗലിദ് ഓതിയാൽ ഭീകരമായ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആത്മാർത്ഥമായി ഓതുക. എല്ലാ ദിവസവും ഈ റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ അവനാന്റെ പെണ്ണുങ്ങളോടും അവനാന്റെ പെണ്ണുങ്ങളോടും കുട്ടികളോടും പറയും, ഒരു ഹദീസെങ്കിലും നമ്മളെ പെരയിൽ മൗലിദ് ഓതാത്തൊരു ദിവസം ഉണ്ടാകരുത്. എന്നിട്ട് പെരയിൽ കുട്ടികളും മക്കളും ദ്വാരക്കട്ടെ. അമ്മാരതിനാണ് നേതൃത്വം കൊടുക്കേണ്ടത്, അമ്മാർ അവിടെയാണ് സ്ട്രോങ് ആവേണ്ടത്. അമ്മായിമ്മ മരക്കളോട് സ്ട്രോങ് ആവേണ്ടത് അവിടെ. എന്ത് ഇപ്പേരിന്ന് ചോറയിക്കണമെങ്കിൽ ഒരു ഹദീസെങ്കിലും മൗലൂദ് ഓതാതെ പറ്റൂല. നാളെ താത്ത പറഞ്ഞു, ഉസ്താദെ ഇപ്പത്തെ കുട്ടികൾക്ക് മൗലൂദ് ഒന്നും അറിയില്ല, പറഞ്ഞിട്ടൊരു കാര്യമില്ല, ഓൽക്കത് അറിയില്ല.
അവർക്ക് മൗലൂദ് പോട്ടെ, ചോറൊക്കെ അറിയപ്പത്ത പെണ്ണുങ്ങൾക്ക്, മീനുണ്ടാക്കൽ അറിയപ്പത്ത മക്കൾക്ക്. പത്താ കുട്ടികളൊക്കെ പഠിച്ച് വിദ്യാഭ്യാസം നേടിയിട്ട് പുതിയാപ്പിള മീൻ ഉണ്ടാക്കട്ടെ, ഞാൻ അങ്ങാടി പോയി ജോലി ചെയ്യാന്ന് പറഞ്ഞ സീസ അല്ലേക്കൊന്നും ഞാൻ അപ്പ കിടക്കണില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിപ്പിച്ചുണ്ടാക്കണം. ഇരുന്ന് ഓതിക്കൂടി മോളെ എന്ന് പറയണം. ഓളെ കയ്യിൽ മങ്കൂസ് മൗലീദിന്റെ ഹദീസാണ് കയ്യിൽ വെച്ചു കൊടുക്കണം അമ്മ. എന്നിട്ട് ഓളങ്ങനെ തപ്പിപ്പിടിച്ചടങ്ങാറായി സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയുൽ ഹുദാ, ഹബീബിന്റെ മദ്ഹ് ഇങ്ങനെ നാവുകൊണ്ട് ചൊല്ലട്ടെ, ഓളെ മനസ്സിങ്ങനെ തിളങ്ങും, മനസ്സ് പ്രകാശിതമാകും, കുടുംബം രക്ഷപ്പെടും, നാടിന് സമാധാനമുണ്ടാകും. ആ ഒരു അന്തരീക്ഷത്തിലേക്ക് ഉമ്മമാരെ, രക്ഷിതാക്കളെ, യുവാക്കളെ, നമ്മളെ വീടിന് നമ്മളെ കൊണ്ടുപോകണം. നബിക്കുള്ള മൗലൂദ് വീട്ടിലും വേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദരിദ്രവും നീങ്ങുന്നതായി കാണുന്നതാ. ലോകത്തിന്റെ നേതാവിന്റെ മദ്ഹ് ആത്മാർത്ഥമായി നമ്മൾ ഓതിക്കഴിഞ്ഞാൽ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, എന്തൊരു വിഷമങ്ങൾ നമുക്കുണ്ടെങ്കിലും മൗലൂദോതി ആത്മാർത്ഥമായി റബ്ബിനോട് ദുആയിരുന്നോളൂ. ആ ദുആ അല്ലാഹു തട്ടൂല. മുത്ത് റസൂലുള്ളാഹിന്റെ പേര് ഖലീൽ എന്നല്ല, ഹബീബാൻ. ഇബ്രാഹിം നബിനെ അല്ലാഹു വിളിച്ചത് ഖലീലുല്ലാഹ് ഇബ്രാഹിം. ഖലീൽ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങള്, അള്ളാഹ്ക്ക് എന്തൊക്കെ ഇഷ്ടം അതൊക്കെ ഈ അടിമക്കും ഇഷ്ടം. അതിനാ ഖലീൽ എന്ന് പറയും. അള്ളാഹ്ക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതൊക്കെ എനിക്ക്. എന്റെ കുട്ടീനെ അറക്കലാണോ എന്റെ റബ്ബിന് ഇഷ്ടം, ഞാൻ അർത്തോളാം. ആ മരുഭൂമിയിൽ ആരും ഇല്ലാത്തോടത്ത് എന്റെ പൈതലിനും ഭാര്യനും ഇട്ടേച്ച് പോകലാണ് എന്റെ റബ്ബിന് ഇഷ്ടം, ഞാൻ ഇട്ടേച്ച് പോരും. അതാണ് ഖലീലുല്ലാഹ്. നേരെ കുറച്ച് ഹബീബ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ഹബീബ് എന്ന് പറഞ്ഞാൽ മുത്തുനബിക്ക് എന്തൊക്കെ ഇഷ്ടം അതൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടം. ബൈത്തുൽ മുഖദ്ദസിലേക്ക് കിബിലയാക്കി നിസ്കരിക്കുമ്പോൾ ഹബീബിന്റെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം വരികയാണ്, ആ കഅബ കിബിലായി കിട്ടിയെങ്കിൽ. അപ്പൊ അല്ലാഹ് റക്കട വല്ലനു വല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നിങ്ങളെ ഇഷ്ടം മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയലാണെങ്കിൽ നിങ്ങളെ ഇഷ്ടം ഞാൻ നിറവേറ്റി തരും നബിയേ, അങ്ങ് തിരിഞ്ഞോളൂ ഹബീബേ. അല്ലാഹ് റസൂലുള്ളാഹിക്ക് എന്തൊക്കെയാണ് ഇഷ്ടം അത് അല്ലാഹ്ക്ക് ഇഷ്ടമാ. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് മുത്തനബിയുടെ മദ്ഹ് ഇങ്ങനെ പാടുകയാണ്. ഹബീബ് അതിങ്ങനെ കേട്ട് 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 ഇന്നർ റസൂല ലസൈഫുൻ യുസ്തലാഉ ബിഹി മുഅന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. ഇന്ത്യയിൽ നിർമ്മിച്ച വാളിനേക്കാളും വെളിച്ചമല്ലേ ലോകത്തിന്റെ നേതാവേ അങ്ങെന്ന് പറയുന്ന ഭാഗമെത്തുമ്പോ പുഞ്ചിരിയോടെ മുത്തനബി ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റിട്ട് തന്റെ തോളിൽ ഒരു പച്ച തട്ടമുണ്ടായിരുന്നു, അതെടുത്തിട്ട് കഅബിന്റെ തോളിലിട്ട് സമ്മാനം കൊടുത്ത് സന്തോഷിക്കുന്നു മുഹമ്മദ് മുസ്തഫ. നോക്കണം, ഹബീബിന്റെ മദ്ഹ് പറഞ്ഞപ്പോ മുത്തുനബിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഷാൾ അണിയിച്ചു കൊടുക്കുക. നമ്മൾ ഒരാളെ ഷാൾ അണിയിച്ചു കൊടുക്കുക എന്ന് പറയുന്ന അർത്ഥം അയാൾ ആദരിക്കുക എന്നർത്ഥം. ഹബീബിന്റെ മദ്ഹ് പാടിയപ്പോ മുത്തുനബി ആദരിച്ചു. അള്ളാഹിന്റെ ഹബീബിന്റെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് മഹാന്മാര് നമ്മളോട് പറഞ്ഞത്, എന്തൊരു വിഷമുണ്ടെങ്കിലും എന്തൊരു പ്രയാസം ഉണ്ടെങ്കിലും പെണ്ണുങ്ങളെ ആണുങ്ങളെ പുതുമയുടെ പിന്നാലെ പോണ്ട, അടങ്ങിയൊരു മൂലക്കിരുന്ന് മുത്തുനബിന്റെ മദ്ഹാണ്ട് ചൊല്ലിയിട്ടും ചെല്ലിപ്പിച്ചിട്ടും അള്ളാഹിനോടാണ് ദ്വാരം നോക്കി സമാധാനം കിട്ടും. പക്ഷെ നമ്മളെ മനസ്സിൽ വിശ്വാസം വേണം, മനസ്സിൽ വിശ്വാസം വേണം. ബാപ്പാന്റെ ആണ്ടിന്റെ അന്ന് മോൻ പറയാ, എന്തേ ആണ്ടൊക്കെ നടത്തിയിപ്പോ എന്താ കാര്യം, എനിക്കതിൽ വലിയ വിശ്വാസം ഒന്നുമില്ല. ചിലപ്പോ അമ്മമാരും കുട്ടികളൊക്കെ പറഞ്ഞപ്പോ ഒരിക്കും വേണ്ടി എടുക്കട്ടെ എന്ന്. എന്തുകൊണ്ടാ കാര്യം? മദ്ഹ് ഐബിദിനാഘോഷം കൊണ്ട് മൗലൂദ് കൊണ്ടൊക്കെ ഇപ്പൊ എന്താ കാര്യം, അതുകൊണ്ടൊക്കെ ഇപ്പൊ എന്താ കിട്ടുക, എല്ലാരും നടത്തുമ്പോ നടത്തുക. അങ്ങനത്തെ ദ്വാരന ഉത്തരം കിട്ടൂല. അള്ളാഹുവിന്റെ അടുക്കുന്ന അവനക്ക് ആ ശിക്ഷയല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ. പണ്ടൊരാള് ഹോട്ടലിൽ ഇങ്ങനെ പാവം കൂലിപ്പണി എടുത്ത് പോകുന്ന സാധു മനുഷ്യൻ, ഓലപ്പേരി പാർക്കണ സാധു, അയാൾ ഹോട്ടലിൽ ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കുമ്പോ അങ്ങേപ്പുറത്തൊരു അറബി ഹോട്ടലിലൊക്കെ ചായ കുടിച്ചാൽ വന്ന് അറബി തുമ്മിയാണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോ ഈ സാധു വേക്കുന്ന, അയാൾ കുറച്ചൊക്കെ ക്ലാസ്സിനൊക്കെ പോയ മനുഷ്യനാ, അയാൾ വേക്കുന്ന റഹമുക്കല്ലാറിഞ്ഞ് അറബിക്ക് സന്തോഷമായി. അറബി നീ ചെന്നിട്ട് മാഷാ അല്ലാ വാറക്കല്ലാ എന്നൊക്കെ പറഞ്ഞ് ഇയാളെ കൂട്ടിപ്പിടിച്ചിട്ട് ഇയാളെ സന്തോഷിപ്പിച്ച് ഇയാളെ പെരി പോയി നോക്കുമ്പോൾ ചെറിയൊരു ഓലപ്പേര, അറബി പൈസ കൊടുത്ത് ഇയാൾ വലിയൊരു പേര ഉണ്ടാക്കി. ഞാനേക്കൊന്നും കിടക്കണില്ല. അപ്പൊ അടുത്ത പേരക്കാരത്തേക്ക് ഒരു അസൂയ, എന്റെ പുതിയാപ്പിളയും ഓളെ പുതിയാപ്പിളിന്റെ ആയിരുന്നില്ല, കൂലിപ്പണിക്കാരനല്ലേ, ഈ കൂലിപ്പണി എടുത്തിട്ട് എങ്ങനെ അയാൾക്ക് ഇത്ര വലിയ പേരുണ്ടായി, എന്റെ പുതിയാപ്പിൾക്ക് എന്താ പേരില്ലാത്ത. അവസാനം ഓളോട് പോയി ചോദിച്ചാലോ, നോക്കടി എന്റെ മാപ്പിളക്ക് എങ്ങനെ പേരുണ്ടായത്,
അപ്പൊ പറഞ്ഞാലോ അത് ഇവിടെ ഒരു അറബി ചായ കുടിച്ചാൽ വന്നിന്ന്, അയാള് തുമ്മിയപ്പോ എന്റെ മാപ്പിള് റമുക്കല്ല എന്ന് പറഞ്ഞ് അപ്പൊ മൂപ്പരുണ്ടാക്കി കൊടുത്താണ്. ഇവള് ഓടിച്ചെന്നാണ് കിടന്നുറങ്ങണ പുതിയാപ്പണ്ണ പൊറാട്ടൊക്കെ പിടിച്ച് ആമ്പണമാതിരി ചാമ്പ്യലോ നീച്ച ആമ്പറന്നോനെ പോയിക്കാണ്ട് വല്ല അറബിയാളെ വേക്കലും പോയിക്കാണ്ട് ഒരു റമുക്കല്ല പറഞ്ഞു നോക്കി. അവസാനം ഈ സാധു ഇറങ്ങി ഉമുക്കല്ല പറയാന്. അറബിന്റെ കൂടെ നടത്തി അറബി തുമ്മിക്കിട്ടണ്ടേ. ഇയാള് ബഹിത്തല നടന്ന് കാരണം ഇയാളെ ലക്ഷ്യം റസൂലുള്ളാഹിന്റെ സുന്നത്തെടുക്കലല്ല. പിന്നെന്താ ലക്ഷ്യം മാറി. അവസാനം ഇയാൾ അറബിന്റെ കൂടെ നടന്ന് അവസാനം അറബി എന്ത് ചെയ്തു നിങ്ങള് തുമ്മാൻ ഇങ്ങനെ വന്നപ്പോ ഇയാൾക്ക് സന്തോഷം. ഇപ്പൊ കിട്ടുമല്ല പെര, ഇപ്പൊ ചാടും പെരാച്ച് കാത്തിരിക്കാൻ മുപ്പര്. അതിന്റെ അടി കൂടി അറബി അച്ഛന്ന് പറഞ്ഞപ്പോ ഇയാള് ഇറഹമുക്കല്ലാന്ന് ആവേശം കൊണ്ടാണ്ട് പറഞ്ഞു. അറബി ഒന്ന് കണ്ണടിക്കൊന്നാണ്ട് കൊടുത്തു. ഞാൻ അൽഹംദുലില്ലാഹ് പറയുന്ന മുമ്പാടെ ഇറഹമുക്കല്ലാറില് ഇപ്പൊ എന്തേ സംഭവിച്ചിട്ടുണ്ടായി? രണ്ടാള് ഇറഹമുക്കല്ല. ഒരാൾക്ക് ഇറഹമുക്കല്ലോണ്ട് പേരും കിട്ടി, മറ്റൊരാൾക്ക് ഇറഹമുക്കല്ലോണ്ട് പേരിനെ കുറ്റടക്കി വേറെല്ലാം കിട്ടി. രണ്ട് ഇറഹമുക്കല്ല തന്നെയാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മൗലൂദിന് എന്താ കാര്യം? എന്താ മൗലൂദ് അണിപ്പോ എന്താ കാര്യം? അതൊക്കെ കണക്കന്നെ. എല്ലാരും പൊക്കണെങ്കിൽ നമ്മളും തട്ടുക രക്ഷപ്പെട്ടൂല. നോക്കണം നിങ്ങൾ, മഹാനായ അബു അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു രോഗശയ്യയിലായി കിടക്കുകയാണ്. ഈജിപ്തിലാണ് മഹാനവറുകളുടെ ഖബറടമുള്ളത്. അബു അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു, മഹാനായ അബു അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു മഹാനായ അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹുവിന്റെ മരുമകനാ, തന്റെ ശിഷ്യനാണ്. മഹാനായ അബു അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു വഫാത്താകാൻ കിടക്കുന്നു. ആ സമയത്ത് അതിന്റെ ശിഷ്യൻ കാണാൻ വരികയാണ്. ശിഷ്യൻ വന്ന ഉസ്താദിന്റെ കൈ പിടിച്ച് ചുംബിച്ചപ്പോ ഉസ്താദ് സ്നേഹിക്കുന്ന ശിഷ്യനോട് ചോദിച്ചു, മോനെ, ഉസ്താദ് ലോകത്തോട് വിട പറയുകയാണ്, ഈ സമയത്ത് മകൻ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ആ സമയത്ത് ശിഷ്യൻ ആരാണെന്നറിയോ? ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, നാളെ മഹ്ശറ ലോകത്ത് ഞാൻ വരുമ്പോ റസൂലുള്ളാഹിക്ക് എന്നോട് ഇഷ്ടമുണ്ടാകണം, ഹബീബിന് എന്നോട് സ്നേഹമുണ്ടാകണം. എന്നിട്ട് എന്നെ കാണുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓടി വന്നിട്ട് എന്നെ കൂട്ടിപ്പിടിക്കണം. അതിന് മാത്രം റസൂലുള്ളാഹിക്ക് എന്നോട് സ്നേഹമുണ്ടാകണം. അതിന് വേണ്ടി ദുആ ചെയ്യണം ഉസ്താദേ. ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്ത പോലെ, റബ്ബേ, എന്റെ ശിഷ്യനായ ബുസൂരിക്ക് ലോകത്ത് മഹ്ശറ ലോകത്ത് വന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹം കിട്ടണം. മുത്തനബി ബുസൂരിയെ കൂട്ടിപ്പിടിച്ച് സ്നേഹിക്കണം. അതിന് പര്യാപ്തമായ ഒരു അമല് ചെയ്തിട്ട് എന്റെ ശിഷ്യനെ നീ മരിപ്പിച്ചാൽ മതി റബ്ബേ എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ സ്നേഹം കിട്ടാനുള്ള ആ അമലാണ് മഹാനവറുകൾ ജീവിതത്തിൽ ചെയ്തു വെച്ച അമിൻ തദകുർജി റാണിം ബിദി സലമി മസജതദം അൻജറാ മിൻ മുഖിലതിം ബിദമി മൗലായ സ്വല്ലി വസാ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ മദ്ഹ്, അതുകൊണ്ടാണ് മഹാന്മാര് പറയണത്, വല്ല ആഫത്ത് മുസീബത്ത് വിഷമങ്ങളോ പ്രയാസങ്ങളോ നിങ്ങൾക്ക് ഉണ്ടോ, ആരും അറിയണ്ട, റസൂലുള്ളാഹിന്റെ മദ്ഹ് ഒറ്റയ്ക്കിരുന്ന് ചെല്ലി ഒന്ന് കണ്ണിൽ വെള്ളം നിറച്ച് അല്ലാഹുവിനോട് ദ്വാരം നോക്കി, ഫലം കിട്ടും. ആത്മാർത്ഥത വേണം, ഞമ്മക്ക് താല്പര്യം വേണം. അങ്ങേ പുറത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയാ, സദസ്സിൽ അത് കേട്ടിരുന്ന് ആസ്വദിക്കണത് ആരാ? മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്ന് ചില കുടിരിക്കലിനൊക്കെ പോയാല് പെര തുറന്ന് ഉള്ളിക്കാണ്ട് കയറിയാല് പെരക്കാര് പറയും, എല്ലാരും മേലെക്കാണ്ട് കയറിക്കോളിയറി. എന്തിന്? മൗലൂദ് ഓതാൻ. എന്നിട്ട് മേലെ പോയിക്കാണ്ട് മോലിയേരന്റെ മൗലൂദ് ഓതുക. മോലിയേരന്റെ ബെയ്ത്തല്ല, മോലിയേരന്റെ ജവാബില്ല. പെരക്കാരൻ ആചാര്യക്കാർക്ക് എവിടെ? മൂപ്പര് പൊറാട്ട വന്ന് കാണാൻ നോക്കുക. പെരക്കാരത്തി ആ കൊടുന്ന പൊറാട്ട ചാതുണ്ടോ നോക്കുക. കുട്ടികളും മക്കളും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഓർക്ക് പെയിന്റൊന്നും ആവശ്യമില്ല. ഇത് മോലിയൊരു കുട്ടികളും ചെല്ലട്ടെ. എങ്ങനെ വർക്കത്തുണ്ടാകുക? എങ്ങനെ അതിൽ ഫലം ഉണ്ടാകുക? എന്നാൽ നമ്മൾ ഉദ്ദേശമായിട്ടുള്ള ഫലം കിട്ടുമോ? ഫലം എന്തായാലും വീട്ടിൽ ഓതിയതിന്റെ ഫലം ഉണ്ടാകും. പക്ഷെ എന്നാലും മുൻഗാമികൾ അങ്ങനല്ല. മുൻഗാമികൾ പെരിയിൽ ഉസ്താദന്മാരെ മൗലൂദോതും, ഉസ്താദന്മാരെ വിളിച്ച് മൗലൂദോദിക്കും. ഒരു റൂമിൽ മുസല്ലൊക്കെ വിരിച്ച് എല്ലാവരും ഇരിക്കും. ആ റൂമിന്റെ ഉള്ളിൽ ആരുണ്ടാവും? ഉപ്പ ഉണ്ടാവും, മക്കളുണ്ടാവും, പേരക്കുട്ടികളുണ്ടാവും. അങ്ങേപ്പുറത്തെ റൂം ഉണ്ടാകും. ആ റൂമിലുണ്ടാവും ഉമ്മ ഉണ്ടാവും, വല്യമ്മ ഉണ്ടാവും, പേരക്കുട്ടികളുണ്ടാവും. തൊട്ടിലിൽ മാത്രം പൈതങ്ങളെ പോലും അന്ന് ഉമ്മ എടുത്ത് മടിയിലും വെച്ചിരിക്കും ആ സാസിൽ വന്നിട്ട്. എന്നിട്ട് അവിടുന്ന് ഉസ്താദന്മാർ ചൊല്ലിക്കൊടുക്കും,
എന്നിങ്ങനെ ചൊല്ലുമ്പോ ആ റൂമിലുള്ള വല്ലിപ്പ, ആ റൂമിലുള്ള മക്കളും പേരക്കുട്ടികളും, അപ്പുറത്തെ റൂമിലിരിക്കുന്ന വല്യമ്മ, ഉമ്മ, മരോള് പൈതങ്ങളെ മടിയിലും വെച്ചിട്ട് അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി എന്നിങ്ങനെ ചൊല്ലുമ്പോ ആ വീട് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയാണ്, ആ കുടുംബത്തിൽ റബ്ബിന്റെ റഹ്മത്ത് ഇറങ്ങുകയാണ്, ആ കുടുംബത്തിലെ മക്കൾ നന്നാവുകയാ. അവരെ കൂടുതലൊന്നും പഠിപ്പിക്കണ്ട, അധികമൊന്നും പഠിപ്പിച്ചില്ലെങ്കിലും അവരെ മനസ്സ് മലിനമാകാതെ ഹൃദയം വിശുദ്ധമാവുകയാ. ഉമ്മമാരെ, രക്ഷിതാക്കളെ, ഇന്ന് ചൊല്ലാനുള്ള മനസ്സു നമുക്കില്ല, ചൊല്ലുന്നത് കേൾക്കാൻ പോലും മനസ്സ് വരാത്ത വിധം പിശാച് നമ്മൾ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നത് സൂക്ഷിക്കണം കേട്ടോ. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. വളരെ പേടിക്കേണ്ട കാല. ഞാൻ എൻ്റെ രക്ഷിതാക്കളോട് ഉമ്മമാരോടൊക്കെ പറയാണ്, ചെറുപ്പം മുതൽ, കുഞ്ഞു നാള് മുതൽ റസൂലുള്ളാന്റെ മൗലിദ് നമ്മളെ പേരിൽ ഉമ്മാരോദണം, ഉസ്താദന്മാരെ കൊടുന്ന് ഓദിപ്പിക്കണം. ആ സദസ്സിൽ പൈതങ്ങളെ കൊണ്ടുവന്ന് ഇരുത്താനുള്ള മനസ്സുണ്ടാകണം. അല്ലാഞ്ഞാൽ നമ്മൾ വഷളാകും, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഞ്ഞാൽ നമ്മൾ മാനം കെടും, അള്ളാഹു നമ്മളെ കാക്കട്ടെ. കാരണം പുറത്ത് നമ്മളെ കുട്ടികളെ മനസ്സ് മലിനമാക്കാൻ കഴുകന്മാർ കാത്തിരിക്കുകയാണ്, അപകടകാരികൾ കാത്തിരിക്കുകയാണ്. ഒരു ഭാഗത്ത് യുക്തിവാദികൾ, മറ്റൊരു ഭാഗത്ത് നിരീശ്വരവാദികൾ, ഒരു ഭാഗത്ത് പുത്തൻ ചിന്താഗതിക്കാർ. സ്കൂളിലേക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളെ മൃഗമാക്കാൻ വേണ്ടി പലരും കാത്തിരിക്കുകയാണ്. നമ്മളിങ്ങനെ നാട്ടിലെ കാരണവന്മാരാന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കും. മൗലിയരാണ്, തങ്ങളാണ്, കാര്യപ്പെട്ട ആളാണ്, ഞാൻ നല്ല ഇസ്ലാമിന്റെ ആളാ, നിസ്കരിക്കണ ആളാ എന്നൊക്കെ നമ്മളിങ്ങനെ അഹങ്കരിക്കും. പക്ഷേ നമ്മളെ വീട്ടിൽ നാക്കാലി വളരുന്നുണ്ടാവും. അത് നമ്മൾ അറിയുമ്പോഴേക്ക് എല്ലാം കയ്യിൽ നിന്ന് വിട്ടിട്ടുണ്ടാകും. പിന്നെ മനസ്സമാധാനത്തോടെ മരിക്കാൻ ഉമ്മാക്കും ബാപ്പാക്കും കഴിയില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പല സ്ഥലത്തും സൂചിപ്പിക്കാറുണ്ട്. ഈയിടെ ഒരു കൗൺസിലിങ്ങിന് പോകുന്ന ഒരു മാന്യ സ്നേഹിതൻ എന്നോട് പറഞ്ഞത്, ഒരു ചെറു കുട്ടിയെ കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടി പോയപ്പോ ആ ബാപ്പാനെ മകൻ അടിച്ച വിവരം പറഞ്ഞു. എന്റെ കാരണം ബാപ്പ വിശദീകരിച്ചെന്താണെന്നറിയോ? ബാപ്പ കാര്യപ്പെട്ട ആളാ, നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ ഈ മകന്റെ ചില നടത്തവും ഇരുത്തവും പോക്കും വരവും പെരീക്കുള്ള കയറ്റവും ഇരുത്തൊക്കെ അങ്ങനെ കണ്ടപ്പോ ബാപ്പാക്ക് ചില സംശയങ്ങൾ തോന്നി. ബാപ്പ ഒരു ദിവസം അവന്റെ മൊബൈൽ ഒന്ന് എടുത്ത് പരിശോധിച്ചു. നല്ല തറവാട്ടിലുള്ള ബാപ്പ. അവന്റെ മൊബൈൽ ഒന്ന് എടുത്ത് പരിശോധിച്ചപ്പോ ബാപ്പ പറഞ്ഞു പോയി, ഞാൻ തളർന്നുപോയി. കാരണം അവന്റെ മൊബൈലിൽ എൻ്റെ ഭാര്യയുടെ, അതായത് അവന്റെ ഉമ്മാന്റെ വസ്ത്രം അഴിച്ചിട്ട ഫോട്ടോകൾ. അപകടത്തിലേക്ക് നീങ്ങാണ് ലോകം. നമ്മൾ ആ പരിഷ്കാരത്തിന്റെ പിന്നാലെ പോകേണ്ടവരല്ല. നമ്മൾ പണവും വീടിന്റെ വലിപ്പവും കണ്ട് പഴയത് മറക്കേണ്ടവരല്ല. നമ്മളെ തലമുറയെ രക്ഷപ്പെടുത്താൻ നമ്മളെ വീടും കുടുംബവും പഴയതാക്കി മാറ്റലില്ലാതെ നിർവാഹമില്ല. അല്ല, ഞാൻ മാനം കെട്ട് മരിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. സൂക്ഷിക്കണം. മാർഗം പഠിപ്പിക്കലല്ല, പഠിച്ചാലും കേടിയാണ് മനുഷ്യന്മാർ. മാർഗം നല്ലത് കാണാനും നല്ലത് കേൾക്കാനും നല്ലത് ആസ്വദിക്കാനും അവർക്ക് വേദി ഉണ്ടാവുക എന്നതാണ്. കുറെ ഇൽമു പഠിപ്പിച്ച് കുറെ എഴുതി വെച്ച് പോകാൻ പെരി പോയിട്ട് എന്താ കാര്യം? ഇൽമു കുറെ ആണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഓൻ ചെയ്യുന്നവരങ്ങള് എല്ലാരും കൊടുക്കും. വേറെന്താ എടുക്കണ്ടാകുക? അള്ളാഹിനെ പേടി ഉള്ളിൽ വരണം. അപ്പൊ അതിന്റെ ഇടക്ക് ഒരു ഇസ്ലാമിക വനിതാ കോളേജ് പോകുന്ന ഒരു പെൺകുട്ടി വേറെ ആരെയോ ഒരാളെ കല്യാണ സമയമായപ്പോ പറഞ്ഞാലോ, എനിക്ക് ഇന്നാലിന്റെ ചെറുപ്പക്കാരൻ മതി, വേറെ ആരും വേണ്ട. പുറത്തേക്ക് ഇറങ്ങുമ്പോ മുഖം മൂടിയിട്ട് കണ്ണ് മാത്രം പുറത്ത് കാണിച്ച് നടക്കണ പെൺകുട്ടിയാ. കല്യാണത്തിന്റെ സമയമായപ്പോൾ പറയാണ് ഇന്നാലിന്റെ ചെക്കൻ മതി. നോക്കുമ്പോ ഓനാണെങ്കിലോ രാവും പകലും വെള്ളത്തിലാ. വെള്ളപ്പയ്യല്ല, ഇപ്പൊ പുല്ലാളധികം. അങ്ങനത്തെ സൈസാണ്. അങ്ങനത്തെ കുട്ടിനെ മതി. അപ്പൊ എന്നോ കാലത്ത് പോലും തുടങ്ങിയ സ്നേഹാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പഠിച്ചോനെത്തെ എങ്ങനെ ഇതിങ്ങനെ മുഖം മൂടിയിട്ടിട്ട് കുറുക്കന്റെ കണ്ണ് മാതിരി കണ്ണ് മാത്രം പുറത്ത് കാണാൻ ഈ സാധനം എങ്ങനെ ഇവനെ പ്രേമിച്ച്? ഒന്ന മനുഷ്യന്മാരെ ഇന്നെന്തിനാ കണ്ണ്? ഈ ഹലാക്ക് പോലെ ദുനിയാവില് മനുഷ്യന്മാർക്ക് കണ്ണ് വേണമെന്ന്. ഇന്ന് കയ്യും വേണ്ട, കാലും വേണ്ട, കണ്ണും വേണ്ട, മൂക്കും വേണ്ട. ഈ സാധനം കയ്യിലുണ്ടായാൽ എല്ലാ നാശം ഉണ്ടാവും. മനസ്സ് നന്നാക്കില്ല. അതിനുള്ള മാർഗന്തരങ്ങൾ നമ്മളെ മുൻഗാമികൾ ചെയ്ത വരി മക്കളെ, ഇരിക്കും മക്കളെ, ചെല്ലിക്കൂടി മക്കളെ എന്ന് പറയുന്നൊരു മനസ്സ് ഉമ്മാക്കും ബാപ്പാക്കും ഉണ്ടാകുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് ന്യായീകരണം പലതും പറയാം. കാലത്ത് പഠിക്കണ്ടേ, കാലത്ത് വിദ്യാഭ്യാസം വേണ്ടേ, കാലത്ത് അങ്ങനെ ദിക്റും ചൊല്ലി ഇരുന്നാൽ മതിയോ? ഇതൊക്കെ നമ്മൾ വലിയർത്താനം പറയാണ്. മാനം കെടുമ്പോ ഇതൊന്നും പറയാൻ ആരുണ്ടാവില്ല.
ഞാൻ പറയുന്നത് നമ്മൾ ആ പഴമയിലേക്ക് തിരിച്ചു പോകണം. ഹബീബിന്റെ മദ്ഹ് പറയാൻ, ലോകത്തിന്റെ മദ്ഹ് പറയാൻ. നമ്മളെ വീട്ടിൽ റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുന്നവരെ സ്വഭാവം, ഉമ്മമാരെ, രക്ഷിതാക്കളെ നമ്മൾ ഉണ്ടാവണം, നമ്മളെ മക്കളിൽ ഉണ്ടാവണം, കുടുംബത്തിൽ ഉണ്ടാകണം. റസൂലുള്ളാഹിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ, ഹബീബിനെ നാവ് കൊണ്ട് പറയാനും പറയുന്നത് കേൾക്കാനും അത് ആസ്വദിക്കാനുമുള്ള മനസ്സ് നമുക്കുണ്ടായാലല്ലാതെ നമുക്ക് ആഖിർ ലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല, നാളെ മഹ്ശറ ലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ പറയാനും കേൾക്കാനും ആസ്വദിക്കാനും അറിയില്ലേ എത്ര എത്ര ഇസ്ലാമിക വനിതകളാണ്. നമുക്കറിയാം ഉമ്മമാരെ, രക്ഷിതാക്കളെ, ഉഹുദിന്റെ രണാങ്കണത്തിൽ അള്ളാന്റെ റസൂലിനെ അമ്പെയ്ത് കൊല്ലാൻ ശ്രമിക്കുമ്പോ ഓടി ചെല്ലുന്നുണ്ടല്ലോ ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് ഒരു പെണ്ണ്. സ്ത്രീകളെ ചിന്തിച്ചോ, അള്ളാന്റെ ദീനെ സംരക്ഷിച്ച പെണ്ണാ, റസൂലുള്ളാഹിനെ കാവലിരുന്ന പെണ്ണാ. ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് ഓടിച്ചെന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിലേക്ക് വരുന്ന അമ്പുകളെ തടുക്കാൻ പെണ്ണ് നോക്കുമ്പോ ഒരു ശത്രുവത ഒരു ഇരുമ്പിന്റെ ദണ്ടുമായി വന്നിട്ട് മഹാദിയായ ആ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയുടെ ആ തോളിലേക്ക് ഇരുമ്പിന്റെ കമ്പി അങ്ങ് കുത്തിയിറക്കുകയാണ്. വലിയ ഇരുമ്പിന്റെ കമ്പി ഉമ്മു അമ്മാറ എന്ന പെണ്ണിന്റെ കഴുത്തിലൂടെ അങ്ങ് കുത്തിയിട്ട് മഹദി അവർക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ ഉഹുദിന്റെ രണാങ്കണത്തിൽ ഇരുന്നു പോയി ഉമ്മു അമ്മാറ. ആ സമയത്ത് ഉമ്മു അമ്മാറയുടെ ഒരു മകൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഓടി ചെല്ലുകയാണ്. റസൂലുള്ളാഹിനെ രക്ഷപ്പെടുത്താൻ, ഹബീബിലേക്ക് വരുന്ന അമ്പ് തടയാൻ. ആ സമയത്ത് നമ്മളെ കരളായ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, മോനെ ഓടി ചെല്ലടാ ഉമ്മാന്റെ അരികിലേക്ക്, നിന്റെ ഉമ്മാന്റെ കഴുത്തിലേക്ക് ഒരു ശത്രു ഇരുമ്പിന്റെ ദണ്ട് കുത്തി ഇറക്കിയിട്ടുണ്ട്, ഒന്ന് ഓടിച്ചെല്ല് മോനെ. മകൻ നേരെ ഓടുകയാണ്. രക്ഷിതാക്കളെ, ഉമ്മ ഓടിച്ചെന്ന് നോക്കുമ്പോ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹാ ശരീരത്തിലൂടെ അമ്പങ്ങ് തുളച്ച് കയറി, അത് ഇരുമ്പിന്റെ ദണ്ട് തുളച്ച് കയറി. മഹദി അവர்கள் ഇങ്ങനെ ഇരിക്കുകയാണ്, രക്തം ഇങ്ങനെ പുറത്തേക്ക് ചീറ്റുകയാണ്. ആ സമയത്ത് ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് മകനങ്ങ് ഓടിച്ചെല്ലുമ്പോ ആ ഉമ്മതന്റെ വേദന കടിച്ചമർത്തി മകനെ വന്ന് നോക്കുകയാണ്. ഓടി വന്നത് മകനാണെന്ന് കണ്ടപ്പോ, മോനെ ഉമ്മാനെ സംരക്ഷിക്കണ്ടടാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഒറ്റക്കാണ് മോനെ, ലോകത്തിന്റെ നേതാവ് ഇവിടെ ഒറ്റക്കാണ്, ആരും രക്ഷിക്കാനില്ല മോനെ. ഈ ഉമ്മാനെ നീ സംരക്ഷിക്കണ്ട, ഉമ്മാക്ക് ഇഷ്ടം അല്ലാഹുവിന്റെ റസൂലിനെ സംരക്ഷിക്കലാണ്, അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചെല്ലു മോനെ എന്ന് പറഞ്ഞ ഹബീബിന്റെ ഹദറത്തിലേക്ക് അതാ പറഞ്ഞേക്കുകയാണ് ആ ഉമ്മു അമ്മാറ. രക്ഷിതാക്കളെ, യുവാക്കളെ, ജീവിതം മുഴുവനും ഹബീബിനെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും ഹബീബിനെ വാരിപ്പുണരാനും തയ്യാറായ മുൻഗാമികളായ മഹാന്മാർ, അവര് നാളെ മഹ്ശറ ലോകത്ത് ഹബീബിന്റെ കൂടെ വരുമ്പോ ലോകത്തിന്റെ നേതാവിന്റെ കൂടെ ആഖിറത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ഹബീബിന്റെ തൃക്കരത്തിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാൻ, ലോകത്തിന്റെ നേതാവിന്റെ ഉമ്മത്തായി മാറുക ഞാനും നിങ്ങളും. അതിനുള്ള ഒരു മാസമാകട്ടെ വിശുദ്ധ റബീഉൽ അവ്വൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചില ആളുകൾ പറയാറുണ്ട്, അതിപ്പോ റബീഉൽ അവ്വലിൽ മാത്രം മതിയോ, അതിപ്പോ റബീഉൽ അവ്വലിൽ മാത്രം മതിയോ, നിങ്ങൾക്ക് റബീഉൽ അവ്വൽ വരുമ്പോ മാത്രം അങ്ങനെ പരിപാടി എന്നും വേണം, എന്നും വേണം. അങ്ങനെയുള്ള പറയാപ്പോ ആൾക്കാർക്ക് എന്തും പറയാലോ, പറയാനിപ്പോ ആൾക്കാർക്ക് എന്തും പറയാം, അപ്പുറം നോക്കണ്ട എന്തും പറയാം. അപ്പൊ ഇതിനിടയ്ക്ക് എന്നോട് ഒരാൾ പറയാം, ദിനാഘോഷത്തിനൊക്കെ എന്തിനാ അപ്പൊ ചോറൊക്കെ വെക്കണം, ചോറ് ഇപ്പൊ ആർക്കും കിട്ടാത്ത വല്ല വിഷമമുണ്ടോ? ചോറിപ്പോ ഏതെങ്കിലും പേരിൽ കിട്ടാത്ത പ്രയാസമുണ്ടോ? ഇല്ല. എല്ലാ പേരിക്കുന്ന ഒരു ആവശ്യം ഉണ്ടാകുമ്പോ ഒരാൾ പറയട്ടോ, ചോറ് പുറത്തുണ്ടോ ഈ തട്ടുകയാണ്, അതിനേക്കാളൊക്കെ നല്ലത് ചോറിന് പകരം അരി എടുത്തൂടെ. ഒരാൾ വേറെ ഏതൊരാൾ പറഞ്ഞാലോ നമുക്ക് അതിന് പകരം പിന്നെ വേറെന്തിനും കൊടുത്തൂടെ. നമ്മൾക്ക് അങ്ങനെ ചിന്തിക്കാം, അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ശരിയാണല്ലേ, എല്ലാവരും ഇപ്പൊ ശരി ഉണ്ടാവുമല്ലോ, ശരിയാണല്ലേ. എന്റെ അഭിപ്രായം അതൊന്നുമല്ല, ഞാൻ അയാളോട് പറഞ്ഞു എന്റെ അഭിപ്രായം അതല്ല, അരിയും കൊടുക്കണ്ട. കാരണം അരിപ്പോ മറ്റേ റേഷൻ കാർഡിന്റെ ആൾക്കാർക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അരിയും കൊടുക്കണ്ട. ചിലർക്ക് ചോറ് ഭക്ഷണ പ്രമേയമുള്ളവരൊന്നും ഇപ്പൊ ചോറ് ഒന്നുമില്ല, അതുകൊണ്ട് ആവശ്യമുള്ളത് തിന്നോട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരു 500 റുപ്യ കൊടുക്കാം, എല്ലാവർക്കും ഒക്കെ ഒരു 500 റുപ്യ കൊടുക്കാം എല്ലാവർക്കും.
എന്നാ ഓല് പോയിക്കാണ്ട് കൊയ് മന്തി ആഗ്രഹമാണോ അത് തിന്നോട്ടെ, കൊയ്യില്ലാത്ത മന്തിയാണെങ്കിൽ അത് തിന്നോട്ടെ, ഭാര്യ ശവായ അൽഫാം കഞ്ഞി പൂള എന്ത് തിന്നാലോ പോയി തിന്നോട്ടെ. അപ്പൊ അയാൾക്ക് തിരക്കളിയാ. എന്നിട്ട് ഞാൻ പറഞ്ഞേ എൻ്റെ പേരക്കുട്ടിന്റെ കല്യാണത്തിന്റെ അന്ന് അപ്പൊ ചേരാട്ട ചുരിന്റെ മാതിരി മൂന്നാണ്ട് ചുരുണ്ട് അതിന് മൂപ്പരിക്കാവൂല. പേരക്കുട്ടിന്റെ കല്യാണത്തിന് ചോറ് വേണ്ടെന്ന് പറയാൻ മൂപ്പർക്ക് മനസ്സില്ല. എന്റെ പേരക്കുട്ടിന്റെ കാരണം ഞാൻ സ്നേഹിക്കുന്നത് എന്റെ പേരക്കുട്ടിന്റെ കല്യാണത്തിന് ചോറ് വേണ്ടേ? അതന്നെയാണ് നമ്മൾ പറഞ്ഞ ഉമ്മാനെക്കാളും വലിയ ഉമ്മാനെ, ഉപ്പയെക്കാളും വലിയ ഉപ്പാന്റെ ജന്മമാസം വരുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് ഭക്ഷണം കൊടുക്കൽ ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് ഭക്ഷണം കൊടുക്കും ഒരു മുഅ്മിൻ. അല്ലാതെ അതിന് വേണ്ടെന്ന് പറയുന്നതും അത് വേണോ എന്ന് ചോദിക്കുന്നതും പിശാചിന്റെ കുടില തന്ത്രമാ. പക്ഷെ ബുദ്ധിയില്ലാത്ത മനുഷ്യന്മാര് ശരിയാണില്ലേ എന്നും പറയും. ബുദ്ധിയുള്ള മനുഷ്യന്മാര് പറയും നമ്മളെ മുൻഗാമികൾ ചോറ് കൊടുക്കണമെങ്കിൽ ഏറ്റവും മുന്തിയ ചോറിന് കൊടുക്കണമല്ലോ. അങ്ങനെ പറയേണ്ട മുഅ്മിനായ മനുഷ്യൻ അല്ല, കൊടുക്കണ്ടെന്നല്ല. ബുദ്ധി ഇല്ലാത്തവർ ആരെന്ത് പറഞ്ഞാലും അതിലും ശരിയുണ്ടല്ലേ. ഇപ്പം പറയുമ്പോ ഇതിലും ശരിയുണ്ടല്ലേ. പണ്ടൊരു അറബി സാധാരണക്കാരനോട് പറഞ്ഞാലോ, ഒരറബി ഇതിൽ നോക്കി ഞങ്ങളെ നാട്ടിലുള്ള നോട്ടുമ്മലൊക്കെ ഞങ്ങൾ രാജാവിന്റെ പേരുണ്ടല്ലോ പറഞ്ഞാലോ. അപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാളിങ്ങനെ നോക്കിയപ്പോ ഉണ്ട് രാജാവിന്റെ ഫോട്ടോ ഉണ്ട്. എൻ്റെ നാട്ടിലെ കല്യാണത്തിന് നോട്ടുമലൊക്കെ എൻ്റെ രാജാവിൻ്റെ ഫോട്ടോ ഉണ്ടോ ചോദിച്ചാൽ അപ്പൊ നമ്മളെ നാട്ടുകാരൻ ഇടങ്ങാറായി. എന്താ പറഞ്ഞു കൊടുക്കുക റബ്ബേ? എടുത്തു നോക്കുമ്പോൾ അയാൾ കണ്ടൊരു ഫോട്ടോ ആരതാ? ഗാന്ധിജിന്റെ ഫോട്ടോ. ഇയാൾക്ക് സമാധാനമായി. ഇയാൾ ഓടി ചെന്നിട്ട് പറഞ്ഞതാ ഞങ്ങളെ നോട്ടുമ്പോൾ ഞങ്ങളുടെ രാജാവിന്റെ ഫോട്ടോ ഉണ്ട് പറഞ്ഞ് കാണിച്ചു കൊടുത്താൽ. അപ്പൊ അറബി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞല്ലോ, ഇയാൾക്കൊരു കുപ്പായ വാങ്ങി കൊടുത്തു നിങ്ങൾക്ക്. ഒരു കുപ്പായ ഇടാത്ത രാജാവ് ഞങ്ങളെ രാജാവ്? നമ്മൾ പിന്നെ ബഡായിക്കിൽ ഒരു കുറവുണ്ടാവില്ലല്ലോ നമ്മള്. അപ്പൊ ഇയാള് പറഞ്ഞാലോ, അതെ ഞങ്ങളെ രാജാവ് ഉംറക്ക് പോയപ്പെടുത്ത ഫോട്ടോ ആണ് പറഞ്ഞാലോ. അയാൾക്ക് സമാധാനം. ഈ പറയണത് പൊട്ടത്തരാണ്, കേൾക്കണോൻ എന്നെക്കാളും വലിയ പൊട്ടനാണ്. ഇതായിരിക്കും അറിയോ? ഇത് ബുദ്ധിയുള്ളവനെ അറിയുള്ളൂ എന്ന് പറഞ്ഞ മാതിരി നബിദിനാഘോഷത്തിന് ചോറ് വെക്കണം, അതന്നല്ലേ വെക്കണോ അല്ലെ? നബിദിനാഘോഷത്തിന് ഘോഷയാത്ര വേണോ, അതന്നല്ലേ വേണോ അല്ലെ? ഇത് പറയണതും പൊട്ടൻ, കേൾക്കണോനും പൊട്ടൻ. നേരെ മറിച്ച് പറയണം, ലോകത്തിന്റെ നേതാവാ, എന്റെ കരളാണ്, എന്റെ മാണിക്കക്കല്ലാണ് നബി മുഹമ്മദ് മുസ്തഫ. അവരെ ഞാൻ വാരിപ്പുണരും, ആ നേതാവിനെ ഞാൻ പാടിപ്പുകയ്ത്തും, ആ നേതാവിനെ ഞാൻ അനുധാപനം ചെയ്യും, ആ നേതാവിന്റെ മൗലിദ് ഞാൻ ഓതും. ആ ഹബീബ് ഇഷ്ടപ്പെടുന്ന ഏതൊക്കെ കർമ്മങ്ങളുണ്ടോ അതിന് മുഴുവനും ഞാൻ എൻ്റെ പണം മുഴുവനും കൊടുക്കാനും എനിക്ക് മടിയില്ല. മഹാനായ ഹസ്സൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എൻ്റെ കയ്യിൽ ഒരു ഉഹുദ് മലയോളം സ്വർണമുണ്ടായിരുന്നെങ്കിൽ ഞാനത് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ, ഹബീബിന്റെ മദ്ഹ് ഓതാൻ ഞാനത് ചെലവഴിക്കുമെന്ന് മഹാനായ ഹസ്സൻ ബസരി റളിയല്ലാഹു അൻഹു പറയുമ്പോ അതേപോലെ പറയണം ഉമ്മമാരെ, ഞാനും നിങ്ങളും, രക്ഷിതാക്കളെ ഞാനും നിങ്ങളും. അതോടൊപ്പം ഈ പുണ്യമായ റബീഉൽ അവ്വൽ അതെന്നും വേണം. എല്ലാ മാസവും നബിനെ ഓർക്കണം, എല്ലാ മാസവും റസൂലുള്ളാഹിനെ പറയണം, എല്ലാ ബീബിനെ ഓർത്തുകൊള്ളുകയും മൗലിദ് ഓതുകയും വേണം. നമ്മളെ മുൻഗാമികൾ ഉണ്ടായിരുന്നു. എല്ലാ മാസവും ഓതും. പ്രത്യേകമായ എന്തെങ്കിലും പരിപാടി ഉണ്ടായാലും ഓതും. ഉമ്മാന്റെ ഉപ്പാന്റെ ആണ്ടോ 7ഓ 90ഓ ഒക്കെ ഉണ്ടായാലും ഓതും. അതാ റബീഉൽ അവ്വൽ മാത്രം നല്ലത് വെറുതെ പറയാണ്. പഴയ കാലത്ത് മാർക്കം കഴിച്ചിലുണ്ടായാൽ പോലും യാ നബി സലാം അലൈക്കും എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനല്ലേ അള്ളാന്റെ ഹബീബിന്റെ മദ്ഹ് എല്ലാ മാസവും ഓതാറുണ്ട്. പക്ഷേ റബീഉൽ അവ്വൽ വരുമ്പോ ഒന്നുകൂടി ഒരു ആവേശം അല്ലേ, ഒരു ഉത്സാഹം, ഒരു ആനന്ദം. ബിരിയാണി ഒന്നും വെക്ക, കുട്ടിയുടെ കല്യാണത്തിന് എന്തായാലും ബിരിയാണി ആക്കണം എന്നറിയില്ലേ? എന്നും ബിരിയാണി വെക്കുക. പിന്നെ ഞങ്ങൾ അന്ന് ബിരിയാണി വെക്കണോ ചോദിച്ചാൽ കല്യാണല്ലേ എന്തായാലും വെക്കുക, ബാക്കിയുള്ള ദിവസം വെക്ക എന്ന് പറയാന്നല്ലാതെ അള്ളാഹുവിന്റെ ഹബീബിനെ എല്ലാ സമയത്തും ഓർക്കണം, ലോകത്തിന്റെ നേതാവിനെ അനുധാവനം ചെയ്യണം. സഹോദരങ്ങളെ, ആ ഹബീബിനെ മാത്രമല്ല നമ്മൾ ആലോചിക്കേണ്ടത്, ഏതൊരു മനുഷ്യന്റെ മനസ്സിലും ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി സല്ലി റബ്ബൽ ആലം സയ്യിദുൽ കൗനൈനി വസ്സുറുജി. അള്ളാഹുവിന്റെ ഹബീബിനെ മനസ്സിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയാൽ, എൻ്റെ മനസ്സ് മുഴുവനും ലോകത്തിന്റെ നേതാവാണെന്ന് ചിന്തിച്ചാൽ നാം ചെയ്യുന്നത് മുഴുവനും രസമാ. ഒരു ഗ്ലാസ് വെള്ളം നമ്മളെ കയ്യിൽ കിട്ടിയാൽ, ഒരു ഗ്ലാസ് വെള്ളം, ചെറുപ്പക്കാരാ രക്ഷിതാക്കളെ ഉമ്മ, നമ്മളെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ ആ മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കും ഇത് വെള്ളമാണ്, ഇതെന്റെ റസൂലുള്ള
എങ്ങനെയാണ് കുടിച്ചത്? ഇരുന്നിട്ടല്ലേ എൻ്റെ റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ളത്, അതുകൊണ്ട് ഞാൻ ഇരുന്ന് കുടിക്കട്ടെ. വലത്ത് കൈ കൊണ്ടല്ലേ എൻ്റെ റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ളത്, അതുകൊണ്ട് ഞാൻ വലത്ത് കൈ കൊണ്ട് കുടിക്കട്ടെ. ബിസ്മി ചൊല്ലി കുടിക്കലല്ലേ റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ളത്, അതുകൊണ്ട് ഞാൻ ബിസ്മി ചൊല്ലി കുടിക്കട്ടെ. കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയൽ എൻ്റെ റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അത് ചൊല്ലട്ടെ എന്ന് ചിന്തിച്ചൊരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു മുഅ്മിനിന്റെ മനസ്സിന്റെ ആനന്ദം എന്താണ്, ആഹ്ലാദം എന്താ? ഈ ദുനിയാവിൽ കഷ്ടപ്പെടാത്ത ജീവിത ചിട്ട, നാളെ മഹ്ശറ ലോകത്തെ മാനം കെടാത്ത ജീവിത ശൈലി, അത് ലോകത്തെ പഠിപ്പിച്ച നേതാവാ. യുവാക്കളെ, രക്ഷിതാക്കളെ, ഉമ്മ, നമ്മുടെ കരളായ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബിനെ പറയല് മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബിനെ പറയല് മാത്രമല്ല, ലോകത്തിന്റെ നേതാവിന്റെ തിരുചര്യയിലേക്ക് ലോകം കടന്നു വരിക, ലോകം കടന്നു വരിക. പെണ്ണുങ്ങളെ കുറിച്ച് പെണ്ണിന്റെ പേരും പറഞ്ഞിട്ടാണല്ലോ റസൂലുള്ളാഹിനെ പലരും കളിയാക്കിയത്. നാള് ഏതോ ഒരു മഹാനായ പണ്ഡിതൻ പറഞ്ഞു തലയിൽ തട്ടടണം, തലയിൽ തട്ടല്ലെങ്കിൽ നരകത്ത് കടക്കുമെന്ന് പറഞ്ഞപ്പോ ഏതോ ഒരു പെണ്ണ്, ഒരു മുസ്ലിം പേരുള്ള പെണ്ണ് ഒരു സ്റ്റേജിന്മ കേറിയിട്ട് പറഞ്ഞു, തട്ടിട്ടില്ലെങ്കിൽ നരകത്ത് പോവാലോ, എന്നാ ഞാനോട് നരകത്ത് പോട്ടെ, എനിക്ക് ഞാൻ തട്ടടൂല പറഞ്ഞിട്ട് ഓള് തട്ടെടുത്ത് കണ്ട് തോള് പറ്റടല്. ഓ, അതോടുകൂടെ ബേജാറായി. ആരാ ബേജാറായത്? ആരും ബേജാറായിട്ടില്ല. ആർക്കും എന്ത് ബേജാറാ? ഓളിഞ്ഞ് തട്ടല്ല, പർദ്ദണ്ടയച്ചിട്ട് എല്ലാരും ഇങ്ങനെ നോക്കിക്കുന്നല്ലാതെ, ബുദ്ധിയുള്ള നോക്കാതെ പോരും, അല്ലാത്തവരൊക്കെ അങ്ങനെ നോക്കിയിരിക്കുന്നല്ലാതെ വേറെന്താ? അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആർക്കാ വലിയ ബേജാറ്? അല്ലാഹുവിന്റെ റസൂല് തട്ടടാൻ പറഞ്ഞപ്പോ ഒരു മുസ്ലിം പേരുള്ള പെണ്ണ് തട്ടെടുത്ത് വലിച്ചെറിഞ്ഞത് ഞാൻ തട്ടടൂല, അതുകൊണ്ട് ആർക്കാ പേടി? ആർക്കാ ബേജാറ്? അല്ലാഹുവിന്റെ റസൂല് ജീവിത വിശുദ്ധി പഠിപ്പിച്ചതാ. അത് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാൻ, രക്ഷപ്പെടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ. അല്ലാത്തവനക്ക് ഓന്റെ വഴിക്ക് പോകാം. ഒരാൾ കക്കൂസിലിരുന്ന് ബ്രഷ് ചെയ്യുമ്പോ ബാപ്പ പറഞ്ഞാലോ, കക്കൂസിലിരുന്ന് ബ്രഷ് ചെയ്യല്ല, അപ്പൊ ഇരിക്കണോ പറഞ്ഞാലോ, നിങ്ങളെന്താ അങ്ങനാണ് പറയാന്, ഞാൻ ഇതിന് കുത്തിയിട്ടാണ് ചെയ്യുന്ന പറഞ്ഞാൽ, അതുകൊണ്ട് പരിക്ക വേച്ചാറ് ഓന്റെ വായിൽ കാഷ്ടാവുന്നല്ലാതെ പറഞ്ഞ ബാപ്പാക്ക് എന്ത് ചെയ്താ? പൊന്ന് മനുഷ്യന്മാരെ, ഇതേ പ്രകാരം പെണ്ണെ നീ തട്ടണമെന്ന് പറയുമ്പോ ഇടൂലാന്നൊരു പെണ്ണ് പറഞ്ഞാൽ ആ പെണ്ണിന്റെ ആഹ്റം തകർന്നു എന്നല്ലാതെ അല്ലാഹുവിന്റെ റസൂല് പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പെണ്ണുങ്ങളെ നിങ്ങൾ വാത്സലമായ ഭാഗം പുറത്ത് കാണിക്കരുത്, തലമറക്കിറക്കാതെ പുറത്തിറങ്ങരുത്, അനിവാര്യ ഘട്ടത്തിലേ നിങ്ങൾ പുറത്തിറങ്ങാവൂ. പുറത്തിറങ്ങുകയാണെങ്കിൽ പോലും അന്യ പുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ പുറത്തിറങ്ങരുത്. ഇനി നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ സൗന്ദര്യവതികളായി ഒറ്റക്ക് പോകല്ല, ആങ്ങളമാര് നിങ്ങളെ കൂടെ വേണം, അല്ലെങ്കിൽ ഉപ്പ നിങ്ങളെ കൂടെ വേണം, അല്ലെങ്കിൽ ഭർത്താവ് കൂടെ വേണം, അല്ലെങ്കിൽ അതുപോലെയുള്ള വിവാഹബന്ധം ഹറാമായ നിങ്ങളെ ബന്ധുക്കളുടെ കൂടെയല്ലാതെ നിങ്ങൾ പുറത്തിറങ്ങി പോകല്ലേ എന്ന് അല്ലാഹുവിന്റെ റസൂല് പെണ്ണുങ്ങളോട് പറഞ്ഞപ്പോ ലോകത്തിന്റെ നേതാവിനെ കളിയാക്കിയവരുണ്ടായിരുന്നു. റസൂലുള്ളാഹിനെ കളിയാക്കിയ പലരും എന്താ ഒരു പെണ്ണ് പോയാൽ ഒറ്റക്ക് പോയാപ്പ എന്താ, ഒറ്റക്ക് എവിടെങ്കിലും പോയി പെണ്ണ് കിടന്നാപ്പ എന്താ, ഒറ്റക്ക് എങ്ങോട്ടെങ്കിലും നടന്നാ എന്താ? എന്താന്നുള്ള ചോദ്യത്തിന്റെ മറുപടി ഇപ്പൊ ഇങ്ങനെ പത്രത്തിലും സോഷ്യൽ മീഡിയയിലും വരികയാണ്. ചിലവര് വന്നിട്ട് പറയാണ്, ഞാൻ ഒറ്റക്ക് കിടക്കുമ്പോ വാതിലിന് മുട്ടി, മറ്റൊരു പറയാം ഞാൻ ഒറ്റക്ക് നടക്കുമ്പോ എന്നെ പിടിച്ചു നുള്ളി, വേറൊരാള് പറയാം ഞാൻ ഒറ്റക്ക് പോകുമ്പോ ആണ്ട് വാട്ടാന്ന് പറഞ്ഞു, വേറൊരാൾ ഞാൻ ഒറ്റക്ക് നടക്കുമ്പോ ഇന്ന റൂമിൽ കണ്ട് വരിയിട്ടാന്ന് പറഞ്ഞു. ഇപ്പൊ കിടന്ന് ഇങ്ങനെ വയല. 1400 വർഷം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അപകടം പതിയിരിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ മാനം കെടാതിരിക്കാനുള്ള മാർഗമാണ് ഇസ്ലാമിക സംസ്കാരം. ദുനിയാവിൽ മാനം കെടൂല. ഞാൻ നാളെ മുമ്പ് ഇങ്ങനെ ചിന്തിച്ച്, നമ്മളെ പഴയ കാലത്തിൽ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്ത്, ആ പ്രധാനമന്ത്രി ഒരിക്കൽ സ്റ്റേജും അങ്ങനെ ഇരിക്കുമ്പോ അയാള് കോട്ടുവായിട്ട്, നമ്മളെ ഭാഷ പറയാൻ കൊട്ടായി എന്നൊക്കെ അറിയാം, കോട്ടുവായ. അയാള് ഈ പത്രക്കാരും ഈ പോട്ടപ്പിടിക്കാരും ഇത് എപ്പോഴാ ക്ലിക്ക് ചെയ്യുന്നറിയില്ലല്ലോ, ഇയാള് തൊള്ള ഇങ്ങനെ പൊളന്ന് വരുന്നടി കൂടി ഇബലും ചെയ്തു. പിറ്റേ ദിവസം പത്രത്തിൽ വന്നത് അയാളെ മൂഞ്ചൊന്നുമല്ല, ഹലാക്കിന്റെ ഒരു ഓട്ട. ഞാനിങ്ങനെ ചിന്തിച്ചു, പഠിച്ചോനെ ഈ സാധു ഈ ഫോട്ടോ കാണുമ്പോ ആ സാധുവിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇയാളെ പെണ്ണുങ്ങൾ ഇത് കണ്ടാ പറയില്ലേ, ഊസൂറും പൊളിയാ താമ്പറന്നോനെ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ച് നിങ്ങൾ അറിയില്ലേ അല്ലേ? എന്താ അതിന്റെ കഥ? അയാൾ മരിച്ചിട്ടും ആ പത്രം ഉള്ളവന്റെ അടുത്ത് ആ ഫോട്ടോ ഉണ്ടാവൂലേ? 1400 വർഷവും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കോട്ടുവായിടുമ്പോ നിങ്ങൾ വായ പൊത്തിപ്പിടിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ സുന്നത്ത് അയാൾ പഠിച്ചിക്കണമെങ്കിൽ മരണം വരെ അയാൾ മാനം കെടും.
അള്ളാന്റെ ഹബീബ് ദുനിയാവിൽ നമ്മൾ മാനം കെടാതിരിക്കാനും ആഖിറത്തിൽ രക്ഷപ്പെടാനും പഠിപ്പിച്ച സംസ്കാരത്തിന്റെ പേരാണ് ഇസ്ലാമിക ശരിയ. അത് ജീവിതത്തിൽ പകർത്തുക. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കടക്കണില്ല. നമ്മൾ തമ്മിൽ തന്നെയല്ലേ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ പറയാം. അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും ഇവർ സ്നേഹവും ഒരുമയും എന്നും അള്ളാഹു നിലനിർത്തി തരുകയും ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. മുമ്പൊരിക്കെ ഒരു ചെറിയ പൈതലിനേറ്റ് ഉമ്മ പോവുക, കല്യാണത്തിന് പോവുക. പൈതലിനെ ഒക്കത്തെ വെച്ച് പൈതങ്ങളാകുമ്പോ പിന്നെ ആ കുട്ടികൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുക എന്ന് നമുക്കറിയാലോ. ചെറിയ മക്കളാകുമ്പോ ഉമ്മാർക്കൊരു ചെറിയ കുട്ടിയെ കിട്ടിയാൽ പെൺകുട്ടിയാണെങ്കിൽ എന്നെ പറയും വേണ്ട, അത് മനുഷ്യക്കുട്ടിയാണോ പാവാശി കുട്ടിയാണോ എന്നറിയില്ല. ആ കോലത്തിലാണല്ലോ ചെറിയ കുട്ടികളെ നമ്മളാക്കി തീർക്കുക. ഏതായാലും ആ കോലത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ വഴിയിൽ വെച്ചിട്ട് കുട്ടി കരയാണ്. കരഞ്ഞ് 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 കുട്ടി പെടഞ്ഞ് 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 കുട്ടിയാകെ മരണപ്പെടച്ചില്ല. അവസാനം കുട്ടിയുമായി ഹോസ്പിറ്റലിലേക്ക് ഓടി. ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ കുട്ടി മരണപ്പെട്ടു പോയി. അവസാനം മരണപ്പെട്ടു പോയ കുട്ടിയെ ഇതെന്താണെന്നറിയാൻ ഡോക്ടർമാർ പരിശോധിച്ചു. ശരീരം നീല നിറമായിട്ടുണ്ട്, വിഷം കയറിയിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഉമ്മ പറഞ്ഞു, ഞങ്ങൾ കല്യാണത്തിന് പോവുക, പേരിന്ന് എടുക്കുമ്പോഴും പ്രശ്നമില്ല, വഴിയിൽ വെച്ചിട്ട് ഞങ്ങളുടെ ഒക്കത്തുനിന്ന് എന്ത് വിഷം കയറാനാ? അവസാനം ആ കുഞ്ഞനുടുപ്പഴിച്ചു. കുഞ്ഞനുടുപ്പ് കഴിച്ചതിന് ശേഷം ആ ചെറിയ പൈതലിന്റെ കാൽ ധരിച്ച ചെറിയ ഷൂ അഴിച്ചപ്പോ ആ ഷൂവിന്റെ ഉള്ളിൽ നിന്നൊരു കരിന്തേള് പുറത്തേക്ക് ചാടി. ഉറക്കെ ചൊല്ലണം നമ്മൾ സ്വലാത്ത് മുഹമ്മദ് മുസ്തഫ. 1400 വർഷം മുമ്പ് യുവാക്കളെ നമ്മുടെ കരളിനെ വാരി പുണർന്നോ. ലോകത്തിന്റെ നേതാവിനെ ചുംബനമർപ്പിക്കാനുള്ള തൗഫീഖിന് വേണ്ടി നാഥനായ റബ്ബിനോട് ദുആ ചെയ്തോ. ഹബീബേ, നാളെ മഹ്ശറ ലോകത്ത് അങ്ങയെ ഞങ്ങൾക്ക് കാണണം, അങ്ങയുടെ കൂടെ ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് വരണം. അതിനുവേണ്ടി അങ്ങയെ പറയാനും അങ്ങയെ പാടി പുകഴ്ത്താനും അങ്ങയുടെ മഹത്വങ്ങൾ വാഴ്ത്താനും ഞങ്ങൾ സന്നദ്ധരാണ് നബിയേ എന്ന് സധൈര്യം വിളിച്ചു പറഞ്ഞോ. ചെറുപ്പക്കാരാ, 1400 വർഷം മുമ്പ് പറഞ്ഞതാണ്, ഷൂ ധരിക്കുന്നവനെ 3 വട്ടമെങ്കിലും അത് കൊട്ടാതെ ധരിക്കരുതേ. മുഹമ്മദുർ റസൂലുള്ളാഹി. നോക്കണം നിങ്ങൾ, ലോകത്തിന്റെ നേതാവ് പറഞ്ഞതൊക്കെ ഈ ഭൂമിയിലും ആഖിറത്തിലും നമ്മൾ രക്ഷപ്പെടാനുള്ള മാർഗമാണ്. പക്ഷേ അത് മനസ്സിലാക്കാൻ പലർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഒരു അടുത്ത കാലത്തല്ലേ ഏകദേശം ഒരു കൗമാരപ്രായമല്ല ഒരു ചെറിയ കുട്ടി മരണപ്പെട്ടത്. അടുത്ത കാലത്താണ് ഒരു ചെറിയ കുട്ടി മരിച്ചത്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പാപം ബെഡിൽ മരിച്ചു കിടക്കുന്ന ഒരു കുഞ്ഞിമോന്. എന്താണ് മോന് നേരം വെളുത്തപ്പോഴേക്ക് മകൻ മരിച്ചു കിടക്കുന്ന രംഗം നോക്കുമ്പോ ബെഡിൽ വിരിക്കുന്ന ബെഡ്ഷീറ്റിന്റെ ഭാഗത്തുള്ള തലയിണയുടെ 2 തലയിണ ഉള്ളിൽ നിന്നൊരു ചുരുട്ടയെ പുറത്തെടുക്കുകയാ. 2 തലയിണ വെച്ച് കിടക്കുന്ന കുഞ്ഞിമോനാ. പക്ഷേ 2 തലയിണയുടെ ഇടയിൽ ഒരു ഇടയുണ്ടാകും. അതിന്റെ ഉള്ളിൽ നിന്നൊരു ചുരുട്ട പാമ്പിനെ പുറത്തെടുത്ത രംഗം ഈ അടുത്ത കാലത്ത് ഞാനും നിങ്ങളും പത്രത്തിൽ വായിച്ചതാ. സോഷ്യൽ മീഡിയയിലൂടെ മരിച്ച കുട്ടി കിടക്കുന്ന രംഗം കണ്ടതാ. അള്ളാന്റെ ഹബീബിനെ മറക്കാൻ കഴിയോ രക്ഷിതാക്കളെ? ലോകത്തിന്റെ നേതാവിനെ വിസ്മരിക്കാൻ കഴിയോ ഉമ്മമാരെ? അള്ളാന്റെ റസൂല് പറഞ്ഞതാണ്, എത്ര വലിയ സുഖത്തിൽ നിങ്ങൾ വെച്ചാലും കിടക്കാൻ നേരത്തെ ബെഡ്ഷീറ്റ് ഒന്ന് തട്ടിക്കൊടഞ്ഞ് വൃത്തിയാക്കണേ. തലയിണയും ബെഡ്ഷീറ്റും ഒന്ന് തട്ടിക്കൊട്ടാതെ നിങ്ങൾ കിടക്കരുതേ എന്ന് പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ലോകത്ത് അള്ളാന്റെ റസൂല് പറഞ്ഞ വഴിയിലേക്ക്, ലോകത്തിന്റെ നേതാവ് കാണിച്ച മാർഗത്തിലേക്ക് ചെറുപ്പക്കാരെ, രക്ഷിതാക്കളെ, ഉമ്മ, ഞാനും നിങ്ങളും ചലിക്കുക. ആ ഹബീബിന്റെ ജീവിതത്തിലൂടെ നമ്മളെ ജീവിതം ചിട്ടപ്പെടുക. ഈ പുണ്യമായ റബീഉൽ അവ്വൽ അതിനുള്ള മാസമാക്കുക. എങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് വിജയമുണ്ട്, ആഖിറത്തിൽ നമുക്ക് സന്തോഷമുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയാണ് കഴിവിന്റെ പരമാവധി. ഞാൻ 2-3 കാര്യം. ഒന്ന്, പുണ്യമായ റബീഉൽ അവ്വലിൽ ഒരു ദിവസം ഒരു ഹദീസെങ്കിലും മൗലൂദ് ഓതാത്ത ഒരവസ്ഥ നമ്മളെ വീട്ടിലില്ലാതിരിക്കുക. എല്ലാ ദിവസവും ഒരു ഹദീസ്. ആണുങ്ങൾക്ക് അതിന് സമയമില്ലെങ്കിൽ പെണ്ണുങ്ങളോട് പറയാ, ഒരു ഹദീസെങ്കിലും മൗലൂദ് നമ്മളെ പേരിൽ ഓതണം കുട്ടികളെ ഒരു ദിവസം. അതുപോലെ അമലുൽ മൗലിദിൻ അതിനാളുകൾ കൂടുന്നതെല്ലാം തന്നെയും സുന്നത്തുകൾ. അതുകൊണ്ട് അക്കൊല്ലം മുസീബത്തൊക്കെയും നീങ്ങുന്നതാണെന്നാണ് ഇബ്നുൽ ജൗസിയും. ഒരു കൊല്ലത്തെ ആഫത്ത് മുസീബത്ത് നീങ്ങാൻ അള്ളാന്റെ ഹബീബിന്റെ മദ്ഹ് ചൊല്ലിയാൽ കഴിയുമെന്ന് മഹാന്മാർ. അതുകൊണ്ടാണ് മുൻഗാമികളായ മഹാന്മാർ
തലമത്തട്ടി കോളറ എന്ന് പറയുന്ന രോഗം വന്നപ്പോ മഹാനായ സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു ഈ രോഗം അള്ളാന്റെ പരീക്ഷണമാണ്, പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലിയിട്ടാണ് ദ്വാരനൂടി എന്ന് പറഞ്ഞ് മങ്കൂസ് മൗലിദ് ഉണ്ടാക്കി കൊടുത്ത് പെരാന്തരാണ്ട് ഓതി അള്ളാഹിനോട് ആത്മാർത്ഥയാണ് ദ്വാരന്ന്. ആ ആഫത്ത് അള്ളാഹ് കാത്തു. താന്നൂരിൽ തീ കത്തുന്ന ഒരു അപകടകരമായ ഒരു അവസ്ഥ ഉണ്ടായപ്പോ ഉമർ ഖാദി പറഞ്ഞു, റസൂലുള്ളാഹിന്റെ മദ്ഹ് ഓതിയിട്ട് ദ്വാരന്ന ഉത്തരം കിട്ടാതെ കൂല, അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ മൗലൂദ് എല്ലാവരും കൂടിയാണ് ഓതിക്കൂടിയർ. കൂട്ട മൗലൂദ് ഇപ്പോഴും നിലനിൽക്കുന്നു. ആ മൗലൂദാണ്ട് ഓതി അള്ളാഹു ആ രോഗാണ്ട് മാറ്റി. നമ്മളെ നാടുകളിലൊക്കെ ഉണ്ടങ്ങത്തത്. ചെമ്പ്രയിലുണ്ട് മകരമാസത്തിലൊരു മൗലൂദ്. മകരമാസം മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കൊക്കെ രോഗം ഉണ്ടായാൽ അന്ന് മൗലവിപ്പാപ്പ പറഞ്ഞല്ലോ, നമ്മള് മങ്കൂസ് മൗലൂദും ഷറഫുൽ അനാമും ബദർ മൗലൂദും ഹൈദി മൗലൂദും എല്ലാം രാവിലെ മുതൽ വൈകുന്നേരം വരെ മൗലൂദ് ഓതുക, ഉണ്ടാണ്ട് ദ്വാരക്കുക. അത് നിങ്ങൾ എന്ത് ചെയ്യണം? പെരീന്ന് എല്ലാവരും പത്തിരി കൊണ്ടുവരാം. എത്ര പത്തിരി? എത്ര ആളുണ്ടോ അത്ര എണ്ണം, എത്ര ആടുണ്ടോ അത്ര എണ്ണം, എത്ര കോഴി ഉണ്ടോ അത്ര എണ്ണം. ഓരോരോ ജീവനുള്ള ഓരോരോ വസ്തുവിനും ഓരോന്നുള്ളതൊക്കെ പത്തിരി കൊണ്ടുവരാ, അതാണ്ട് ഓതുക. ഇന്നും നാട്ടുപോലും മകരമാസത്തെ നിലനിൽക്കുന്നു. നീ ഇപ്പൊ നമ്മളാവുമ്പോ പിന്നെ അതിന്റെ വെളിച്ചൊക്കെ പോയിട്ടുണ്ടാവും, അത് വേറെ കാര്യം. ഇപ്പത്തെ നമ്മളല്ലേ എടുക്കട്ടെ മൗലൂദ് ഓതിക്കൂടി നിങ്ങൾ പറഞ്ഞ നമ്മൾ. അപ്പൊ ഇതാ പഴയ വെളിച്ചൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ആരോ ഒരാളിങ്ങനെ ചെല്ലുണ്ടാവും, കുറച്ച് മൗലിയന്മാരും കുറച്ച് കുട്ടികൾ ഇങ്ങനെ ഓതുണ്ടാവും. നമ്മളിങ്ങനെ അന്തം വിട്ട് ഉന്തമാരി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും കുറച്ച് ആൾക്കാർ. വേറെ നേരെ മറിച്ച് അബൂബക്കറിൽ വാഹിദ് റമദാൻ മാസത്തിൽ വിത്രിയ വെയ്ത്തല്ലാറുണ്ട്. റമദാൻ മാസത്തിൽ റസൂലുള്ളാഹിന്റെ മദ്ഹ. ആരാ വിത്രിയ മൗലിദ് ഉണ്ടാക്കിയത്? അബൂബക്കറിൽ വാഹിദിൽ ബഗ്ദാദി സൂഫി റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിനെ കേൾക്കാൻ ഇഷ്ടം, പറയാൻ ഇഷ്ടം, പറഞ്ഞ് കേൾക്കുമ്പോൾ ആവേശം. അവസാനം റസൂലുള്ളാഹിന്റെ മദീനയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. പോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ആ നാട്ടിലെ രാജാവിനെ മുത്തുനബി സ്വപ്നം കാട്ടി. എന്ത്? അങ്ങോട്ട് പറഞ്ഞേക്കരുത്, മൂപ്പര് വന്നാൽ ഞാൻ നീച്ച് സ്വീകരിക്കണം, അതിനോത്ര എന്നെ സ്നേഹ, ഞാൻ നീച്ച് സ്വീകരിക്കേണ്ടി വരും. മഹാനഗർക്ക് പോകാൻ വല്ലാത്ത ആഗ്രഹം. ഞാൻ ചരിത്രം വിശദീകരിക്കല്ല. മഹാനഗർ വിറകച്ചവടക്കാരെ വിളിച്ചിട്ട് പറഞ്ഞാലോ, കച്ചവടക്കാരെ നിങ്ങൾ ഇന്നെ കൊണ്ടുപോകുക മദീനത്തേക്ക്, എന്നെ കൊണ്ടുപോകുക. എങ്ങനെ നിങ്ങൾ കൊണ്ടുപോവുക? നിങ്ങൾ ആ വിറകിന്റെ ഉള്ളിൽ വെച്ച് കെട്ടിയാൽ മതി. വിറകച്ചവടക്കാരാണേ, കച്ചവടം കിട്ടിയാൽ പോരെ, ആയിക്കോട്ടെ. വിറകിങ്ങനെ വെച്ച് അതിന്റെ ഉള്ളിൽ മഹാനും വെച്ചിട്ട് മേലെ വിറകം വെച്ച് കെട്ടി അങ്ങനെ കൊണ്ടുപോവുക. പോകുന്ന വഴിയിൽ വെച്ച് ആരോ ഒരാൾ മറ്റൊരാൾ മുഹമ്മദേ നേരെ വിളിക്കണ കേട്ടു. മുഹമ്മദേ ആരോ ഒരാൾ വേറൊരാളെ വിളിക്കണത് ഇതിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുക. അള്ളാന്റെ റസൂലിന്റെ പേര് കണ്ട് കേട്ടാ പിന്നെ അടങ്ങിയിരിക്കാൻ കഴിയും? നമ്മൾക്ക് ആർക്കേ നേരമുള്ളത്? അള്ളാഹു നമുക്കൊക്കെ ഈമാൻ തരട്ടെ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നെ പറ്റിയാണ് കേട്ടോ. ഒരു വിരലേ ഞങ്ങളിലേക്ക് ചൂണ്ടുന്നുള്ളൂ, 4 വിരൽ ഞാൻ എന്നിലേക്കാ ചൂണ്ടുക. ആ പഴമൊക്കെ നമുക്ക് നഷ്ടപ്പെടുക. അത് നമ്മുടെ ജീവിതത്തിൽ മനസ്സമാധാനമില്ലാത്തത്. പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ മൗലിയന്മാർ ബയലറിയുമ്പോ ഇപ്പൊ പറഞ്ഞാൽ ഫാഷൻ ബയലാണ്. പഴയ കാലത്ത് പറഞ്ഞാല് ഖാലല്ലാഹു അസ്സ വജൽ ല്ലേ, അപ്പൊ സദസ്സാണ് പറയും സുബ്ഹാനഹു തആല ലാ ഇലാഹ ഇല്ലാഹു. ഉറങ്ങണ വല്ലിപ്പ പോലും ചാടിയിട്ട് സുബ്ഹാനഹു തആല ലാ ഇലാഹ ഇല്ലാഹു. മൂലയ്ക്ക് വെള്ളം കുടിച്ചാൽ നല്ല സുഖം. ഇന്ന് പാരാ ചെല്ല കാലല്ലാഹു അല്ല, എല്ലാം കൂടി മാറി തൊള്ളി കണ്ട് ഉരുട്ടി കൊടുത്താലും കാണാം ആരാ. ഖത്തീബ് ഇങ്ങനെ ഓതുക. ഖത്തീബ് എന്താ പറയുക? ഉമർ ബിൻ ഖത്താബ്. അപ്പൊ എല്ലാവരും കണ്ണുക്ക് ഇങ്ങനെ നോക്കും. കുറെ ആൾക്കാർ ശരിയാണ് കേട്ടാ, ഉമർ ബിൻ ഖത്താബ് തന്നെയാണ്. അങ്ങനെ അറിഞ്ഞുണ്ടാവും. ആരാ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞവന്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞവൻ ആരാ? എന്തേ റളിയല്ലാഹു അൻഹു പറഞ്ഞ അർത്ഥം നിങ്ങൾ? അള്ളാഹു ആ മഹാനെ തൃപ്തിപ്പെടട്ടെ എന്നാ. ആ മഹാനെ തൃപ്തിപ്പെടാൻ അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് വേണം. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതാ റളിയല്ലാഹു അൻഹു വറളു അൻ. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു എന്ന് ഖുർആൻ. നമ്മൾ ദ്വാരക്കാലം അള്ളാഹു അവരെ തൃപ്തിപ്പെടണേ. എന്തായാലും അർത്ഥം തരങ്ങൾ? റബ്ബേ ഇന്നെ തൃപ്തിപ്പെടണേ, ഞാൻ ഈ മഹാന്മാരെ തൃപ്തിപ്പെടാൻ വേണ്ടി പറഞ്ഞതിന്റെ കാരണത്താൽ ഇന്നെ നീ തൃപ്തിപ്പെടണേ എന്നതിന്റെ അർത്ഥം. ഇത് ചിന്തിക്കണ ഒരു മനുഷ്യൻ അത് ഉണ്ടാകുങ്ങനെ ഇരിക്കുവോ? ഇല്ല. അവന്റെ വായിലൂടെ അറിയാതെ വരും റളിയല്ലാഹു അൻ. കാരണം മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ദ്വാരുന്നാൽ അള്ളാന്റെ മലക്കുകൾ ഈ ദ്വാരുന്നവനോട് പറയും കദാലിക ലക. ഇനി ആർക്ക് വേണ്ടിയാണോ ദ്വാരുന്നത്, എന്തിനാണോ ദ്വാരുന്നത്, അത് നിനക്കുണ്ടാവട്ടെ എന്ന് മലക്കുകൾ ദുആ ചെയ്യുമെന്ന് റസൂലുള്ളാഹി. ഖുതുബയിൽ ഇമാം റളിയല്ലാഹു അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇരിക്കുന്നിടത്ത് റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ അള്ളാന്റെ മലക്കുകൾ പറയാണ് അള്ളാഹ് നിന്നെ തൃപ്തിപ്പെടട്ടെ. ഞാൻ എന്നോട് ചോദിച്ചോളാം, നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ? ഓരോരുത്തർ ചോദിച്ചോളി, അവനെ തടിയോട് ചോദിച്ചോളി. മുത്തുനബിയുടെ സ്വലാത്ത് കേൾക്കുമ്പോൾ ആരെങ്കിലും സ്വലാത്ത് എല്ലാറുണ്ടോ? ഞാൻ ചൊല്ലാറുണ്ട്. ഞാൻ എവിടുന്ന് കേട്ടാലും സ്വലാത്തെല്ലും എന്ന് പറയാൻ ആർക്കാണ് കഴിയുക? ഞാൻ എന്നോട് ചോദിക്കാം, നിങ്ങൾ നിങ്ങളോട് ചോദിച്ചോളൂ. എന്നെ കൊണ്ട് കഴിയൂ ഉസ്താദേ, ഞാൻ എവിടുന്ന് കേട്ടാലും സ്വലാത്ത് എല്ലാറുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയോ? സ്വർഗം ഉറപ്പ്. ഈ ഭൂമിയിൽ നിങ്ങൾ കഷ്ടപ്പെടൂല, ആഖിറത്തിൽ മാനം കെടൂല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാനിങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കലാണ്. അവിടെയാണ് നമ്മളെ നാശം, അവിടെയാണ് നമ്മളെ അപകടം.
അവിടെയാണ് നമ്മളെ ദുരന്തം. നമുക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുന്ന അവിടെയാണ്. ഞാൻ ഇപ്പൊ ഇതിലേക്കൊന്നും കടക്കുന്നില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. ആമീൻ പറഞ്ഞോളൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. മഹാനായ അബൂബക്കറിൽ വാഹിദിൽ ബഗ്ദാദി സൂഫി കേൾക്കുകയാണ്. മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ശബ്ദം എവിടുന്നോ കേൾക്കുകയാണ്. ഞാൻ കള്ളത്തരത്തിലൂടെ മദീനയിലേക്ക് പോകാനാണ്. അതൊന്നും അവിടെ ചിന്തയില്ല. ലോകത്തിന്റെ നേതാവിന്റെ പേര് കേട്ടിട്ട് മൗലിയാവുകയോ കഴിയില്ല. മുഅ്മിനിന് കഴിയില്ല. വിറകിന്റെ ഉള്ളിൽ ഒറ്റ ശബ്ദമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിറകിന്റെ ഉള്ളിൽ നിന്ന് സ്വലാത്തോ. വിറകുകാരെ പിടിക്കുകയാണ്, ആളെ പിടിച്ച് പുറത്താക്കുകയാ. സഹോദരങ്ങളെ, ആ ഒരു ബിത്രിയ വെല്ലുന്ന മഹാനവറുകൾ പേര് കേട്ടപ്പോഴേക്ക് വച്ചത്തിൽ സ്വലാത്ത് ചെല്ലുന്ന ആ ഒരു മനസ്സാവട്ടെ യുവാക്കളെ നമുക്കുണ്ടാകേണ്ടത്, രക്ഷിതാക്കളെ നമുക്കുണ്ടാകേണ്ടത്. നാം ഹബീബിനെ സ്നേഹിച്ചാൽ ലോകത്തിന്റെ നേതാവ് നമ്മളെയും സ്നേഹിക്കും. നാം റസൂലുള്ളാഹിനെ കാണാൻ കൊതിച്ചാൽ നമ്മളെ കാണാൻ അല്ലാഹുവിന്റെ റസൂൽ കൊതിക്കും. നാളെ നമുക്ക് മരിക്കാൻ നേരത്ത് സക്കറാത്തിന്റെ സമയം വരും. ചെറുപ്പക്കാരാ, ഉമ്മമാരെ, രക്ഷിതാക്കളെ, വയറ്റിലുള്ള കുടലൊക്കെ നെഞ്ഞിലേക്ക് കയറുമ്പോ, നെഞ്ഞിലുള്ള എല്ലൊക്കെ കഴുത്തിലേക്ക് കയറുമ്പോ ശ്വാസം കിട്ടാതെ ഹർഹറോ എന്ന് പറഞ്ഞ് കണ്ണു തുറിക്കുന്നവര് നേരമുണ്ടേ. ആ നേരത്തെ കാണണം നമുക്ക് നമ്മളെ മുത്തിനെ. ആ നേരത്തെ നമുക്ക് കാണണം നമ്മുടെ കരളിനെ. നമുക്ക് കാണണം നമ്മുടെ മാണിക്കക്കല്ലിനെ. അതാണ് മുഹമ്മദ് മുസ്തഫ. ആ പൂമുഖം കണ്ടാ പിന്നെ എന്ത് വേദനയാ. ആ പൂമുഖം കണ്ടാ പിന്നെ എന്ത് ദുഃഖമാ. ആ പൂമുഖം കണ്ടാ പിന്നെ എന്ത് പ്രയാസമാ. നമ്മളെ ജീവിതം സുഖമല്ലേ? ഞാൻ അവസാനിപ്പിക്കുകയാണ് എൻ്റെ വാക്കുകൾ. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, കറുകറുത്ത നീഗ്രോ വർഗത്തിൽപ്പെട്ട ബിലാൽ. ആ ബിലാൽ വഫാത്താകാൻ കിടക്കുകയാണ്. ലോകത്തോട് വിട പറയാൻ കിടക്കുകയാണ്. ആരാണ് ബിലാൽ എന്നറിയാലോ? കറുകറുത്ത നീഗ്രയാണ്. അള്ളാഹുവിന്റെ റസൂൽ ആ കറുത്ത മനുഷ്യനെ വാരിപ്പുണർന്നില്ലേ? നിങ്ങളെ നേതാവ് സയ്യിദ് വരുന്നെന്ന് പറഞ്ഞ ബിലാല ഉമയ്യത്തിന്റെ കയ്യിൽ നടിയേറ്റ് ശരീരത്തിലൂടെ രക്തം വാർന്നൊഴുകി. ഒരു തുള്ളി വെള്ളം തരുമോ എന്ന് ചോദിക്കുമ്പോ വായിലേക്ക് കാർക്കിച്ച് തൊപ്പിക്കൊടുത്ത അത് നാവ് കൊണ്ട് നക്കിയെടുത്ത് കുടിക്കേണ്ടി വന്ന ബിലാൽ. യാ സിദ്ദീഖേ, ഉമയ്യത്തിന്റെ അടിയേറ്റന്റെ ബിലാലിന്റെ മാംസങ്ങൾ പൊളിതൊക്കെ തെറിച്ച് തൊലികളൊക്കെ വികൃതമായി ശരീരത്തിലൂടെ രക്തം വാർന്നൊഴുകി എന്റെ ബിലാല് കിടക്കുന്നുണ്ട്. എന്റെ ബിലാലിനെ ഒന്ന് രക്ഷിക്കുമോ സിദ്ദീഖേ? ഒലിക്കുന്ന കണ്ണുമായി റസൂലുള്ള പറയുമ്പോ ഉമയ്യത്തിന്റെ അരികിലേക്ക് പുറപ്പെടുന്നുണ്ട് അബൂബക്കർ സിദ്ദീഖ്. എന്നിട്ട് പറയുന്നുണ്ട്, തരുമോ ബിലാലിന്? എത്ര പണം വേണോ തരാ. പണം കൊടുത്ത് സിദ്ദീഖ് വാങ്ങുകയാണ്. രക്തത്തിൽ കുതിർന്ന സമഹാനായ ബിലാലിന് അള്ളാന്റെ റസൂലിന്റെ അരികിൽ കൊണ്ടുവന്ന് കിടത്തി കുളിപ്പിച്ച് ഹബീബിന്റെ കൂട്ടുകാരനായി മാറിയ ബിലാൽ അവസാനം ലോകത്തോട് വിട പറയാൻ കിടക്കുകയാണ്. വിട പറയുമ്പോ സക്കറാത്തിലാണ്. സുബ്ഹാനല്ലാഹ്, തന്റെ ഭാര്യ കരയുന്നു. സക്കറാത്തിന്റെ സമയത്ത് ഭാര്യ കരയുകയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് മഹദിയായ ആ മഹദിയോട് ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ബിലാലാകുന്ന ഞാൻ മരിക്കുന്നത് ഓർത്തിട്ടോ? ഭാര്യ പറഞ്ഞു, വാ കർബാൽ, ബിലാലിന്റെ ദുഃഖമേ, ബിലാലിന്റെ വേദനയേ എന്ന് ചോദിച്ച് ബിലാൽ ഇങ്ങനെ ബിലാൽ റളിയല്ലാഹു ഓർത്ത് ഭാര്യ കരയുമ്പോ സക്കറാത്തിൽ കിടക്കുന്ന ബിലാൽ പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഭാര്യ കരയണ്ട, എന്റെ ദുഃഖമേ എന്ന് പറയണ്ട, എന്റെ വേദനയെ എന്ന് പറയണ്ട, വേണമെങ്കിൽ വാ തുറവാ, എന്റെ ബിലാലിന്റെ സന്തോഷമേ എന്ന് പറഞ്ഞു. എനിക്ക് ദുഃഖമില്ല ഭാര്യ, എനിക്ക് വേദനയില്ല ഭാര്യ. നീയുമായി ഞാൻ പിരിഞ്ഞാലും മക്കളുമായി വിട്ടുപിരിഞ്ഞാലും ദുനിയാവിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പോയാലും ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? ഓദന്നൽ ഖാഹിബ മുഹമ്മദാ,
നാളെ ഞാൻ എൻ്റെ റസൂലുള്ളാനെ കാണൂലേ ഭാര്യ, നാളെ ഞാൻ എൻ്റെ ഹബീബിന്റെ കൂടെ നിൽക്കൂലേ ഭാര്യ, നാളെ മുതൽ എൻ്റെ ജീവിതം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയാ. പിന്നെ എന്തിനു ദുഃഖിക്കണമെന്ന് പറഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞ ബിലാൽ, യുവാക്കളെ മരിച്ചാലും ഹബീബിനെ കാണാം, രക്ഷിതാക്കളെ കണ്ണടച്ചാൽ പിന്നെ ജീവിതം റസൂലുള്ളാഹിന്റെ കൂടെയാണ്. ലോകത്തോട് വിട പറഞ്ഞാൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളം മുത്തർക്കരത്തിൽ നിന്ന് ഹൗദുൽ കൗസറാണ്. അതുകൊണ്ട് ഈ പുണ്യമായ റബീഉൽ അവ്വൽ കഴിഞ്ഞ കാലഘട്ടങ്ങൾ വന്ന അപാകതകൾ പരിഹരിച്ച് നല്ല ഒരു ജീവിതം നയിക്കാൻ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനുള്ള പ്രതിജ്ഞയുടെ മാസമാക്കി മാറ്റുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. പുണ്യമായ റബീഉൽ അവ്വൽ അത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകുന്ന സൗഭാഗ്യമാണ്. എത്ര കാലം മാറി എവിടെ എങ്ങനെയൊന്നും പറയാൻ കഴിയാത്ത കാലം കഴിഞ്ഞ റബീഉൽ അവ്വലിന്റെ പൊന്നമ്പിളി പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഉദയം ചെയ്തപ്പോൾ ഹബീബിന്റെ മദ്ഹ് പാടിയും പുകഴ്ത്തിയും നബിദിനം ആഘോഷിച്ച വയനാട്ടിലെ പാവങ്ങളായ കുഞ്ഞുമക്കൾ പലരും ഇന്ന് ജീവിക്കുന്നില്ല. കയ്യും കാലും കഷ്ണങ്ങളായി അവർ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഒരുപാട് രക്ഷിതാക്കൾ ഉമ്മമാരിന്ന് അവിടുത്തെ ഖബർസ്ഥാനിലാണ്. നമുക്ക് അള്ളാഹിനോട് ദ്വാരക്കണം, അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അള്ളാഹു സമാധാനവും സുന്ദരമായ ജീവിതവും നൽകി അനുഗ്രഹിക്കട്ടെ. ഇതാണ് മനുഷ്യൻ. ഏത് സമയത്തും അള്ളാഹു തിരിച്ചു വിളിച്ചാൽ പോകേണ്ടവരാണ് എല്ലാവരും. എത്ര കാലമൊന്നും പറയാൻ കഴിയില്ല. എത്രയോ പൈസക്കാരായ പണക്കാരായ ആളുകൾ പോയി. പത്രത്തിൽ നിങ്ങൾ കാഴ്ച കണ്ടിട്ടുണ്ടാവും, ചളി പുരണ്ട നോട്ടിൻ കെട്ടുകൾ പ്രദർശിപ്പിച്ചത്. വലിയ വലിയ നോട്ടിന്റെ കെട്ടുകൾ, ചളിയായ. അതിൻ്റെ ആ ഉടമസ്ഥന്മാരൊന്നും ഇല്ല. ഉടമസ്ഥന്മാരൊക്കെ പോയി. പണം അവർക്ക് വേണ്ട, ഇട്ടേച്ചു കൊണ്ടവരൊക്കെ പോയി. അങ്ങനെയാണ് ലോകത്ത് മനുഷ്യരാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അല്ലാഹു നൽകുന്നത് നമ്മുടെ ജീവിതത്തിലെ സൗഭാഗ്യമാണ്. അത് ആസ്വദിക്കുക. എങ്ങനെ ആസ്വദിക്കുക? ദീനിയായി ആസ്വദിക്കുക. അള്ളാഹിന്റെ പൊരുത്തത്തിലും റസൂലുള്ള ഇഷ്ടപ്പെടുന്ന വഴിയിലുമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ജീവിതം രസമാണ്. മരണം അതിനേക്കാളും രസമാണ്. ജീവിതം രസമാണ്, മരണം അതിനേക്കാളും രസമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖബർ അതിനേക്കാളും ആനന്ദമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നൗമത്തിൽ അറൂസ്, പുതിയാപ്പളിയും പുതിയണ്ണും ഉറങ്ങണമാതിരി ഉറങ്ങിക്കോന്ന് ഖബറാളിനോട് പറയുന്ന, ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പുതിയാപ്പളിയും പുതിയണ്ണും ഉറങ്ങണമാതിരി എന്ന് പറഞ്ഞപ്പോൾ പല ആളുകൾക്കും വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഞാനും എൻ്റെ പെണ്ണുങ്ങൾ ഉറങ്ങണമാതിരിയാണെങ്കിൽ അങ്ങനെ സുഖം വേണ്ട. അങ്ങനെയല്ല ഇതിൻ്റെ അർത്ഥം. നൗമത്തിൽ അറൂസ്, ആദ്യ രാത്രി പുതിയാപ്പളിയും പുതിയണ്ണും ഉറങ്ങിയ മാതിരിയുന്ന അത് നല്ലൊരു ഉറക്കം തരും. അത് അന്നാരും ഉറങ്ങിയിട്ടുണ്ടാവില്ല. അതങ്ങനെയാണ് പറയല്. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ദിവസം ജീവിതത്തിലെ ആദ്യത്തെ രാത്രിയാണ്. കല്യാണം കഴിച്ച ആദ്യത്തെ രാത്രി. അന്നാരും ഉറങ്ങിയിട്ടുണ്ടാവില്ല. സുബയാൻ കൊടുത്തപ്പോൾ തോന്നിയിട്ടുണ്ടാവും, തന്നെ 2:30 തന്നെ വാങ്ങി കൊടുത്തിക്കണം. നോക്കുമ്പോൾ സുബയായിട്ടുണ്ടാവും. പിന്നെന്താ? അത് ജീവിതത്തിൽ ആനന്ദമാണ്. അന്ന് ദുഃഖമില്ല. പെരിക്ക് കെട്ടിക്കൊടുന്ന പെണ്ണ് ചിലപ്പോൾ രാജവമ്പാലെ കരിമൂർക്കനോ 8 മൂർക്കനോ ഒക്കെ ആയിക്കാരം. ചിലപ്പോൾ അതൊന്നും തിരിയില്ല. നാളെ മുതലേ തിരിഞ്ഞു തുടങ്ങുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഫുൾ ഹാപ്പി ആയിരിക്കും. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി. അങ്ങനത്തെ ഒരു ദിവസം പിന്നെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നാൽ ഖിയാമത്ത് നാൾ വരെ ദുഃഖമില്ലാത്ത ഒരു സ്ഥലം ഖബറാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെ ജീവിതം അള്ളാഹിന്റെ റസൂലിന്റെ കൂടെയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ കഴിയണം ഇൻഷാ അല്ലാഹ്. ഇവിടെ ഇങ്ങനായ സ്നേഹിതൻ പറഞ്ഞത്, ഇവിടെ നമ്മളെ പരിപാടികളൊക്കെ നടത്തുമ്പോൾ സ്ത്രീകളെ ഭാഗത്തേക്ക് ഒരു പ്രൊജക്ടർ, അല്ലേ, ഇത് കാണുന്ന സാധ്യത വരില്ലേ? അത് വെച്ചിട്ടുണ്ട് പ്രൊജക്ടർ. അതിന് എത്ര രൂപ? അത് കേടാണല്ലോ, അല്ലേ? അത് നല്ല ഒന്ന് വാങ്ങണം എന്ന് പറഞ്ഞത്. വാങ്ങിയാൽ നല്ലതാണ്. കണ്ടിങ്ങനെ ആൾ എന്തെങ്കിലും സ്വലാത്ത് മജ്‌ലിസുന്നൂറൊക്കെ ഉണ്ടാകുമ്പോൾ അത് അവർക്ക് അല്ലാതെ കാണാതെ ഇങ്ങനെ ഇരുന്നാൽ ചിലപ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോകും. അതുപോലെ ക്ലാസ്സിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അത് ഉപകാരപ്പെടും. അതൊരു പ്രൊജക്ടർ വാങ്ങിക്കൊടുത്താൽ അതുകൊണ്ട് എന്ത് ഖൈറുകൾ, അതല്ലേ ഏറ്റവും നല്ലതാണല്ലോ. അത് വാങ്ങിയാൽ അല്ലേ? എത്ര റുപ്യന്? 30 റുപ്യ, അല്ലേ? 30 ആൾ 1000 റുപ്യ എടുത്താൽ അത്ര ആകാനുള്ളൂ. ഇപ്പം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് കൊടുക്കുന്നവർക്കൊക്കെ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. മനസ്സമാധാനമുള്ള ജീവിതം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒരു 1000 റുപ്യ ഇൻഷാ അല്ലാഹ് 1000 റുപ്യയ്ക്ക് ഞാൻ കൊടുത്തോളാം. ആ മദ്രസൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ, ഓരോരുത്തരോട് പറഞ്ഞാൽ മതി, എന്നാൽ പ്രശ്നം തീരും, അല്ലേ? എന്നാൽ ഇൻഷാ അല്ലാഹ് എഴുതിക്കൊള്ളി, പേര് എഴുതിക്കൊള്ളി, 10 എഴുതിക്കൊള്ളി, തലക്കുന്നുണ്ട് എഴുതിക്കൊള്ളി. ദീകാജി 1000 റുപ്യ, 1000 റുപ്യ മതി. അതിലേറെ ആരും പറയണ്ട, 6 മതി, അല്ലേ? അതിലേറെ പിന്നെ അതിനൊക്കെ വലിയ സാധനങ്ങൾ വാങ്ങുമ്പോഴൊക്കെ അതിലേറെ പറയാം, അല്ലേ? അങ്ങനെയല്ലേ?
ഇൻഷാ അല്ലാ. ഞാൻ 1000 റുപ്യ ഒന്നും ശരി ഒരു 1000 റുപ്യ 2 ഇനി പറ ഒന്ന് ബാക്കിൽ 3 ഞാൻ അവിടെ എല്ലാവർക്കും വേണ്ടി ഞാൻ ദ്വാരക്കൂട്ടാ. ഇവിടെ വെച്ച് മാത്രമല്ല എല്ലാ സ്ഥലത്തും വേണ്ടി തീർക്കും. കാരണം എന്താ, ദീനിന് വേണ്ടി കൊടുക്കണവർക്ക് അള്ള സമ്പത്ത് കൊടുത്താലല്ലേ ദീന് രക്ഷപ്പെടുള്ളൂ. കൊടുക്കാത്തവരെ കയ്യിൽ സമ്പത്ത് ഉണ്ടായിട്ട് എന്താ കാര്യം? അല്ലാഹുവേ റബ്ബേ, ദീനിന് വേണ്ടി കൊടുക്കുന്നവർക്ക് സമ്പത്ത് ഏറ്റി കൊടുക്കണേ തമ്പുരാനെ. ഇപ്പൊ കൊടുക്കണമെന്നല്ല, നിങ്ങളെ പൈസ എഴുതിയാൽ മതി. ഇൻഷാ അല്ലാഹ് ഇൽമിന്റെ സാഹസ വെച്ച് ഞാൻ ദ്വാരക്കും. അടുത്ത ബുധനാഴ്ചയാണ് ചെമ്പ്ര സ്വലാത്ത്. ഇവിടെ നിന്ന് ഈ ഭാഗത്തുള്ള പല ആളുകളും വരാറുണ്ട് ചെമ്പ്ര സ്വലാത്തിന്. ഈ വരുന്ന ബുധനാഴ്ചയാണ്. സാധിക്കുന്നവരൊക്കെ വരിക. അവിടെ വെച്ച് നമുക്ക് ദ്വാരക്കാം ഇൻഷാ അല്ലാഹ്. 1000 റുപ്യ അൽഹംദുലില്ലാഹ്. ഞാനാ പറഞ്ഞു എല്ലാവരും ഇരിക്കുന്ന എല്ലാവരും ഒരു 1000 റുപ്യ ആണ് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ സമയമാകുമ്പോൾ കൊടുത്താൽ ഇപ്പം ഏതായാലും ഇപ്പം ഈ സമയം പെട്ടെന്ന് വാങ്ങൂലല്ലോ. അത് അവിടെ അൽഹംദുലില്ലാഹ് മനസ്സ് സ്നേഹിതൻ അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. പിന്നെ ഇവിടെ ആരാ എല്ലാവരും അൽഹംദുലില്ലാഹ്. അവിടെ അല്ലാഹുവേ റബ്ബേ, നീ ദീർഘായുസ്സും ആഫിയത്ത് അവർക്കൊക്കെ നൽകണേ റബ്ബേ. കിട്ടുന്ന പണം ദീനിന് വേണ്ടി ചെലവാക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഹോസ്പിറ്റലിനും അതുപോലെയുള്ള കീമോ ചെയ്യാനും അതേപ്രകാരം ഡയാലിസിസ് ചെയ്യാനും ചെലവാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് റബ്ബേ നിന്റെ ദീനിനെ സഹായിക്കണ ഒരാളെ നീ എത്തിക്കരുത് റഹ്മാനെ. എഴുതിക്കോളി. എങ്ങനെ ഈ തൽക്കുന്ന അങ്ങനെ എഴുതിക്കോളി. ഞാൻ 1000 റുപ്യ കൊടുക്കാൻ പ്രയാസം, നിങ്ങൾ 500 റുപ്യെങ്കിലും നിങ്ങളതിലേക്ക് എഴുതിക്കോളി. അല്ല എല്ലാവരും പങ്കെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇൽമിൻ്റെ റസൂലുള്ളാഹിൻ്റെ മജ്‌ലിസിൽ വെച്ചിട്ട് അതിലേക്ക് എന്നെ കൊണ്ട് കഴിയണം ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇൻഷാ അല്ലാഹ് 1000 കൊടുക്കാൻ പ്രയാസമുള്ളവർ 500 റുപ്യ എഴുതിക്കോളി. അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. എഴുതി ഇൻഷാ അല്ലാഹ്. ഖാലിഖായ റബ്ബ് നമുക്ക് കയ്യിൽ കിട്ടുന്ന പണം ദീനിന് ചെലവാക്കുന്നൊരവസ്ഥയിലേക്ക് അള്ളാഹു എത്തിച്ചേരട്ടെ. ഹോസ്പിറ്റലിലും ICUലും വെന്റിലേറ്ററിലും കിടന്ന് ചെലവാക്കുന്നൊരവസ്ഥയിലേക്ക് അള്ളാഹു എത്തിക്കാതിരിക്കട്ടെ. അതിനൊക്കെ കൂലി നമ്മൾ മരിച്ചുപോയ എമ്മാരിപ്പാര് കുടുംബക്കാരെയൊക്കെ ഖബറിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ. ആരാളാരാ കൊണ്ടുവരാൻ ശരി. ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുതി. ഇന്നിവിടെ ഭക്ഷണം നൽകുന്നുണ്ട്. അത് നമ്മളെ കുണ്ടലു മൊട്ടേജിക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി മകന് നൽകുന്ന ഭക്ഷണമാണ്. ഇന്ന് ആടിൻ്റെ ദിവസം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ. അള്ളാഹുവേ, അങ്ങനെ ഒരുപാട് മനുഷ്യർ ഈ നാട്ടിൽ നിന്ന് പോയി. ഓർമ്മയുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ വാണിന് പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഉറങ്ങുകയാണ്. അള്ളാഹുരൊക്കെ ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ, അള്ളാഹുരൊക്കെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. എല്ലാവരും എഴുതി. ആരെങ്കിലും എഴുതാൻ ബാക്കിയുണ്ടെങ്കിൽ അവർ എല്ലാവരും എഴുതി, ഒരാൾ ഒഴിവാകരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് എല്ലാവരും എഴുതുക. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതിയാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നല്ല റാഹത്തായിട്ട് നമുക്ക് ദ്വാരക്കാം. എല്ലാ സമയത്തും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. ദ്വാരക്കാൻ ഞാൻ അർഹനായതുകൊണ്ടൊന്നുമല്ല. സാസിൽ കുറേ ആളങ്ങനെ കിട്ടുമ്പോൾ ആരെങ്കിലും ഒരാൾ ആമീൻ അല്ലാഹ് സ്വീകരിച്ച് നമ്മൾ രക്ഷപ്പെട്ടില്ലേ. അതേ നമ്മൾ ദ്വാരക്കുമ്പോഴും നമ്മളെ മനസ്സിനൊക്കെ സന്തോഷമുള്ളൂ അല്ലേ. ചെമ്പറ സ്വലാത്ത് നടക്കാറുണ്ട്. ഞാൻ ആ സ്വലാത്തിൽ ആരുമില്ലെങ്കിലും സ്വലാത്ത് നടക്കും. കാരണം എന്താ, 150ഓളം വരുന്ന ആ കുഞ്ഞു മക്കളും അതിൽ എത്തിയ മക്കളുണ്ട്, ബാപ്പില്ലാത്ത മക്കളുണ്ട്, ചെറിയ പൈതങ്ങൾ. അവരെ ആമീൻ പറഞ്ഞ് എങ്ങനെ ഉത്തരം കിട്ടാതിരിക്കുക? നമ്മളിങ്ങനെ പറയുമ്പോൾ അറ്റുങ്ങൾ ആമീൻ പറയുമ്പോൾ അറ്റുങ്ങൾ ആമീൻ കൂടി നമുക്ക് കൂടി ഉത്തരം കിട്ടട്ടെ എന്ന് കരുതിയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൊടുക്കുന്നവരാരാണോ അവർക്ക് അള്ളാഹു സമ്പത്ത് ഏറ്റിക്കൊടുക്കട്ടെ. അള്ളാഹു സഹിക്കാൻ കഴിയാത്ത രോഗങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ കാത്തു രക്ഷിക്കട്ടെ. കീറിപ്പൊളിക്കുന്ന രോഗങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹുവേ അവരെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ഞാനെങ്കിലും ഇനി ആ സ്ത്രീകളെ ഭാഗത്തേക്കൊന്ന് ഇവിടെ ആരെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ അവരൊന്ന് എഴുതിയിട്ട് ആ സ്ത്രീകളെ ഭാഗത്തേക്ക് പോവുക. ബാക്കിയുള്ളതൊക്കെ സഹോദരിമാര് തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി സ്ത്രീകളെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. എല്ലാ സഹോദരിമാരും ഇപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ മതി. എപ്പോഴും ഇവിടെ മജ്‌ലിസുന്നൂറൊക്കെ നമ്മൾ ഈ മദ്രസയിൽ നടക്കുന്നതാണല്ലോ. എല്ലാ മജ്‌ലിസുന്നൂറിലും ഞാൻ എൻ്റെ സഹോദരങ്ങളോട് സഹോദരിമാരോടൊക്കെ പറയാണ്, നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. ഈ നാട് ഒരു ചെറിയ നാടല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നടക്കുന്ന മജ്‌ലിസുന്നൂറിൻ്റെയും സ്വലാത്തിൻ്റെയൊക്കെ മജ്‌ലിസിൽ ഒരുപാട് മഹാന്മാരുടെ റൂഹുകൾ പങ്കെടുക്കും, അർവാഹുകൾ പങ്കെടുക്കും. ഒരു സംശയവും വേണ്ട.
ബഷീറിന്റെ അമ്മായിമേ മരണപ്പെട്ടോ. അള്ളാഹു ആ സഹോദരിയുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. അള്ളാഹു ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. അള്ളാഹു അവരെയും നമുക്കൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അള്ളാഹ് ഇവിടെ നടക്കുന്ന പരിപാടികളിലൊക്കെ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. കാരണം ഒരുപാട് മഹാരഥന്മാരുടെ അർവാഹുകൾ ഇവിടെ ഉണ്ടാകും. ഈ നാട് ഒരു സാധാരണ നാടല്ലല്ലോ. ഈ മണ്ണുകളും ഈ പാതയോരങ്ങളും ഒരുപാട് കഥ പറയും. മഹാനായ ഖുത്ബി ഉസ്താദ് അടക്കമുള്ള ഇബ്നു ഖുത്ബി അടക്കമുള്ള ഒരുപാട് മഹാരഥന്മാരുടെ പാദസ്പർശനം കൊണ്ട് പുളകിതമായ മണ്ണാണ് ഈ മണ്ണ്. അവരെ മണ്ണിലിരുന്ന് നമ്മൾ മജ്ലിസിനൂറും സ്വലാത്തും ചൊല്ലി ദ്വാരക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു ബർക്കത്തുള്ള മജ്ലിസാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും അതിൽ പങ്കെടുക്കണം. കാരണം ഇതൊരു മുബാറക്കായ സ്ഥലമാണ്. ഇതൊരു മുബാറക്കായ സ്ഥലമാണ്. മുബാറക്കായ സ്ഥലത്ത് നമ്മൾ ഒരുമിച്ച് കുടുംബം കിട്ടുന്ന സൗഭാഗ്യം ചെറുതല്ല. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന പരിപാടികളിലൊക്കെ എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും പങ്കെടുക്കണം. ഒരുപാട് നല്ല മനുഷ്യർ ഇതിൽ ഇവിടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയി. ഞാൻ ഭക്ഷണം കഴിച്ച വീട്ടിലുണ്ടായിരുന്ന ഉമ്മ, ഉപ്പ, അതുപോലെയുള്ള പല ആളുകളും, ഞാൻ പേരൊന്നും പറയുന്നില്ല, പല ആളുകളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഏത് സമയത്തും ഞാൻ ദുആ ചെയ്യാറുണ്ട്. എപ്പോഴും വരാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. ഏത് സമയത്ത് ഞാൻ വന്നാൽ തന്നെ അന്നുണ്ടായിരുന്ന ആളുകളൊന്നും ഇപ്പോൾ പേരൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല, പല ആളുകളും. അതുകൊണ്ട് തന്നെ വരാൻ കഴിയാറില്ലെങ്കിലും മനസ്സിൽ നിന്ന് മായാതെ നിലനിൽക്കുന്നത് ചില വീട്ടിലെ ഉമ്മമാരും ഉപ്പമാരും ഒക്കെയാണ്. അവർ തന്ന ഭക്ഷണം കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ഇൽമ പഠിച്ചത്. കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടുകാർ നൽകിയ ഭക്ഷണത്തിൽ നിന്നുകൊണ്ട് കിട്ടിയ ഊർജവും ഇൽമും മാത്രമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ മറക്കാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല. അല്ലാഹുവേ റബ്ബേ, ഞങ്ങൾക്ക് ഇൽമിന്റെ അഹ്ലികാർക്ക് ഭക്ഷണം കൊടുക്കുന്നവർക്ക് നീ സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണം റഹ്മാനെ. ഇൽമിന്റെ മുതഅല്ലിമീങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റബ്ബേ, നീ സഹായിക്കണേ റബ്ബേ. ഇനിയും 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 മുതഅല്ലിമീങ്ങളെ കഴിവിന്റെ പരമാവധി സഹായിച്ചോളി. അതിലൊരു മടിയും കാണിക്കണ്ട, ഒരു മടിയും കാണിക്കണ്ട. കഴിവിന്റെ പരമാവധി സഹായിച്ചോളി. കാരണം മുതഅല്ലിമീങ്ങളെ സഹായിച്ചാൽ കിട്ടുന്ന പോലെ സൗഭാഗ്യം വേറെ ഉണ്ടാവില്ല. മുതഅല്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞു മക്കളെ അവർക്കൊന്നും അറിയില്ല. മേപ്പോട്ട് നോക്കി ആകാശം, കീപ്പോട്ട് നോക്കിയാ ഭൂമി അല്ലേ? കാരണം കുട്ടികളെന്താ, നമ്മൾ വിചാരിക്കും കുട്ടികൾ എന്ന് പറഞ്ഞാൽ മുതഅല്ലിമീങ്ങളല്ലേ, മൂലേരുട്ടികളല്ലേ. എന്ത് മൂലേരുട്ടികൾ? ഇവിടുത്തെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്. എൻ്റെ അടുത്തൊക്കെ ചില കുട്ടികളൊക്കെ വാപ്പാര് കൊണ്ടുവരലുണ്ട്. എന്നോട് എന്താണ്ട് പറയും, ഉസ്താദെ ഇവനെ ഇവിടെ ഓതാൻ വിടട്ടെ. ആയിക്കോട്ടെ ഉസ്താദെ, പൊട്ടിത്തെറുപ്പുണ്ട്, ഞാനും കുടുങ്ങിക്കണം, എൻ്റെ പെണ്ണുങ്ങളും കുടുങ്ങിക്കണം. അതുകൊണ്ട് നിങ്ങളെയും കൊടുക്കുകയാണ് എന്നതിൻ്റെ അർത്ഥം. പക്ഷെ ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. അങ്ങനെ പൊട്ടി തെറിച്ചതാണെങ്കിലും ശരി, പള്ളിയൊക്കെ കിട്ടിയാൽ പള്ളിയൊക്കെ ചിലപ്പോൾ അന്ന് അങ്ങോട്ട് ചാടും, നിസ്കരിക്കണോൻ്റെ തലയിൽ കൂടി ചാടൊക്കെ ചെയ്യും. അത് വേറെ കാര്യം. അത് നിസ്കരിക്കണം സഹിച്ചാൽ മതി. കുഞ്ഞു മക്കളല്ലേ. അള്ളാന്റെ റസൂല് പള്ളിന്റെ ഉള്ളിൽ ഫുട്ബോൾ കളിക്കണ, ഗുസ്തി കളിക്കണ കുട്ടികളെ ആയിഷാബി കാണിച്ചു കൊടുത്തല്ലോ. കണ്ട് കളിച്ചു, കുട്ടികൾ കളിച്ചണം. ആ കളിയൊക്കെ ഉസ്താദും കാണും. കണ്ട് നാളിനോട് ഒരാൾ പറഞ്ഞു, ഒരു ഉസ്താദെ ആ കുട്ടിൻ്റെ ഒക്കെ സുജൂദ് പോകുമ്പോൾ കുട്ടിയുടെ കാല് നിലത്തട്ടില്ലായിരുന്നു. എനിക്ക് ചെറിയ വന്ന്, കാരണം ഇനി കാലേ ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ അവിടെ എത്തിക്കണില്ലേ. അൽഹംദുലില്ലാ. കാരണം ഒന്നും തട്ടാത്തീരുകളെ കൊടുത്തിട്ടതാണ് ഇത്. നമ്മൾ ആദ്യം തല കുത്തിച്ച്, പിന്നെ കൈ കുത്തിച്ച്, ഇനി കാലേ ബാക്കിയുള്ളൂ. അതങ്ങനെ ആയിക്കോളും. നമ്മളാണ്ട് നോക്കണ്ട വെച്ചാണ്. നമ്മൾ ആഹാരം നോക്കുക. ആ കുട്ടികളെ അവസരോചിതമായി ഒറ്റടിക്ക് കജ്ജും കാലും മൂക്കും കുത്തടാ കുട്ടി മൂലൊരു കുത്തിക്കോളി, ഞാൻ പോകുകയാണ്, മൂപ്പര് വേലി പോകും. അതങ്ങനെ മെല്ലെ മെല്ലെ അങ്ങനെ പറഞ്ഞ് ശരിക്കോളും. അപ്പൊ കുട്ടികളെങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ആ മക്കളെ സഹായിക്കുക. കുട്ടികൾക്ക് ബോധം വരൽ എപ്പോഴാണെന്നറിയോ? ഒരു പക്വതയും പാകതയുമുള്ള കാലം എത്തുമ്പോഴാണ്. ഞാനൊക്കെ അത് അനുഭവിക്കുന്ന ആളാണ്. കാരണം ദർസാണ് പഠിച്ച് കുട്ടികൾ കോളേജിലാണ് പോയി കുട്ടികളുടെ ഇറങ്ങിയാണ്ടല്ലോ, അവനാൻ്റെ ഉസ്താദന്മാരോടും അവനൊക്കെ സ്വന്തം അമ്മാനേക്കാളും ബാപ്പാനേക്കാളും സ്നേഹമായിരിക്കും. കാരണം അവർക്കറിയാലോ ഓലെ കുഞ്ഞ പ്രായത്തെ ഊല് കളിച്ച് പൊട്ടിത്തെറുപ്പ്. അതൊക്കെ സഹിച്ച ഉസ്താദും, എന്നിട്ടും എനിക്ക് ഭക്ഷണം നിന്നെ സ്നേഹിച്ച നാട്ടുകാരും, എന്നിട്ടും എനിക്ക് ഭക്ഷണം തന്ന പെരക്കാരും, അവരോട് സ്നേഹം മശറയിലും ദുനിയാവിലും ഒഴിവാവില്ല. സ്വന്തം അമ്മാനേക്കാളും ബാപ്പനേക്കാളും വല്ല മനസ്സിന് സ്നേഹം അവർക്കായിരിക്കും. ആലോചിച്ചോക്കണം. ഒരിക്കൽ ഞാൻ ചമ്പ്രയിൽ ഞാനൊരു വയല് കഴിഞ്ഞ് രാത്രി ഇങ്ങനെ വന്നപ്പോൾ ഒരു കബറിങ്ങുന്നുണ്ട്, ഒരു വെള്ള ആളിങ്ങനെ വരുന്നേ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു കുട്ടിയാണ്, ഒരു മൊലേറ്റിയാണ്. അപ്പൊ ഞാൻ എന്താണ് ഈ പാതിരാക്ക് ഇവിടെയെന്ന് വെച്ചു. അപ്പൊ എന്നോട് പറഞ്ഞ് ചലുവടിക്കാരത്തി മരിച്ച ആണ്ടിന്റെ ദിവസമാണ് ഇന്ന്. അപ്പൊ ഞാനൊരു യാസീൻ ഓതിയതാണ്. ആരുമില്ലാത്ത ഒറ്റക്കാ കബറിങ്ങുന്നൊരു ഒരു കുട്ടി യാസീൻ ഓതണമെങ്കിൽ അവൻ എൻ്റെ അമ്മാക്ക് ഓതോ? അതാ സ്നേഹമാണ്. അത് വല്ലാത്ത ബാക്കിയാണ്. രക്ഷിതാക്കളോട് ഉമ്മാരോട് പറയണം, അപാകതയും പോരായൊന്നും ചിന്തിക്കണ്ട. കഴിവിന്റെ പരമാവധി ഇൽമിനെയും ദർശനെയും ഒക്കെ സഹായിച്ച് ആ കൂട്ടത്തിൽ നമ്മളെ കുട്ടികളും ഉള്ളവരായി നമ്മൾ അവനാൻ്റെ മക്കളെയും കൂടി ആ ദർസിലെ മുതഅല്ലിമീങ്ങളാക്കി മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊള്ളി. നമുക്ക് ഈ ദുന്യാവ് കഴിഞ്ഞ് പോയാൽ അവരെ കൂട്ടുണ്ടാകും. ഓലോദന ഫാത്തിഹ നമ്മളൊപ്പം ഉണ്ടാവും, ഓലോദന കുൽ ഹുവല്ലാഹ് നമ്മളൊപ്പം ഉണ്ടാവും, ഓലൊരു ബിസ്മി ചൊല്ലിയാൽ നമ്മളൊപ്പം ഉണ്ടാവും. ഉറപ്പാണ്.
ഒരു നമ്മൾ കരുത്തൊന്നും വേണ്ട, ഭക്ഷണം കൊടുത്തവർക്കുണ്ടാവും, ഉറപ്പാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ സഹായിക്കാനും ദീനിന്റെ അഹ്ലുകാരായി മാറാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി ആരെങ്കിലും ഇവിടെ ഈ കൂട്ടത്തിൽ എഴുതാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒരു 500 റുപ്യെങ്കിലും ഇൻഷാ അല്ലാഹ് ഇപ്പൊ കൊടുക്കണമെന്നല്ല, അതിലേക്ക് എഴുതുക. പ്രൊജക്ട് വാങ്ങി ബാക്കിയുള്ള പൈസ മദ്രസക്കയിൽ എടുക്കുക അല്ലേ? ബാക്കി നിങ്ങൾ പ്രൊജക്ട് വാങ്ങിയിട്ട് ബാക്കിയുള്ള പൈസ ഉണ്ടെങ്കിൽ അള്ളാന്റെ ഈ മദ്രസക്ക് വേണ്ടി എടുക്കുക, അല്ലാതെ വേറെ ഒന്നിനല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ സദസ്സിൽ വെച്ചൊന്ന് എഴുതിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിൽ കുറച്ച് സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل صواب قراءتنا وبركة دعائنا وصلاتنا هدية إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة العالية وبعثه مقاما يغبطه فيه الأولون والآخرون. وإلى حضرات قطب الأقطاب سيد محي الدين عبد القادر الجيلاني قدس الله سره العزيز. وإلى حضرات سلطان العارفين أحمد الكبير الرفاعي قدس الله سره العزيز. وإلى حضرات سلطان الهند خواجة معين الدين چشتی الأجمیری قدس الله سره العزيز. وإلى حضرات قطب الزمان سيد علوي المنبرمي قدس الله سره العزيز. وإلى حضرات شيخنا كن أحمد مصيار البطنبلي. وإلى حضرات شيخنا عمر القاضي البلينقوتي. وإلى حضرات شيخنا زين الدين المخدوم المعبر البناني. وإلى حضرات شيخنا شاو الحميد الناهوري. وإلى حضرات شيخنا أبو بكر مصيار اللالواي. وإلى حضرات شيخنا أبو بكر مصيار الككري برمي. وإلى حضرات شيخنا شاو الحميد الناهوري. وإلى حضرات شيخنا إبراهيم باتش الأروادي. وإلى حضرات شيخنا داود الحكيم المتبتي. وإلى حضرات شيخنا أحمد البدوي. وإلى حضرات شيخنا حسن بصري. وإلى حضرات شيخنا إبراهيم الدسوقي. وإلى حضرات شيخنا وسندنا شمس الميكي أبو بكر مصيار القادري. وإلى حضرات شيخنا وسندنا كنية أحمد مصيار الوايكاد. وإلى حضرات شيخنا باب مصيار الچاپنങ്ങാടി. وإلى حضرات شيخنا وسيدنا محمد علي شهاب തങ്ങളിൽ പാണക്കാട്. وإلى حضرات سيدنا عمر علي شهاب തങ്ങളിൽ പാണക്കാട്. وإلى حضرات شيخنا حيدر علي شهاب തങ്ങളിൽ പാണക്കാട്. وإلى حضرات شيخنا بيرانകുട്ടി മുസ്ലിയാരിൽ നിരമരുദൂരി. وإلى حضرات شيخنا وأستاذنا مالكار فيضي النرمردوري. وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والصديقين والمصنفين والصالحين. اللهم زد لهم شرفا على شرفهم وعلى درجاتهم. وإلى حضرات آبائنا وأمنا وجدنا وجداتنا وعمنا وعمتنا وخالنا وخالاتنا من ماتوا منا وإلى أرواح جميع المؤمنين. اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل قبورنا وقبورهم حفرة من حفر النيران. أرحم الراحمين يا رب. ഇവിടെ ചൊല്ലിയ സ്വലാത്തും ദിക്റുകളും മജ്ലിസുൻ നൂറും ഖൈറാത്തുകളും സ്വീകരിക്കണം അല്ലാഹ്. ഇതിന്റെയൊക്കെ പ്രതിഫലം അമ്പിയാക്കൾ ഔലിയാക്കൾ സലഫ് സ്വാലിഹീങ്ങൾ ഞങ്ങൾ പറഞ്ഞതും പറയാത്തതുമായ മഹാന്മാരെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരൊക്കെ ദറജ നീ ഉയർത്തണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളപ്പാര് മരിച്ചുപോയി, ഞങ്ങളമ്മാര് മരിച്ചുപോയി. പടച്ചവനെ ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച സുഖങ്ങളോ സന്തോഷങ്ങളോ ഞങ്ങളമ്മാരോ ബാപ്പാരോ അനുഭവിച്ചിട്ടില്ല റബ്ബേ. അവരെന്ന ഖബറിലാണ്, അവരിലേക്ക് ഇതിന്റെ കൂലി എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരെ ഖബർ നീ സ്വർഗമാക്കണം റഹ്മാനെ. അല്ലാഹുവേ അവർ പോയി കിടക്കുന്ന ഖബർ സ്വന്തം വീടിനേക്കാളും ആനന്ദമുള്ള വീടാക്കണേ അല്ലാ. അവര് മക്കൾക്കിടയിലും പേരക്കുട്ടികൾക്കിടയിലും ജീവിച്ച കാലത്ത് കിട്ടിയതിനേക്കാളും വലിയ സന്തോഷം അവരെ ഖബർ ജീവിതത്തിൽ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്ത പാവങ്ങളാണ്, ഞങ്ങൾക്ക് പൊറുക്കണം റഹ്മാനെ. ഇനിയുള്ള കാലം നിന്റെ ഇഷ്ടത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാ. റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും കുടുംബത്തിനും ഹിദായത്തിന്റെ വെളിച്ചം നൽക റബ്ബേ. ദലാലത്തിന്റെ ഇരുളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നിന്റെ പൊരുത്തപ്പെട്ട അടിയാറുകളിൽ ഉൾപ്പെടുത്ത റബ്ബേ. പടച്ചോനെ ഞങ്ങളെ മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ട് റബ്ബേ. ഞങ്ങളെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാ. ഒരുപാട് വിഷമങ്ങളുള്ളവരാണ് പാവങ്ങളായ ഞങ്ങളെ വിഷമങ്ങൾക്ക് നീ പരിഹാരം നൽകണേ അല്ലാ. ഞങ്ങളെ ദുഃഖങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാ. ഞങ്ങളെ കുട്ടിയാളി മക്കളെയും കടങ്ങളെ വീട്ടി തരണേ റബ്ബേ.
ജോലികളിൽ നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. നാട്ടിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലാഹുവേ ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. വിദേശത്ത് പോയി ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ട്, ജോലികളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നവർ ഞാൻ പോയി വരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൈപിടിച്ച് കണ്ണിൽ വെള്ളം നിറച്ച് ഇറങ്ങിപ്പോയവരാണ്. പൊഞ്ചിരിച്ച് നാട്ടിൽ വന്ന് കാണാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അവിടെ വെച്ച് മരിച്ച് പെട്ടിയിൽ നാട്ടിൽ വരുന്നവരാക്കല്ല അല്ലാഹുവേ റബ്ബേ. കല്യാണപ്രായമായവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. മക്കളില്ലാത്തവരുണ്ട്, സ്വാലിഹായ മക്കളെ നൽകണം അല്ലാ. ഗർഭിണികളുണ്ട്, റാഹത്തുള്ള പ്രസവം നൽകണേ നാഥാ. യജമാനനായ റബ്ബേ സ്വന്തമായി വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് നൽകണേ അല്ലാ. ഉള്ള വീടുകളിൽ നീ ബറക്കത്ത് ചെയ്യണേ നാഥാ. പടച്ചോനെ റബ്ബേ, പാവങ്ങളായ ഞങ്ങളെ ജീവിതത്തിൽ സമാധാനം തരണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം തരണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ ഇടങ്ങേറിലാക്കല്ല അല്ലാ. റബ്ബേ ഞങ്ങളെ എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്ക് റബ്ബേ. പ്രഷർ പ്രമേയം സുഖമാക്ക് റബ്ബേ. ക്യാൻസർ സുഖമാക്ക് റബ്ബേ. ട്യൂമർ സുഖമാക്ക് റബ്ബേ. കാൽമുട്ട് വേദന, ഡിസ്ക് വേദന സുഖമാക്കണേ റബ്ബേ. അപസ്മാരം, നരമ്പിന്റെ രോഗം, മൂലക്കുരു സംബന്ധമായ രോഗം, കല്ലിന്റെ രോഗം, തൈറോയ്ഡ് സുഖമാക്കണേ അല്ലാ. അല്ലാഹുവേ സഹിക്കാൻ കഴിയാത്ത രോഗം ഞങ്ങൾക്ക് തരല്ല അല്ലാ. നിസ്കാരം മുടങ്ങിപ്പോകുന്ന രോഗികളാക്കല്ല അല്ലാ. ദിക്ർ ചൊല്ലാൻ പറ്റാത്ത രോഗികളാക്കല്ല അല്ലാ. മൂക്കിൽ പൈപ്പിടുന്ന രോഗികളാക്കല്ല അല്ലാ. മൂത്രദ്വാരത്തിൽ പൈപ്പിടുന്ന രോഗികളാക്കല്ല അല്ലാ. ഞങ്ങളെ കാഷ്ടവും മൂത്രവും ഇതുവരെ മറ്റൊരാളും കഴുകി തന്നിട്ടില്ല. മറ്റൊരാൾ കഴുകി തരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടവുമില്ല റബ്ബേ. അതുകൊണ്ട് ഞങ്ങളെ കാഷ്ടവും മൂത്രവും മക്കളും മരുമക്കളും മറ്റുള്ളവരും നന്നാക്കി തരേണ്ട രോഗികളാക്കി ഞങ്ങളെ മാറ്റരുത് അല്ലാ. മരണം വരെ സ്വന്തം കാര്യം സ്വന്തം ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. മരണം വരെ സ്വന്തം കാര്യം സ്വന്തം ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റബ്ബേ. റബ്ബേ വായിലൂടെ വെള്ളം ഇറങ്ങാതെ മൂക്കിൽ പകളും പേരക്കുട്ടികളും മരക്കളും കഞ്ഞി ജ്യൂസ് അടിച്ച് മൂക്കിലൂടെ തരുമ്പോ അവരെ മുഖത്ത് നോക്കി കരയേണ്ട ഒരവസ്ഥ ഞങ്ങളാരും ജീവിതത്തിൽ ഉണ്ടാക്കരുത് റബ്ബേ. ഈ നാട്ടിലെ ഒരാളെയും ജീവിതത്തിൽ ഉണ്ടാക്കരുത് റബ്ബേ. ഡയാലിസ് ചെയ്യേണ്ട രോഗം തരല്ലോ അല്ലാ. കീമോ ചെയ്യേണ്ട രോഗം തരല്ലോ അല്ലാ. മലകൾ മുറിച്ച് മാറ്റേണ്ട രോഗികളാക്കി ഞങ്ങളെ ഭാര്യമാരെ, പെങ്ങന്മാരെ, ഉമ്മമാരെ, സഹോദരിമാരെ മാറ്റല്ല അല്ലാ. ഗർഭപാത്രം മുറിച്ച് മാറ്റുന്ന രോഗികളാക്കല്ല അല്ലാ. ഐസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്ന രോഗികളാക്കല്ല റഹ്മാനേ. കുട്ടികളും മക്കളും ഞങ്ങളെ നോക്കി മടുത്ത് അവസാനം ഞങ്ങളെ ഹോസ്പിറ്റൽ ഐസിയുവിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടിട്ട് അല്ലാഹുവേ ഞങ്ങൾ ഐസിയുവിന്റെ ഉള്ളിൽ മൂക്കിൽ പൈപ്പിട്ടിട്ട് റൂഹ് പോകാൻ നേരത്ത് മൂക്കത്തെ പൈപ്പൊന്ന് മാറ്റി തരുമെന്ന് പറയാൻ കഴിയണില്ല. വേദന കൊണ്ട് സഹിക്കണില്ല. കൈകൊണ്ട് മൂക്കിലെ പൈപ്പൊന്ന് വലിക്കാൻ നോക്കുമ്പോ സിസ്റ്റർമാര് ഓടി വന്ന് കൈ കട്ടിലിന്റെ കാലിനോട് കെട്ടിയിട്ട് അവസാനം മൃഗങ്ങൾ ജീവൻ പോകും പോലെ റബ്ബേ ഐസിയുവിന്റെ ഉള്ളിൽ കിടന്ന് പെടഞ്ഞു മരിക്കുന്നവരാക്കി ഞങ്ങളാരെയും നീ മാറ്റരുത് റബ്ബേ. ഞങ്ങളെ കുടുംബത്തിൽ ഒരാളെയും മാറ്റരുത് റബ്ബേ. അല്ലാഹുവേ ആ ഒരവസ്ഥയിലേക്കാണ് ഞങ്ങൾ പോകുന്നതെങ്കിൽ അതിന്റെ മുമ്പ് ഞങ്ങളെ ഈമാനോടെ തിരിച്ചു വിളിക്കണം റബ്ബേ. ഈമാനോടെ തിരിച്ചു വിളിക്കണം റബ്ബേ. കുട്ടികളും മക്കളും മരിച്ചാൻ വേണ്ടി ദ്വാരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കരുത് റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ മരിക്കുമ്പോ ഈമാൻ നൽകണേ റബ്ബേ. സ്വർഗം കണ്ട് മരിക്കാൻ തൗഫീഖ് നൽകണം റബ്ബേ. ആദരപ്പൂവായ റസൂലുള്ളാഹിന്റെ പൂമുഖം മരിക്കാൻ നേരത്തെങ്കിലും ഞങ്ങൾക്കൊന്ന് കാണിച്ചേരണേ പടച്ചോ. അല്ലാഹുവേ റബ്ബേ ഖബർ ഞങ്ങൾക്ക് സ്വർഗമാക്കി തരണേ റബ്ബേ. ഞങ്ങളപ്പാരിമാരും വല്യമാര് വല്യപ്പാര് ഖബർ സ്വർഗമാക്കണം റബ്ബേ. ഞങ്ങൾ ഓതി പഠിക്കുമ്പോ ഞങ്ങൾക്ക് ഭക്ഷണം തന്നമ്മാരെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഭക്ഷണം തന്നപ്പാരെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. ഞങ്ങൾ ഇൽമ പഠിക്കുമ്പോ ഞങ്ങളെയൊക്കെ ഒരുപാട് അപാകതകൾ ഉണ്ടായിട്ടും ചെറിയ മക്കളല്ലേ എന്ന് കരുതി ഞങ്ങൾക്ക് ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ തന്ന ഞങ്ങൾ ചില വീട്ടുകാർ അവര് തന്ന ഓരോരോ വറ്റണ്ട് എണ്ണത്തിനനുസരിച്ച് അവർക്ക് ആഖിറത്തിൽ ഹസനത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ.
പടച്ചോനെ ഇന്നും ഈ നാട്ടിൽ ദർസിനെ സഹായിക്കണോല നീ സഹായിക്കണം റബ്ബേ. മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരെ നീ ഖൈറിലും ബർക്കത്തിലും ആക്കണം റഹ്മാനെ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളെ ഖബർ സ്വർഗ്ഗമാക്കി തരണേ അല്ലാ. നാളെ മഹ്ശറിൽ ആദരപ്പൂവായ റസൂലുള്ളാഹി മുത്തിന്റെ ഹൗദുൽ കൗസർ കുടിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് സ്വർഗ്ഗം വാശാരമായി നൽകണേ അല്ലാ. ഞങ്ങളെ നരകത്തിലിടരുത് റബ്ബേ, ഞങ്ങളെ നരകത്തിലിടരുത് റബ്ബേ. ഈ വാണിയന്നൂരിനെ വെളിച്ചം നൽകി മൺമറഞ്ഞു പോയ ഒരുപാട് മഹാന്മാരുണ്ട്, അവരെ ദർജ ഉയർത്തണേ അല്ലാ. എൻ്റെ ആദരണീയനായ ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി രാപ്പകലത്വാനിച്ച് ഞങ്ങളെ ശൈഖുന മരക്കാർ ഉസ്താദിന്റെ ഖബർ സ്വർഗ്ഗമാക്കണം റഹ്മാൻ. അവിടുത്തെ ഖബർ സ്വർഗ്ഗമാക്കണം റഹ്മാൻ. പടച്ചോനെ അവരത്തെ സ്നേഹിച്ച ഈ നാട്ടുകാർക്ക് വിജയം നൽകണേ തമ്പുരാൻ. അല്ലാഹുവേ റബ്ബേ അന്ന് മുതൽ ഇന്ന് വരെ ഈ പള്ളിക്കും ദർസിനും നേതൃത്വം നൽകുന്ന കമ്മിറ്റി ഭാരവാഹികളിൽ നിന്ന് പലരും മരിച്ചുപോയി. അവർക്കൊക്കെ നീ അല്ലാഹുവേ പ്രതിഫലം നൽകണേ അല്ലാ. ഇന്നും പള്ളി ഭരിക്കുന്ന മദ്രസക്ക് പരിപാലനം ഏറ്റെടുത്ത പടച്ചവനെ മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്ന ദർസിനെ സഹായിക്കുന്ന ഈ കമ്മിറ്റി ഭാരവാഹികളെ കമ്മിറ്റി മെമ്പർമാരെ ദുനിയാവിലും ആഖിറത്തിലും കുഴക്കരുത് റബ്ബേ. ദർസിനെയും ദീനിനെയും സഹായിക്കുന്ന ഈ മഹല്ല് കമ്മിറ്റിയെ ദുനിയാവിലും ആഖിറത്തിലും മാനം കെടുത്തരുത് റബ്ബേ. ഈ നാട്ടിൽ വൈജ്ഞാനിക വെളിച്ചമുണ്ടാകണം. വളർന്നു വരുന്ന യുവാക്കളെ മനസ്സ് മലിനമാകരുതെന്ന് കരുതി കുട്ടികൾക്ക് പോലും ക്ലാസ് സംഘടിപ്പിക്കാൻ മുന്നോട്ട് വരുന്ന മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, അവർക്ക് വേണ്ട ഉപദേശം നൽകുന്ന ആദരണീയനായ ഉസ്താദ് അടക്കമുള്ളവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും നൽകണേ അല്ലാ. മരണം വരെ നാടിന് ദീനിയായ വെളിച്ചവും മത്തും ചെയ്യാനുള്ള തൗഫീഖ് നീ അവർക്ക് നൽകണേ അല്ലാ. അവരെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ സഹോദര സഹോദരിമാരെ നീ വിജയിപ്പിക്കണം തമ്പുരാനെ. നമ്മളെ ക്ലാസ്സിനും ഹൈറായ കാര്യങ്ങൾക്കും ഒരു പ്രൊജക്റ്റ് ആവശ്യമാണെന്ന് പറഞ്ഞപ്പോ അതിന് പണം കൊടുത്തവർക്ക് സമ്പത്തേറ്റി കൊടുക്കണം അല്ലാ. അതിന് പണം കൊടുത്ത എന്നവർക്ക് സമ്പത്തേറ്റി കൊടുക്കണം അല്ലാ. എന്തുദ്ദേശിച്ചാണോ പൈസ കൊടുത്തത് ആ ഉദ്ദേശം നീ പൂർത്തിയാക്കണേ അല്ലാ. കൊടുത്തവർക്ക് വീണ്ടും വീണ്ടും നിന്റെ ദീനിന് വേണ്ടി കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയും ഐശ്വര്യവും നൽകണേ അല്ലാ. വിനീതനായി ഞാൻ പല സ്ഥലത്ത് വയലിനും ഇതുപോലുള്ള ക്ലാസ്സിനും പോകുമ്പോ അവിടെ പള്ളിക്കും മദ്രസക്കും പല കാര്യങ്ങൾക്ക് വേണ്ടി സംഭാവന ചോദിക്കുമ്പോൾ ഇതേപോലെ 1000, 2000, 5000, 10000 ലക്ഷങ്ങളും കൊടുക്കുന്ന എത്രയോ ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട് റബ്ബേ. പേരറിയില്ല, തറവാടറിയില്ല, അവരെയൊക്കെ നിനക്കറിയുമല്ലോ. അവർക്ക് സമ്പത്തേറ്റി കൊടുക്കണേ അല്ലാ. അത്തരക്കാരെ കയ്യിലെ സമ്പത്തുണ്ടായാലല്ലേ റബ്ബേ നിന്റെ ദീന് രക്ഷപ്പെടൂ. അതുകൊണ്ട് അവർക്ക് സമ്പത്തേറ്റി കൊടുക്കണം റഹ്മാനെ. അവരെ സമ്പത്ത് ഹോസ്പിറ്റൽ ചെലവാക്കുന്ന ദുര്യോഗത്തിലേക്ക് എത്തിക്കരുത് അല്ലാ. അല്ലാഹുവേ ഖൈറായതൊക്കെ ഞങ്ങൾക്ക് തരണേ റബ്ബേ. ശർറായതൊക്കെ ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കണേ റബ്ബേ. അല്ലാഹുവേ ഇന്നിവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആ ഭക്ഷണം കൊടുക്കുന്ന മാന്യ സ്നേഹിതന്റെ മുറാദ് ഹസിലാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ ഖബറിലേക്ക് അതിന്റെ കൂലി എത്തിച്ചു കൊടുക്കണേ അല്ലാ. ആഖിറം വെളിച്ചമാക്കണേ അല്ലാ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത വ്യക്തിത്വമാണ്. പടച്ചോനെ ഇരിക്കുന്നതിന്റെ വെളിച്ചം അദ്ദേഹത്തിന്റെ ഖബറിൽ നൽകണേ അല്ലാ. പടച്ചവനെ ഒരു സഹോദരിക്കൊരു വൈറൽ സംബന്ധമായ രോഗമെന്ന് പറഞ്ഞു ഷാഫി നീയാൻ. ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. വിനീതനായി ഞാൻ ദ്വാരക്കാൻ അർഹനല്ല റബ്ബേ. എന്നാലും മജ്ലിസുൻ നൂർ ചൊല്ലിയ സ്വലാത്ത് ചൊല്ലിയ മജ്ലിസല്ലേ ഞങ്ങളെ ഖൈബാക്കി മടക്കരുത് റഹ്മാനെ. സാഹിരീങ്ങളെ സിഹറിൽ നിന്ന് കാക്ക് റബ്ബേ. ഹസദീങ്ങളെ ഹസദിൽ നിന്ന് കാക്ക് റബ്ബേ. മുഫ്സിദീങ്ങളെ ഫസാദിൽ നിന്ന് കാക്ക് റബ്ബേ. മുഫ്സിദീങ്ങളെ ഫിത്നയിൽ നിന്ന് കാക്ക് റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവേ ദർസിലേക്ക് സഹായിക്കുന്ന, ദർസിലേക്ക് ഭക്ഷണം നൽകുന്ന, മുതഅല്ലിമീങ്ങൾക്ക് വസ്ത്രം നൽകുന്ന, മുതഅല്ലിമീങ്ങൾക്ക് നേർച്ചയാക്കുന്ന എല്ലാവരും എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശം നീ പൂർത്തിയാക്കണേ അല്ലാ. ഞങ്ങളെയൊക്കെ ശിഷ്യന്മാർക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. ഞങ്ങളടുത്ത് പഠിക്കണ മക്കൾ ആലിമീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളരികിലൊക്കെ പഠിക്കണ മക്കൾ ആലിമീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളെ ശിഷ്യന്മാർക്കൊക്കെ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. അവരെ കൊണ്ട് ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ റബ്ബേ. ദില്ലത്തിലാക്കരുത് പടച്ചോനെ റബ്ബേ. വിനീതനായി ഞാൻ ദ്വാരക്കാൻ അർഹനല്ല.
മഹാന്മാരായ ഉസ്താദന്മാർ, ഒരുപാട് നല്ല സഹോദര സഹോദരിമാര് ആമീൻ പറയുന്നു. ഒരാമീനെങ്കിലും സ്വീകരിക്കും പടച്ചോനെ. ഹായിബാക്കി മടക്കരുത് റഹ്മാനെ. ഉത്തരം നൽകണേ അല്ലാ, ഉത്തരം നൽകണേ അല്ലാ. ഞാനിവിടെ പഠിക്കുമ്പോ എനിക്ക് ഭക്ഷണം നൽകിയവർ, എന്നെ സഹായിച്ചവർ, എന്നെ സ്നേഹിച്ചവർ എല്ലാവർക്കും നീ സ്വർഗം നൽകണേ നാഥ. ജീവിതത്തിന് സമാധാനം നൽകണേ അല്ലാ. ഞങ്ങളത് സ്വീകരിക്ക റബ്ബേ. ഹായിബാക്കി മടക്കല്ല പടച്ചോനെ. റബ്ബേ, ഇവിടെ ഈ ക്ലാസ് സംഘടിപ്പിക്കാൻ വേണ്ടി, നോട്ടീസ് ഒട്ടിക്കാനും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന എൻ്റെ മാന്യ സ്നേഹിതൻ, അതുപോലെയുള്ള കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും തക്ക പ്രതിഫലവും നൽകണേ റബ്ബേ. അവര് ചെയ്യണതൊക്കെ നിന്റെ റഹ്മത്ത് കിട്ടാനാണ്, നിന്റെ മഗ്ഫിറത്ത് കിട്ടാനാണ്, അവര് നിന്റെ സ്വർഗം കിട്ടാനാണ്. അതൊക്കെ അവർക്ക് നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഖൈറദ് ദുനിയാ വഖൈറൽ ആഖിറ വസ്രിഫ് അന്നാ ശർറദ് ദുനിയാ വശർറൽ ആഖിറ. اللهم وجهنا إلى الخير ووجه الخير إلينا يا الله. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله على محمد. اللهم صل على محمد. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.